എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇങ്ങനെയൊരു അവസരം ഇവിടെ എനിക്ക് തന്ന പാലക്കാട് എസൻസ് ഗ്ലോബലിന് നന്ദി പറഞ്ഞുകൊണ്ട് വളരെ ചെറിയൊരു പ്രസൻറ്റേഷനാണ്. കൂടുതൽ മുഖപരിയൊന്നുമില്ലാതെ വിഷയത്തിലേക്ക് കടക്കാണ്. സാമുവേലിൻ്റെ നിവേദനം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഏതോ ബൈബിളിൽ ഇങ്ങനെയൊക്കെയുള്ള നിവേദനങ്ങളൊക്കെ കാണും. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. സാമുവൽ കമലേശൻ എന്ന് പറയുന്നത് ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ്. ഒരു ലൂട്ടനൻറ്റ് എന്ന് പറയാം, നമ്മൾ ലെഫ്റ്റനൻ്റ് എന്ന് പറയും. ഇന്ത്യൻ ആർമിയിലായിരുന്നു പുള്ളി. ഒരു ഗ്രൂപ്പിൻ്റെ, ഒരു ട്രൂപ്പിൻ്റെ കൂടുതൽ മുഖപരിയൊന്നുമില്ലാതെ വിഷയത്തിലേക്ക് കടക്കാണ്. സാമുവേലിൻ്റെ നിവേദനം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഏതോ ബൈബിളിൽ ഇങ്ങനെയൊക്കെയുള്ള നിവേദനങ്ങളൊക്കെ കാണും. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. സാമുവൽ കമലേശൻ എന്ന് പറയുന്നത് ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ്. ഒരു ലൂട്ടനൻറ്റ് എന്ന് പറയാം, നമ്മൾ ലെഫ്റ്റനൻ്റ് എന്ന് പറയും. ഇന്ത്യൻ ആർമിയിലായിരുന്നു പുള്ളി. ഒരു ഗ്രൂപ്പിൻ്റെ, ഒരു ട്രൂപ്പിൻ്റെ ലീഡറായിരുന്നു. അപ്പോൾ ആ ട്രൂപ്പിൻ്റെ പരിശീലനം, അതോടൊപ്പം തന്നെ അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസിനെ എല്ലാം തന്നെ നയിക്കുന്ന ഇദ്ദേഹമാണ്. അപ്പോൾ പുള്ളി മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരാളാണ്. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, ഇദ്ദേഹം നയിച്ചിരുന്ന ട്രൂപ്പ് ഹിന്ദുക്കളും പ്രധാനമായിട്ടും സിഖുകാരടങ്ങിയിരുന്ന ഒരു ട്രൂപ്പാണ്. ഇന്ത്യൻ ആർമിയിൽ നിങ്ങൾക്കറിയാം പല പല ആൾക്കാർ, പല പല ജാതി മത പ്രദേശ വംശീയതയൊക്കെ ഉള്ള ആളുകളാണ് പലതരം ട്രൂപ്പുകളിലും കൂടുതലായിട്ടുള്ളത്. മറാത്ത റൈഫിൾസ്, ഗൂർഖ റെജിമെൻ്റ് എന്നൊക്കെ പറയുന്നത്. അത്തരം ട്രൂപ്പുകളിലൊക്കെ അത്രക്കാരാണ് കൂടുതൽ. പക്ഷേ ഈ ട്രൂപ്പിൽ കൂടുതലും സിഖുകാരായിരുന്നു, പിന്നെ ഹിന്ദുക്കളും ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ പോരാ, വളരെ മതതീവ്രതയുള്ള ക്രിസ്ത്യാനിയാണ്. അപ്പം അതിൻ്റെ ഡ്രില്ല് നടക്കുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ പരേഡ് നടക്കുന്ന സ്ഥലങ്ങളിൽ ആ കോമ്പൗണ്ടിനുള്ളിൽ ഒരു മന്ദിറും ഒരു ഗുരുദ്വാരയും ഉണ്ട്, ചർച്ചില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ വിഷമമായിരുന്നു. അപ്പോൾ എൻ്റെ ട്രൂപ്പിനെ ഡ്രില്ല് കഴിഞ്ഞിട്ട് പ്രാർത്ഥനകൾക്കായിട്ട് തൊട്ടടുത്ത ഒരു മന്ദിർ, അതായത് ആ കോമ്പൗണ്ടിൽ തന്നെയുള്ള പട്ടാളക്കാരുമായിട്ട് ബന്ധപ്പെട്ട മന്ദിറിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ദൗത്യമാണ്. കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ മന്ദിരത്തിനുള്ളിൽ കയറി അതിൻ്റെ ശ്രീകോവിലിനുള്ളിൽ പൂജ, ആരതി, ഹവനം, ഹോമം, ഇങ്ങനെയൊക്കെയുള്ള കുറേ ഏർപ്പാടുകളൊക്കെ ഉണ്ട്. ഇത് നേതൃത്വം കൊടുക്കേണ്ട ഇദ്ദേഹമാണ്, ആസ് പെർ ആർമി റൂൾസ്. പക്ഷേ പുള്ളി അതിനെ വിസമ്മതിച്ചു. പുള്ളി പറഞ്ഞു, ഞാൻ ഏകദൈവ വിശ്വാസിയാണ്. അപ്പോൾ ഏകദൈവ വിശ്വാസിയെ എനിക്ക് ഇത്തരത്തിലുള്ള ബഹുദൈവ ആരാധനകൾ സാധിക്കില്ല, അത് ഞാൻ ദൈവത്തോട് ചെയ്യുന്ന ശിർക്കാണ് എന്ന്. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, പുള്ളി 2-3 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ കമാൻഡേഴ്സിനോട് പറഞ്ഞു, ഞാനിതിലൊക്കെ പങ്കെടുക്കാം, ഇവരെ നയിക്കാം, പക്ഷെ അകത്ത് ശ്രീകോവിൽ കയറി എനിക്ക് പൂജകളൊന്നും ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളവിടെ വന്ന് ഇതൊക്കെ പങ്കെടുത്താൽ മതി, അല്ലെ പങ്കെടുത്തില്ലെന്നുണ്ടെങ്കിൽ ആർമിയുടെ അല്ലെങ്കിൽ ഈ യൂണിറ്റിൻ്റെ ഐക്യം, അതിൻ്റെ മൊറാല്, അതുപോലെ തന്നെ ഡിസിപ്ലിൻ, ഇതിനെയൊക്കെ ബാധിക്കും. ആർമിയിൽ നിങ്ങൾക്ക് അങ്ങനെ മാറി നിൽക്കാൻ സാധിക്കില്ല. അപ്പം സാമുവൽ കമലേശൻ വലിയ ധർമ്മസങ്കടത്തിലായി. പുള്ളിയുടെ വിശ്വാസം കാരണം പുള്ളിക്ക് ഇത് ചെയ്യാനും പറ്റിയില്ല. പുള്ളി പറഞ്ഞു, ഞാൻ പുറത്തുള്ള പരേഡും ഡ്രില്ലും എല്ലാം ചെയ്യാം, പക്ഷെ അകത്തോട്ട് എനിക്ക് കയറാൻ പറ്റില്ല, എന്നെ അത് അനുവദിക്കുന്നില്ല. അങ്ങനെ പുള്ളി നിരന്തരം പുറത്ത് നിൽപ്പായി, അകത്ത് കയറാതെയായി. അപ്പം അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നവർ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നു, പക്ഷെ ഇദ്ദേഹം പുറത്ത് നിൽക്കുന്നു. അപ്പം ആർമി ഭയങ്കര ശക്തമായി വിയോജിച്ചു. പുള്ളിക്ക് നോട്ടീസൊക്കെ കൊടുത്തു. പുള്ളി എക്സ്പ്ലനേഷൻ ഇതാണ് പറഞ്ഞത്, ഞാൻ മാറി നിൽക്കുന്നേ ഉള്ളൂ, ഞാൻ വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ടാണ് അവിടെ നിൽക്കുന്നത്, ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, പക്ഷേ എനിക്ക് ശ്രീകോവിലിൽ കയറാൻ എനിക്ക് സാധിക്കുന്നില്ല, ഞാൻ എൻ്റെ മനസാക്ഷിയോട് ചെയ്യുന്ന വലിയൊരു തെറ്റായിരിക്കുന്നു. അപ്പോൾ ഈ വിഷയം ആർമി എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ആർമി കൈകാര്യം ചെയ്തത്, ഒരുപക്ഷെ നിങ്ങൾ എത്ര പേർ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് അറിയില്ല, ഈ മനുഷ്യനെ ഒരു കോർട്ട് മാർഷ്യൽ പോലും ഇല്ലാതെ പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. പിരിച്ചുവിട്ടുവെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പെൻഷൻ
DCRG, ഡെത്ത് കം റിട്ടയർമെൻറ്റ്സ് ആയിട്ട് കൊടുക്കുന്ന DCRG, ഗ്രാറ്റുവിറ്റി എന്ന് പറയും, ഇതെല്ലാം നിഷേധിച്ചു. നത്തിങ്. 2021 ഇത് സംഭവിച്ചത്. ഇപ്പോൾ 4.5 വർഷമായി. ഇദ്ദേഹം ഇതിനെതിരെ ഡൽഹി ഹൈക്കോർട്ടിൽ ഒരു പരാതി കൊടുത്തു. ഈ പരാതി 2025 മെയ് മാസം, അതായത് കഴിഞ്ഞ മാസം, ഹൈക്കോടതി തള്ളി. ഇദ്ദേഹത്തിൻ്റെ പരാതി തള്ളി. അദ്ദേഹം പറഞ്ഞത് ഈ ഉത്തരവ്, ആർമിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഹൈക്കോടതി പറഞ്ഞു അങ്ങനെ റദ്ദാക്കാൻ കഴിയില്ല. 4.5 വർഷത്തിന് ശേഷം പുള്ളി എന്തവസ്ഥയിലാണ് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. ഈ വിഷയം വെച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇയാളുടെ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള പരാതിയുടെ പ്രധാനപ്പെട്ട അതിൻ്റെ ഫൾക്രം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 25 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്. ആർട്ടിക്കിൾ 25 പ്രകാരം ലോകത്തെ എന്ത് കാര്യത്തിലും, ഇൻ മൈ ലാംഗ്വേജ്, യു ഹാവ് ദ റൈറ്റ് ടു ബിലീവ് ഇൻ എനി ബുൾഷിറ്റ്. അതാണ് ആർട്ടിക്കിൾ 25. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, യു ക്യാൻ പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ്. അങ്ങനെയും കൂടെ ഉണ്ട്. നിങ്ങൾക്കത് പരത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഇരിക്കെ ഒരു ഇന്ത്യൻ സിറ്റിസണാണ് സാമുവൽ കമലേശൻ. അപ്പം അങ്ങനെ ഒരാള് അയാളുടെ വിശ്വാസത്തിൻ്റെ പേരിൽ അയാൾ അപമാനിക്കപ്പെടുന്നു, ത്യജിക്കപ്പെടുന്നു, അയാൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു, അയാളുടെ ജീവിതമാർഗം തന്നെ പോകുന്നു. ഇതിനെതിരെയാണ് കോടതിയിലേക്ക് ചെന്നത്. ഓക്കെ, ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ആർട്ടിക്കിൾ 25 അതെന്താണ്? സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്. അതായത് പൊതു ധാർമ്മികത, പൊതു ക്രമസമാധാനം, പൊതു ആരോഗ്യം, ഇവയ്ക്ക് വിധേയമായി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ദീപാവലി പടക്കം പൊട്ടിച്ച് മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കാൻ നമുക്ക് അവകാശമില്ല. ദീപാവലി ആഘോഷിക്കാൻ അവകാശമുണ്ട്. പക്ഷേ ആരോഗ്യം, ധാർമ്മികത, നിങ്ങൾ തുണിയില്ലാതെ നടന്നുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ എന്ന് പറഞ്ഞ് നടക്കാനും നിങ്ങൾക്ക് പറ്റില്ല. പബ്ലിക് ഓർഡർ, ക്രമസമാധാന ഭംഗം ഉണ്ടാക്കുന്ന രീതിയിലും മതം ആചരിക്കാനോ ആഘോഷിക്കാനോ ആർക്കും അവകാശമില്ല. ഇതാണല്ലോ അത്. ആൻഡ് ഓൾ പേഴ്സൺ ആർ ഈക്വലി എൻടൈറ്റിൽഡ് ടു ഫ്രീഡം ഓഫ് കോൺഷ്യൻസ്. അതാണ് ഏറ്റവും പ്രധാനം, മനസാക്ഷി. ഇവിടെയാണ് എത്തീസം വരുന്നത്. മതസ്വാതന്ത്ര്യം അനുവദിക്കുന്ന ആർട്ടിക്കിൾ 25 തന്നെയാണ് നിരീശ്വരവാദത്തിനും വിശ്വസിക്കാതിരിക്കാനുമുള്ള ഒരു പൗരന്റെ അവകാശം നൽകുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇത് രണ്ടും ഉണ്ട്. ആ വാക്കാണത്, ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് എന്നുള്ളത്. ആൻഡ് റൈറ്റ് ഫ്രീലി ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ്. പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ. ഒപ്പം കോൺഷ്യൻസ്, അതില്ലാതിരിക്കാനും. അതാണ്. പക്ഷെ അതിനകത്ത് ചില എക്സെപ്ഷണൽ കേസുകളുണ്ട്. ലൈക്ക് സിഖുകാരുടെ ടർബൻ. അപ്പോൾ സിഖുകാരുടെ ടർബൻ അവർ ആർമിയിലൊക്കെ വെച്ച് വെക്കാറുണ്ട്. അപ്പം അത് കോർട്ട് നടത്തിയിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ഷനാണ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസ് എന്ന് പറയുന്ന ഒരു സംഗതി. അതായത് ഒരാളുടെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസ് അത് റദ്ദാക്കാൻ അവകാശമില്ല. അത് എസെൻഷ്യൽ ആണോ അല്ലയോ, അത് ഈ മുസ്ലിങ്ങളുടെ ഇടയിലെ ഈ ശിരോവസ്ത്രം അല്ലെന്നുണ്ടെങ്കിൽ ബുർക്ക അങ്ങനെയൊക്കെയുള്ള സംഗതി വന്നപ്പോൾ കോടതി പറഞ്ഞ ഇതേ കാര്യമാണ്. അത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിൽ പെട്ടതല്ല. ഒരു ഇസ്ലാമായിട്ട് ജീവിക്കാനായിട്ട് അത് ഒരു നിർബന്ധിത ഘടകമല്ല എന്നുള്ളതാണ് കോടതി പറഞ്ഞത്. എന്നാൽ സിഖുകാർക്ക് ഈ ടർബൻ നിർബന്ധിതമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് അവരെ തടയാൻ പാടില്ല. അതാണ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ്. ഇപ്പോൾ കമലേശൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ഇന്ത്യൻ ആർമിയിലെ കവാലറി റെജിമെൻറ്റ് 2017 ജോലിയിൽ കയറിയത്. ഒരു ട്രൂപ്പ് ലീഡർ ഓഫ് സ്ക്വാഡ്രൺ ആയിരുന്നു. ഒരു സ്ക്വാഡ്രൺ കംപ്രൈസ്ഡ് ഓഫ് മോസ്റ്റ്ലി 6 soldiers. And during weekly regimental parades, he accompanied his troop to their mandir and gurudwara, but refused to enter the innermost sanctums. അകത്ത് കയറില്ല, ശ്രീകോലി കയറില്ല. ഒരർത്ഥം നമുക്ക് അങ്ങനെ ചിന്തിക്കാം. സാധാരണ അമ്പലത്തിലേക്ക് കയറ്റാതിരുന്ന അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലേക്ക് കയറ്റാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇവിടെ ശ്രീകോവിലിൽ കയറണം, പക്ഷെ കയറാത്തതിനാണ് ഈ ഒരു ശിക്ഷ വന്നത്. അപ്പോൾ കുറച്ച് ഇന്ത്യ നിന്നു. അപ്പോൾ എൻ്റെ ഭാഗത്ത് എന്താണ് തെറ്റ്? Asserted that standing outside or at a distance did not undermine the morale
ആൻഡ് ഇൻ ലൈൻ വിത്ത് എ പ്ലൂറലിസം ആൻഡ് റെസ്പെക്ട്. ഞാൻ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഈ ആർമിയുടെ മൊറാലിനെ, ഒരു ആത്മവീര്യത്തെ അതൊരു രീതിയിലും ബാധിക്കുന്നില്ല, ഞാൻ ഇൻഡിസിപ്ലിൻ കാണിക്കുന്നില്ല എന്നാണ് സാമുവൽ കമലേശൻ പറഞ്ഞത്. പിന്നെ പുള്ളി പറഞ്ഞു, he argued that as a Christian he could not be compelled to enter the sanctum sanctorum. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എൻ്റെ വിശ്വാസത്തിന് എതിരായ ഒരു കാര്യം എന്നെ കൊണ്ട് നിർബന്ധിക്കാൻ പാടില്ലാത്തതാണ്. അത് ഹിന്ദു സിഖ് പൂജകളിലൊന്നും പങ്കെടുക്കാൻ എന്നെ നിർബന്ധിക്കരുത്. He claimed he was not refusing duty but only non-essential religious rights that conflicted with his belief. പക്ഷേ ആർമിക്ക് അദ്ദേഹത്തെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. 2021 മാർച്ച് 3 അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്തു, വിത്തൗട്ട് പെൻഷൻ, വിത്തൗട്ട് DCRG. പുള്ളി ഹൈക്കോടതിയിൽ പോയി. പുള്ളിയുടെ ഫസ്റ്റ് പ്രയർ ഇതായിരുന്നു, കോഷിംഗ് ഓഫ് ദ ഡിസ്മിസൽ. ഈ ഡിസ്മിസൽ നടത്തിയ ഉത്തരവ് റദ്ദാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആവശ്യം. അതുപോലെ തന്നെ സെറ്റ് അസൈഡ് ആർമീസ് ഡിസിപ്ലിനറി ആക്ഷൻ ആൻഡ് റീഇൻസ്റ്റേറ്റ് ഹിം ഇൻ ടു ദ സർവീസിൽ തിരിച്ചെടുക്കുക, ഓർ അറ്റ്ലീസ്റ്റ് ഗീവ് ഹിം ദ പെൻഷൻ ബെനിഫിറ്റ്. അങ്ങനെയും കൂടെ പുള്ളി പറഞ്ഞിരുന്നു. അതൊരു പുള്ളിയുടെ, അതായത് ഒന്നും കോടതിക്ക് സാധിക്കുന്നില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം പെൻഷനും DCRG എങ്കിലും അനുവദിക്കുക. പിന്നെ പുള്ളി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കോടതിയെ കൊണ്ട് ആവശ്യപ്പെട്ടതാണ് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ് വയലേഷൻ, അതായത് അയാളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്ന് കോടതി പറയണം എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ കോമ്പൻസേഷൻ, വേറൊരു ആവശ്യം ഉണ്ടായിരുന്നു, കോമ്പൻസേഷൻ ഫോർ റിലീഫ് ഡിസ്ക്രിമിനേഷൻ. ആ റിലീഫ് ഫോർ ഡിസ്ക്രിമിനേഷൻ ഇംപ്ലിസിറ്റ്ലി ഓർ ഡയറക്ട്ലി ഹി സോട്ട് ടു അക്നോളജ് ദാറ്റ്. അതായത് ഇത്രയും ദ്രോഹം തന്നോട് ചെയ്തതിന് തനിക്കൊരു നഷ്ടപരിഹാരം തരണം. അങ്ങനെ പല പല ആവശ്യങ്ങളാണ്. കോഷ് ചെയ്യണം, അല്ലെങ്കിൽ കുറഞ്ഞ വർഷം പെൻഷനെങ്കിലും തരണം, അല്ലെങ്കിൽ കോടതി പറയണം എൻ്റെ അവകാശം ലംഘിച്ചു എന്ന് പറയണം. പിന്നെ അതിൻ്റെ കൂടെ ഒരു വാദം എന്താണ്, എനിക്കിതിന് നഷ്ടപരിഹാരം കിട്ടണം, ഞാൻ ഇത്രയും വർഷമായിട്ട് സർവീസിലില്ല, അതാണ് ഇതാണ്. ഹൈക്കോടതി 4 വർഷം എടുത്ത് തന്നെ വിധി പറയാൻ. ജസ്റ്റിസ് നവീൻ ചൗള, ജസ്റ്റിൻ ഷലീൻഡർ കൗ, ഒരു ഡിവിഷൻ ബെഞ്ചാണ്, 2-അംഗ ഡിവിഷൻ ബെഞ്ചാണ്, റിജക്റ്റഡ് ഹിസ് പ്ലീ ഓൺ May 30, 2025. May 30. അവർ പറഞ്ഞ എന്ത് കാരണത്താലാണ് കോടതി ഇത് നിഷേധിച്ചെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നമ്മളിത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ മതവുമായി വളരെ വൈകാരികമായും ബൗദ്ധികമായും സംവാദം നടത്തുന്ന ആളുകൾ എന്ന നിലയിൽ ആദ്യത്തെ ഹൈക്കോടതിയുടെ വാദം ഇതായിരുന്നു. ആർട്ടിക്കിൾ 33 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതെന്താണ് പറയുന്നത്? റെസ്ട്രിക്ഷൻ ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫോർ പീപ്പിൾ ലൈക്ക് മിലിറ്ററി, പോലീസ്, പാരാമിലിറ്ററി. അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കാര്യത്തിൽ നിബന്ധനകളും റെസ്ട്രിക്ഷൻ, ചുരുക്കാനും നിയന്ത്രിക്കാനുമുള്ള അവകാശം സ്റ്റേറ്റിനുണ്ട്, പാർലമെന്റിനുണ്ട്. അത് നമ്മൾ അധികം അറിയാത്തൊരു വകുപ്പാണ് ആർട്ടിക്കിൾ 33. സാധാരണ ഇതിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യുന്നത് ഡ്യൂറിങ് എ വാർ ഓർ എ പൊളിറ്റിക്കൽ എമർജൻസി, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. വാറോ എമർജൻസിയോ ഇല്ലാതിരിക്കുമ്പോൾ തന്നെ പട്ടാളക്കാരുടെയും പാരാമിലിറ്ററി ഫോഴ്സിൻ്റെയും പോലീസുകാരുടെയും ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് നിയന്ത്രിക്കാം എന്ന് ആർട്ടിക്കിൾ 33 പറയുന്നുണ്ട്. പാർലമെന്റിന് അതിനുള്ള അധികാരമുണ്ട്. ഓക്കെ. പിന്നെ കോടതിയുടെ രണ്ടാമത്തെ വാദം ഇതായിരുന്നു, കമലേശൻ പ്ലേസ്ഡ് റിലീജിയൻ എബോവ് ലോഫുൾ കമാൻഡ്. ഈ ഓഫീസർ എന്താണ് ചെയ്തത്? അയാളുടെ മതം ഉയർത്തി കാണിച്ചു. അയാളുടെ ദൗത്യം, ഡ്യൂട്ടി, ഡിസിപ്ലിനൊക്കെ ഉപരിയായിട്ട് മതമാണ് വലിയ കാര്യമെന്ന് പറഞ്ഞു. അത് സ്വീകരിക്കാനാവില്ല എന്ന് കോടതി പറഞ്ഞു. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു കമ്പാരിസൺ ആവാം. ഇത് കഴിഞ്ഞ ഈ 2021 അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ ശബരിമലയിലാണെന്ന് തോന്നുന്നതോ എവിടെയോ ഒരു ക്ഷേത്രത്തിൽ, ശബരിമല, അവിടെ ചെന്നിട്ട് പുള്ളി കൈകെട്ടി നിന്നു. തീർത്ഥം കൊടുത്തപ്പോൾ അത് കുടിച്ചില്ല. അപ്പോൾ അതൊരു വിവാദം പോലെയായി. എന്നാൽ പുള്ളി പറഞ്ഞു, ഞാൻ അങ്ങനെ, നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ബഹുമാനിക്കുന്നു, പക്ഷേ അമ്മയെ എപ്പോഴും തൊഴാറുണ്ടോ എന്നൊക്കെ കുറഞ്ഞ് ന്യായങ്ങളൊക്കെ പറഞ്ഞു. പുള്ളി എൻ്റെ വിശ്വാസം എൻ്റേതാണ്, പുള്ളിക്ക് വിശ്വാസം ഇല്ലെന്ന് പുള്ളി പറഞ്ഞില്ല. അത് പൊളിറ്റിക്സിൽ നിൽക്കുന്ന ആരും അങ്ങനെ പറയാറില്ലല്ലോ. സത്യപ്രസ്താവന രാഷ്ട്രീയത്തിൽ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. 1947 മുതൽ നമ്മൾ അതാണ് കാണുന്നത്. അപ്പം ഒരുപക്ഷെ വിശ്വാസം ഉണ്ടാവും, ഈ വിശ്വാസം പാടില്ല എന്നായിരിക്കും, എനിക്കറിയത്തില്ല. എന്തായാലും പുള്ളി വിശ്വാസമില്ലെന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ എൻ്റെ വിശ്വാസം, ഞാൻ എൻ്റെ അമ്മയെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, പക്ഷേ ഞാൻ എപ്പോഴും തൊഴാറില്ല. അതുകൊണ്ടാണ് അവിടെയും ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ടാവും, പക്ഷേ ഞാൻ തൊഴാറില്ല എന്ന് നിങ്ങൾ എടുത്തോളൂ എന്നായിരിക്കും. എനിവേ, ബട്ട് ഹി ഹാസ് ദ റൈറ്റ് ടു ഡു ദാറ്റ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. കാര്യം പുള്ളി ഒരു പട്ടാളക്കാരനോ
ഒരു പാരാമിലിറ്ററിക്കാരനോ ഒരു പോലീസുകാരനോ അല്ല. അപ്പോൾ രാധാകൃഷ്ണൻ അങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ ഹൈക്കോടതി പറഞ്ഞത് മിലിറ്ററി നീഡ്സ് ഓവർറൈഡ് നോർമൽ സിവിലിയൻ ഫ്രീ റൈറ്റ്സ്. ഒരു മിലിറ്ററിയിൽ നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കുറേ സാക്രിഫൈസുകൾ നടത്താൻ സാധിക്കും, കുറേ വിട്ടുവീഴ്ചകൾ നടത്താൻ തയ്യാറാകും. നിങ്ങളുടെ സെൽഫിനെ തന്നെ, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തന്നെ നിങ്ങൾ അടിയറ വെക്കാൻ തയ്യാറാകും. അതൊരു സിവിലിയനെ പോലെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. നമ്മൾ പട്ടാളക്കാരെയൊക്കെ പലതും പറഞ്ഞ് ചെയ്യാറുണ്ട്, പക്ഷേ അവർ യഥാർത്ഥത്തിൽ നമ്മളെക്കാൾ കുറഞ്ഞ സ്വാതന്ത്ര്യവും പൗരാവകാശവും ഉള്ള വ്യക്തികളാണ് എന്ന് മനസ്സിലാക്കുക. അത് ഒരു വസ്തുതയാണ്. പിന്നെ ഡൽഹി ഹൈക്കോർട്ട് പറഞ്ഞ വേറൊരു കാര്യം, നിങ്ങൾ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആർമിയിൽ ഇങ്ങനെ ഇതേ കണക്കൊരു കൃത്യവിലോപം അല്ലെങ്കിൽ ഒരു ഇൻഡിസിപ്ലിൻ കാണിച്ച ഒരാളെ ശരിക്കും അവിടെ ആർമിയിലെ പരമ്പരാഗതമായ വ്യവസ്ഥാപിതമായ ഒരു കോർട്ട് മാർഷലിംഗ് ഉണ്ട്, വിസ്താരമുണ്ട്, അതിന് വിധേയമാക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോൾ അതിന് ആർമി പറഞ്ഞ ഒരു മറുപടി, ആർമി പറഞ്ഞ ഇതാണ്, ഇദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്, ഇത് ഈ മതപരമായ കാരണമാണ്, വിശ്വാസപരമായ കാരണമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കോർട്ട് മാർഷൽ വെച്ച് കഴിഞ്ഞാൽ അത് മീഡിയ ലോകമെമ്പാടും ശ്രദ്ധിക്കും, അത് കമ്മ്യൂണൽ ടെൻഷനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ കാരണമാകും. അതുകൊണ്ട് അങ്ങനെ ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു അലക്ക് വേണ്ട എന്നാണ് ആർമി പറഞ്ഞത്. ആർമി പറഞ്ഞ കാര്യം അതേപോലെ ഡൽഹി ഹൈക്കോടതി അംഗീകരിക്കാനുണ്ടായത്. ആർമി പറഞ്ഞത് ശരിയാണ്, ഇത് അങ്ങനെയൊന്നും വേണ്ട. പക്ഷേ എന്താ ഈ പെൻഷനും DCRG നിഷേധിച്ചതെന്ന് അപ്പോഴും ഒരു ചോദ്യമുണ്ട്. എന്നിട്ട് ഹൈക്കോടതി പറഞ്ഞ വേറൊരു കാര്യം, അപ്പോൾ ഇദ്ദേഹം ഉന്നയിച്ച വേറൊരു കാര്യമാണ് ഈ ആർമിയുടെ പല ഈ സ്ലോഗൻസും, ആർമി എന്താണ് പറയുന്നത്, വാർ ക്രൈസ് ഉണ്ട് പല ബറ്റാലിയൻസും, അതെല്ലാം ഈ മതപരമാണ്, പ്രത്യേകിച്ച് ഹിന്ദു ദൈവങ്ങളുടെയോ കാളി, ശിവൻ അങ്ങനെയൊക്കെയുള്ള ഇതാണ്. കാര്യം ഇന്ത്യയുടെ ഒരു ചരിത്രം വെച്ച് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് രാജ്പുത്താന റൈഫിൾസിൻ്റെ രാജാ രാമചന്ദ്ര കി ജയ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ചാടിയത്. രാജ്പുട്ട് റെജിമെൻ്റ് ഉണ്ട്, ബോൾ ബജ്രംഗ് ബലി കി ജയ്. ബജ്രംഗ് ബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹനുമാനാണ്. സേ വിക്ടറി ടു ലോർഡ് ഹനുമാൻ. അപ്പം ഈ രാജ്പുത്താന റൈഫിൾസും രാജ്പുട്ട് റെജിമെൻറ്റും ഒക്കെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ കുറേ റെജിമെൻറ്റ്സ് ഉണ്ട്. അവരിലെ മഹാഭൂരിപക്ഷവും ഒരുപക്ഷെ മിക്കവാറും എല്ലാവരും തന്നെ മറാഠ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായി. ഇപ്പം ഗൂർഖ എന്ന് പറയുമ്പോൾ അതിലേതാണ്ട് ഓൾമോസ്റ്റ് എവരിബഡി ഗൂർഖകളായിരിക്കും. മറ്റുള്ളവർക്ക് വന്നുകൂടാന്നൊന്നും ഇല്ല, പക്ഷേ ഇങ്ങനെയാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുക. പക്ഷെ അങ്ങനെയല്ല, എല്ലാവർക്കും വരാവുന്ന ഒരുപാട് റെജിമെൻറ്റുകളുണ്ട് ആർമിയിൽ, എല്ലാവർക്കും വരാവുന്ന ഒരുപാട് റെജിമെൻറ്റുകളുണ്ട്. എന്നാൽ ഇങ്ങനെ ചില മറാത്ത, രാജ്പുട്ട് പോലെയൊക്കെ ഉണ്ട്. ഇതിൽ തന്നെ ഈ രാജ്പുട്ട് റെജിമെൻറ്റിനകത്ത് ഇതേപോലെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല, എല്ലാവർക്കും വരാം. പക്ഷേ രാജ്പുത്താന റൈഫിൾസിൽ അതുണ്ട്. അപ്പം കോടതി പറഞ്ഞ ഇതാണ്, while the regiments may bear religiously associated names, this does not undermine the secular ethos of institution. ഈ പല റെജിമെൻറ്റുകൾക്കും മതപരമായ പേരുണ്ടാവും, മതപരമായിട്ടുള്ള യുദ്ധകാഹളം ഉണ്ടാവും, പക്ഷെ അതിൻ്റെ മതപരതയല്ല സൂചിപ്പിക്കുന്നത് എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. The court emphasized that the regimental identity is built on shared mission and uniform, not on religious symbolism. ഇതൊരു റിലീജിയസ് സിംബലിസമായിട്ട് എടുക്കരുത്, മറിച്ച് എല്ലാ സേനകളും ബിൽറ്റ് ഓൺ ഷെയർഡ് മിഷൻ ആൻഡ് യൂണിഫോമാണ്, അല്ലാതെ ഈ ഒരു യുദ്ധകാഹളം ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ എടുക്കുക എന്ന് എടുക്കരുത്. വാർ ക്രൈസ് മോട്ടിവേഷണൽ, നോട്ട് സെക്ടേറിയൻ. വാർ ക്രൈസിന് ഇത്രേ അർത്ഥമുള്ളൂ, ഒരു ആവേശം, അല്ലാതെ അതിനകത്ത് വേറെ ഇതൊന്നുമില്ല. ഹൈക്കോടതി പറയുകയാണ്, ഹൈക്കോടതി ഇയാളുടെ ഹർജി നിഷേധിച്ചുകൊണ്ട് പറയുന്ന ന്യായങ്ങളാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. വാർ ക്രൈസ് വിച്ച് ടു ആൻ ഔട്ട്സൈഡർ, ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇതിപ്പോൾ ഞാൻ പറഞ്ഞു കാണുന്ന വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞേക്കും, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. വാർ ക്രൈസ് വിച്ച് ടു ആൻ ഔട്ട്സൈഡർ മേ സൗണ്ട് എ റിലീജിയസ് ഇൻ നേച്ചർ. പുറത്തുള്ളവർക്ക് തോന്നും ഈ വാർ ക്രൈ എന്നൊക്കെ പറയുന്നത് എന്തോ മതപരമായ സാധനമാണ്. അങ്ങനെയല്ല സർ, എ പ്യുവർലി മോട്ടിവേഷണൽ ഫങ്ഷൻ, ഒരു മോട്ടിവേഷൻ അത്രേ ഉള്ളൂ, അങ്ങനെ കാണണം എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ഇത് ആർമിയുടെ അവകാശവാദം ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അംഗീകരിക്കാനുണ്ടായി. പിന്നെ അതുപോലെ തന്നെ ഹൈക്കോടതി വീണ്ടും ഒബ്സർവ് ചെയ്ത വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ജഡ്ജ്മെന്റ് ക്ലാരിഫൈഡ് ദാറ്റ് ഈവൻ റിലീജിയസ് ടോൺ ഫ്രേസസ് ഹാവ് ബിക്കം കോമൺ മോട്ടിവേഷണൽ ടൂൾസ്, നോട്ട് റിലീജിയസ് മാൻഡേറ്റ്സ്. അത് സെയിം തിങ് ആണ്. And higher discipline standards for officers. As a commanding officer, Kamalesan had a special duty to model unit cohesion,
മൊറാൽ ആൻഡ് മോട്ടിവേഷൻ ഇസ് സെലക്റ്റീവ് നോൺ കംപ്ലയൻസ്. അതാണ് കറക്റ്റ് വാക്ക്. ഒരു കാര്യം ബാക്കി എല്ലാം ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ചെയ്യണോ വാട്ട് ആർ റിക്വയർഡ് ടു ബി ഡൺ ആർ ബീയിങ് ഡൺ ബൈ ദിസ് ഓഫീസർ. നോ ഡിലേ, നോ ഹെസിറ്റേഷൻ. പക്ഷേ സെലക്റ്റീവ് നോൺ കംപ്ലയൻസ്, ഇതാണ് ഹൈക്കോടതി എടുത്ത് പറഞ്ഞ കാര്യം. ഈ ഒരു കാര്യം ചെയ്യാതെ മാറി നിൽക്കുന്നു, അവിടെ മതം കയറ്റിക്കൊണ്ടുവരുന്നു. ബാക്കിയെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, പരേഡ് നേതൃത്വം നൽകുന്നു, അതിന് നേതൃത്വം നൽകുന്നു, റിലീജിയസ് ആയിട്ടൊക്കെയുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെയുണ്ട്. പിന്നെ അതൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ റിലീജിയസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ശ്രീകോവിലിനുള്ളിൽ കയറാൻ പറ്റില്ല. മനസ്സിലായേ? അതാണ് പുള്ളിയുടെ ഒരു വലിയ പ്രശ്നം. അത് എൻ്റെ മതവിശ്വാസത്തിന് വിരുദ്ധമാണ്. അപ്പം ഞാനിവിടെ രണ്ട് വേറെ ഗൂർഖ റൈഫിളിൻ്റെ വാർക്രൈ ജയ് മാ കാളി ആയോ ഗോർഖാലി എന്നുള്ളതാണ്. അത് ആ താളത്തിൽ ചൊല്ലിയെങ്കിലേ പറ്റുള്ളൂ. നമ്മൾ മലയാളി പറയുന്നോണം പറയും. മറാത്ത ലൈറ്റ് ഇൻഫൻട്രി ബോൾ ശ്രീ ഛത്രപതി ശിവജി മഹാരാജ് കി ജയ്. ബോൾ ഛത്രപതി ശിവജി. ഈ മഹാരാഷ്ട്രയിൽ എന്ന് കഴിഞ്ഞാൽ ശിവജിന്ന് നിങ്ങൾ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടി വാങ്ങിക്കും. അടി എന്ന് മീൻസ് അടി എന്താ റിയൽ അടിയല്ല ഞാൻ പറഞ്ഞേ. അങ്ങനെ വേണേൽ വാദിക്കാം. അങ്ങനെ എന്ത് ശിവജിന്നോ? ശിവജി എന്ന് പറയാമോ? ഛത്രപതി മഹാരാജ് ശിവജി എന്ന് പറയണമെന്ന് പറയും. ഇപ്പൊ നിലവിലുള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങളൊന്ന് ടച്ച് ചെയ്തെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടുന്ന കേസാണ്. അങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ. ഈ മറാത്ത റെജിമെന്റിലൊക്കെ മിക്കവാറും എല്ലാം മറാത്തകൾ മാത്രമാണ്. ഗൂർഖ റെജിമെന്റിലും ഗൂർഖ റൈഫിൾസിലും ഗൂർഖകൾ മാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു, അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് വായിക്കാൻ, ഗ്രനേഡിയേഴ്സ് എന്നായിരിക്കും എന്ന് ഞാൻ തോന്നുന്നു. അവരുടെ എന്താണ്, സർവദാ ശക്തിശാലി എന്ന്, എവർ പവർഫുൾ. ജാട്ട് റെജിമെന്റിൽ ജാട്ടുകൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ജാട്ട് ബൽവാൻ ജയ് ഭഗവാൻ. ഇതാണ് ഇന്ത്യക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാരാണ് ഇവരില്ല. അപ്പോൾ ഓരോ ട്രൂപ്പിനും ഇതുണ്ട് എന്ന് വെച്ചാൽ ഇല്ലാത്ത ഒരുപാടുണ്ട്. ഞാൻ എൻ്റെ കൂടെ പറയുകയാണ്. ഹൈക്കോടതിയുടെ വേറെ ഇയാളുടെ അപേക്ഷ തള്ളിക്കൊണ്ട് വേറെ നിരീക്ഷണം. ഇൻഡിസിപ്ലിൻ നോട്ട് സ്പെയറിംഗ് പ്രസൻസ് ബട്ട് ഇൻ റെഫ്യൂസൽ. അപ്പോൾ എന്താണ് ഇതിനകത്ത് ഇൻഡിസിപ്ലിൻ എന്ന് കോടതി നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. വല്ലപ്പോഴേ ചെല്ലുന്നുള്ളൂ, അറ്റൻഡ് ചെയ്യുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ വന്നിട്ട് പകുതി വരെ പോയിട്ട് മാറി നിൽക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള സ്പെയറിംഗ് പ്രസൻസ് അല്ല, മറിച്ച് റെഫ്യൂസൽ. എന്താണ്? ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ പട്ടാളത്തിൽ ചെയ്തോണം. ഒരു കുഴി ചാടാന്ന് പറഞ്ഞാൽ ചാടിക്കണം. എന്തിനാണ് ചാടേണ്ടത്? നാളെ പോരെ എന്നൊന്ന് ചോദിക്കാൻ പാടില്ല. പട്ടാളം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ വെടിവെക്കുമ്പോൾ അപ്പുറത്ത് ഇപ്പോൾ ഒരു ഷെല്ലടിക്കുക, ആ ഷെല്ലിൻ്റെ അടുത്ത് അപ്പുറത്തൊരു പശുവാണോ ഒരു പാകിസ്ഥാനിയാണോ നേപ്പാളിയാണോ നമുക്കറിയില്ല, അറിയേണ്ട കാര്യമില്ല. നമ്മൾ വെടിവെക്കുന്നത് ആളിനെ നമുക്കറിയില്ല. അതാണ് യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ കൊല്ലുന്നത് ആരെ എന്ന് നമ്മൾ പോലും അറിയാതിരിക്കുകയും കൊല്ലുന്നവരുമായിട്ട് ഈ കൊല്ലപ്പെടുന്നവർക്ക് യാതൊരു ബന്ധമില്ലാതിരിക്കുകയും ചെയ്യുന്ന മഹത്തായ ഒരു അനുഭവമാണ് ഈ യുദ്ധം എന്ന് പറയുന്നത്. അത് വളരെ വലിയൊരു ഐറണിയാണ് അത്. അപ്പം ഇത് പറഞ്ഞ ഇതാണ്, നിങ്ങളുടെ സ്പെയറിംഗ് പ്രസൻസ് അല്ല, റെഫ്യൂസലാണ്. ആർമിയിൽ യു കനോട്ട് റെഫ്യൂസ്. ആർമിയിൽ ഇനി ചേരാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിന്തിച്ചോളൂ. ആർമി എന്ന് പറയുമ്പം യു ആർ സറണ്ടറിങ് എ ലോട്ട് ഓഫ് റൈറ്റ്സ് ദാറ്റ് യു നോർമലി ഹാവ്. അതുകൊണ്ടാണ് ഞാൻ ആർമിയിൽ ചേരാൻ. ആർമി, പോലീസ്, ഈ രണ്ട് കാര്യങ്ങളിലും പോലീസും അൺസൈക്കബിൾ ആണ്. അതിൻ്റെ കമാൻഡ് സിസ്റ്റവും കമാൻഡ് സ്ട്രക്ചറും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിൽ ഭേദം നമ്മളൊരു വെറുതെ എന്തെങ്കിലും ഒരു ചെറിയ പണിയെടുത്ത് ഒരു ലോട്ടറി വിട്ടെങ്കിലും, ലോട്ടറി വിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ജീവിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു സ്വാതന്ത്ര്യ മോഹം. എപ്പോഴും എനിക്ക് അത്രയും ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുള്ളത്. ചെറിയ എന്തെങ്കിലും പണിയൊക്കെ ചെന്ന് ജീവിക്കുക. ഇതിനകത്തൊക്കെ ചെന്ന് നിന്നിട്ട് എപ്പോഴും ഓക്കെ റൈറ്റ്. എനിവേ, അതാണ് ഇൻഡിസിപ്ലിൻ, അതാണ് റെഫ്യൂസൽ. ഇവിടെ മേലധികാരിയുടെ മുന്നിലേക്ക് ഫയലൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന ആളുകളുണ്ടല്ലേ നമ്മുടെ ഓഫീസുകളിലൊക്കെ. എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അമ്മാതിരി ഇടപെടൽ. ആർമിയിൽ നടക്കില്ല, ചെറയിലൊന്നും നടക്കില്ല, തുറിച്ചുനോട്ടം പോലും നടക്കില്ല അവിടെ. ദെൻ മറ്റൊരു നിരീക്ഷണം ഹൈക്കോടതിയുടെ, മിലിറ്ററി സ്റ്റാൻഡേർഡ്സ് ആർ ഹയർ ദാൻ സിവിലിയൻ വൺസ്. അത് തന്നെ മറ്റേത് ആർട്ടിക്കിൾ 33, മിലിറ്ററി സ്റ്റാൻഡേർഡ് സിവിലിയൻസിനേക്കാൾ കൂടുതലാണ്. അതും കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ആർട്ടിക്കിൾ 33 ഹൈക്കോടതി വീണ്ടും ഉയർത്തി കാണിച്ചു. ഇത് മെമ്പേഴ്സ് ഓഫ് ദ ആർമഡ് ഫോഴ്സ്, മെമ്പേഴ്സ് ഓഫ് ദ പോലീസ് ഫോഴ്സ്, ഇന്റലിജൻസ് ഏജൻസീസ്. അതുകൊണ്ട് കേട്ടോ, നമ്മുടെ റോ പോലെയൊക്കെയുള്ള അവിടെ ഇതേ കണക്ക് ഡിസിപ്ലിൻ പരമപ്രധാനമാണ്.
പാരാമിലിറ്ററി ഫോഴ്സ്, CRPF അങ്ങനെയൊക്കെ ഉള്ളത്, അവിടെ എല്ലാം തന്നെ ഈ ആർട്ടിക്കിൾ 33 പ്രകാരം റെസ്ട്രിക്ഷൻസ് വിത്തൗട്ട് വാറും എമർജൻസി ഒന്നും ഇല്ലാതെ, നമുക്ക് വാറും എമർജൻസിയും വരുമ്പോൾ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യണം. അടിയന്തരാവസ്ഥ കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ടു എക്സ്പ്രഷൻ, ആർട്ടിക്കിൾ 19 ഇതൊക്കെ പോകാം. എൻഷുർ ദ പ്രോപ്പർ ഡിസ്ചാർജ് ഓഫ് ദെയർ ഡ്യൂട്ടീസ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഡിസിപ്ലിൻ. ഇതിനായിട്ടാണ് അവരുടെ സാധനം കട്ട് ചെയ്യുന്നത്. അതായത് പാമ്പിന്റെ പല്ല് പറിക്കുന്നോണം. എന്തിനാണ്? എൻഷുർ പ്രോപ്പർ ഡിസ്ചാർജ് ഓഫ് ദെയർ ഡ്യൂട്ടീസ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഡിസിപ്ലിൻ. ആൻഡ് ദ റെസ്ട്രിക്ഷൻസ് ആർ പെർമനന്റ് ആൻഡ് സ്ട്രക്ചറൽ. ആ വാക്കാണ് ഉപയോഗിച്ചത്. ഈ റെസ്ട്രിക്ഷൻസ് വല്ലപ്പോഴും ഉള്ളതല്ല, പെർമനന്റ് ആൻഡ് സ്ട്രക്ചറൽ, ഘടനാപരമായും സ്ഥിരമായും ഉള്ള റെസ്ട്രിക്ഷൻസ് ആണ്. എല്ലാ ആർമിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറയുന്നവരുണ്ടാവും. പക്ഷേ ഈ പെർമനന്റ് ആൻഡ് സ്ട്രക്ചറൽ റെസ്ട്രിക്ഷൻസ് ഓഫ് റൈറ്റ്സ് ആൻഡ് ബേസ്ഡ് ഓൺ സർവീസ് ഡിസിപ്ലിൻ, നാഷണൽ സെക്യൂരിറ്റി ആൻഡ് റോൾ ഓഫ് ഇന്റഗ്രിറ്റി, നോട്ട് കണ്ടിൻജന്റ് ഓൺ വാർ ഓർ എമർജൻസി. ദർ ഇസ് നോ നീഡ് ഓഫ് നാഷണൽ എമർജൻസി. അത് എൻ്റെ ആവശ്യമില്ല. പട്ടാളക്കാരുടെ കാര്യത്തിൽ നാഷണൽ എമർജൻസിയും വാറും പ്രളയം ഒന്നും ആവശ്യമില്ല. അവർ ചിറക് മുറിച്ച് ഹാഫ് കട്ടാണ് എന്നാണ് കോടതി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇതിന് ഞാൻ എൻ്റെ ഒരു ടേബിൾ എടുത്തതാണ്. ഒരു റെസ്ട്രിക്ഷൻ എവിടെയൊക്കെ വരാമെന്നുള്ളതാണ്. ഈക്വാലിറ്റി ബിഫോർ ലോ, അത് റെസ്ട്രിക്റ്റഡ് ആവില്ല. നിയമത്തിന് മുന്നിൽ തുല്യത ഉണ്ടാവും. പക്ഷേ ഇത് സത്യത്തിൽ നിയമത്തിന് അവിടെ ടിക്ക് കൊടുത്തിരിക്കുന്നത് കാൻ ഇറ്റ് ബി റെസ്ട്രിക്റ്റഡ്, യെസ് ആണ്. നിയമത്തിന് മുന്നിലുള്ള തുല്യത തന്നെയാണ്. ഇപ്പോൾ ഇതൊരു സിവിൽ സർവൻ്റ് ആണ്, അല്ലെ ഇപ്പോൾ ഒരു 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 ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഒരു LE ക്ലാർക്കോ അല്ലെങ്കിൽ ഒരു സൂപ്രണ്ടോ ഒക്കെയാണ് ഇതേ കണക്ക് പോകുന്നെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്യാൻ പോലും പറ്റില്ല. ഇപ്പം ഞാൻ പഠിച്ച കോളേജിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, രാവിലെയുള്ള ഈശ്വര പ്രാർത്ഥനയ്ക്ക് ഞാൻ എഴുന്നേറ്റ് നിൽക്കില്ല, പ്രാർത്ഥിക്കില്ല എന്ന് മാത്രമല്ല, അത് ആ കോളേജ് പാടില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മ്യൂണിസ് കോളേജിൽ പഠിപ്പിച്ചിരുന്ന കാലഘട്ടം, അതുപോലെ ഇപ്പോൾ ഞാനൊരു ഗവൺമെൻറ് കോളേജിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ ഈശ്വര പ്രാർത്ഥന രണ്ടിടത്തും ഇല്ല. അവിടെ ഉണ്ടായിരുന്നില്ല, അവിടെ ഉണ്ടായിരുന്നു നിർത്തി, ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ നിർത്തി. അപ്പം സപ്പോസ് അതാണ് ഒരു സിവിൽ സർവൻറ്റും ഒരു മിലിറ്ററി പേഴ്സണും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് സാധിച്ചു. ഞാൻ മിലിറ്ററിയിലായിരുന്നെങ്കിൽ ഞാൻ വീട്ടിലിരുന്നേനെ എന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ ഈക്വാലിറ്റി ബിഫോർ ലോ ഇല്ല. ഫ്രീഡം ഓഫ് സ്പീച്ച് അത് റെസ്ട്രിക്റ്റ് ചെയ്യാം. റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി നോട്ട് ബ്ലാങ്കറ്റ് ഡിനയൽ ഇല്ല, പക്ഷെ എന്നാലും റെസ്ട്രിക്റ്റ് ചെയ്യാം. ഫ്രീഡം ഓഫ് റിലീജിയൻ ലിമിറ്റഡ് ആണ്. ഫ്രീഡം ഓഫ് റിലീജിയൻ ലിമിറ്റഡ് ആണ്. റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പാർഷ്യലി. മൈനോറിറ്റി എഡ്യൂക്കേഷൻ റൈറ്റ് നോട്ട് യൂഷ്വലി ഇൻവോക്ഡ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് സംടൈംസ്, ചിലപ്പോഴേ ഉള്ളൂ. അപ്പോൾ കുറഞ്ഞ പരമാധികാരവും സ്വാതന്ത്ര്യമുള്ള മനുഷ്യരാണ് ഇവരെന്നുള്ളതാണ്. ഇതിനകത്ത് ഫ്രീഡം ഓഫ് റിലീജിയൻ ലിമിറ്റഡ് ആണെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ സമാനമായ എന്നാൽ ഇതിൽ വ്യതിരക്തമായിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ചർച്ചയിലേക്ക് വരാം. ഇത് ഇപ്പോൾ ഈ അടുത്തിടെ ഇസ്രയേലിൽ നടക്കുന്ന ഒരു വിഷയമാണ്. ഇസ്രയേൽ യെശുവ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപരത കൂടിയ ഒരു വിഭാഗമാണ് യെശുവ. അവർ മതവിദ്യാർത്ഥികളാണ് കൂടുതലും. അവർ പ്രാർത്ഥനയും മറ്റേ കൊന്തയും അങ്ങനെയൊക്കെയുള്ള സംഗതിയായിട്ടാണ്. ഇവരിത് ഇസ്രയേൽ പോപ്പുലേഷൻ്റെ 13% ഇവരാണുള്ളത്. ഇസ്രയേൽ പോപ്പുലേഷൻ്റെ 13%. അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോൺസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. നിർബന്ധിത സൈനിക സേവനം, അതിനാണ് കോൺസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ 13% ആളുകൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഈ മതപരമായ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം, അതുകൊണ്ട് ഞങ്ങൾ സൈന്യത്തിലൊന്നും ചേരില്ല, ദൈവത്തിലേക്ക് ഞങ്ങളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്, പിന്നെന്തിന് സൈന്യം, അത് ബാക്കി മനുഷ്യർ ചെയ്തോട്ടെ, കൊല്ലപ്പെടുകയോ ബോംബ് വെക്കുകയോ ഹമാസുമായിട്ട് പോരടിക്കുകയോ. ഇമാതിരിയുള്ള ഒരു നിലപാടാണ് 1948 മുതൽ ഈ വിഭാഗം അവിടെ വെച്ച് പുലർത്തുന്നത്. അതായത് അവരുടെ പേര് യെശുവ എന്നാണ്. അവർ ദേ ആർ ഓൾസോ നോൺ ആസ് ഹരഡിം. ഹരഡിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് ഫിയറിങ്, ദൈവഭയം ഉണ്ട്. ദൈവഭയം ഉണ്ടോ പട്ടാളത്തിൽ ചേരണ്ട, അടിപൊളി. അങ്ങനെ അത് ഇന്ത്യയിൽ എങ്ങും പട്ടാളത്തിൽ ഒരാളെയും കിട്ടത്തില്ലായിരുന്നു. ആകെ കുറേ സ്വതന്ത്ര ചിന്തകരെയോ എത്തീസ്റ്റുകളെ മാത്രമേ കിട്ടൂ. അപ്പോൾ ഗോഡ് ഫിയറിങ് ആയിട്ടുള്ള 13% വരുന്ന അഷ്കനാസി അങ്ങനെയുള്ള ഓർത്തഡോക്സ് ജ്യൂസ് അവർ പട്ടാളത്തിൽ ചേർത്തില്ല. അപ്പം സുപ്രീം കോടതി ഇപ്പോൾ ഈ ഹമാസുമായിട്ടൊക്കെയുള്ള പോരാട്ടം 7 രാജ്യങ്ങളുമായിട്ട് ഒരുമിച്ച് യുദ്ധം ചെയ്യുന്നു. അപ്പോൾ കോൺസ്ക്രിപ്ഷൻ റിസർവ് ആർമി ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ആളില്ല. അപ്പോൾ ഇവർ പറഞ്ഞ് ഈ 13% ആളുകളെ മാറ്റി നിർത്തി വളരെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ശരിയല്ലെന്ന് സുപ്രീം കോടതി അവിടുത്തെ ഒരു നിയമം പാസ്സാക്കി.
അപ്പോൾ സുപ്രീം കോടതി നിയമം പാസ്സായി കഴിഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ അതനുസരിച്ചുള്ള നിയമനിർമ്മാണം കൊണ്ടുവരാനായിട്ട് ഗവൺമെൻറ് ബാധ്യസ്ഥമാണ്. പക്ഷെ അവിടെ ഓർത്തഡോക്സ് ജ്യൂ പാർട്ടികളുടെ പിൻബലത്തോടു കൂടിയാണ് നെതന്യാഹു ഇപ്പോൾ ഭരിക്കുന്നത്. അപ്പോൾ അവരതിനെ എതിർക്കും. അവർ പറയുന്നത് അങ്ങനെയല്ല, അത് അവർ മതപരമായിട്ടൊക്കെ പോകുന്ന പ്രാർത്ഥന, പൂജ, ദൈവത്തോട്, പിന്നെ ഈ രാജ്യം തന്നെ ദൈവത്തിൻ്റെതാണല്ലോ, അപ്പോൾ പിന്നെ ദൈവത്തിൻ്റെ പിന്തുണ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ന്യായം പറഞ്ഞുകൊണ്ട് ഇവരെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2024 സുപ്രീം കോടതി റൂൾഡ് ദ ബ്ലാങ്കറ്റ് എക്സംഷൻ ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. ഇവരെ ഒഴിവാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. ആൻഡ് ഓർഡേർഡ് ദ ഗവൺമെന്റ് ടു റിലീസ് അൾട്രാ ഓർത്തഡോക്സ് ഡ്രാഫ്റ്റ് നോട്ടീസ്. ഇവന്മാർക്കെല്ലാം നോട്ടീസ് അയക്കാൻ പറഞ്ഞു. ഇത്ര ദിവസങ്ങളിൽ വന്ന് ചേർന്നോണം എന്ന് പറഞ്ഞു. ഇങ്ങനെ താടി മുടിയും തൊപ്പിയൊക്കെ ഇട്ട് നടക്കുന്ന ഈ ടീമുകളാണ് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, എന്നിട്ട് ഇവർ എന്ത് ചെയ്തു? ഇവർ ഭയങ്കര പ്രതിഷേധം പട്ടാളത്തിൽ ചേരാൻ പറ്റില്ലേ എന്നും പറഞ്ഞ് പ്രതിഷേധമാണ്. അപ്പം പോലീസ് ഓഫീസർ ഇവരെ പിടിച്ചു മാറ്റുന്നതാണ്. ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി ഹമാസിന്റെ ഗുഹയിലൊക്കെ കയറി, ബൂബി ഡ്രാഫിലൊക്കെ കയറി പൊട്ടിത്തെറിച്ച് പോകുന്ന മനുഷ്യരാണ്. ചെറുപ്പക്കാർ കുറേ പേരെ ഹോസ്റ്റ് ചെയ്ത് ഇവന്മാർ പോവില്ല. ഇവന്മാർ ചില്ലറയും ചില്ലുവാനല്ല, 13%. ഇവരുടെ പോപ്പുലേഷൻ നല്ല ഗ്രോത്ത് റേറ്റുമാണ്. അതാണ് രസം. ജൂതൻ. So the defense ministry is under legal obligation to begin drafting Haredim starting July 1st, 2025. അപ്പോൾ ജൂലൈ 1-ാം തീയതി, ഈ മാസം 1-ാം തീയതി മുതൽ ഇവന്മാരെ ഡ്രാഫ്റ്റ് വെച്ചാൽ ഇവന്മാരെ റിക്രൂട്ട് ചെയ്യാൻ അവിടുത്തെ ഡിഫൻസ് മിനിസ്ട്രിക്ക് ബാധ്യതയായി. 12,000 പേർക്ക് നോട്ടീസ് അയച്ചു. 12,000 പേർക്ക് നോട്ടീസ് അയച്ചു. ഇതേ വന്ന് ചേരണമെന്ന് പറഞ്ഞു. പക്ഷേ 1000 പേര് പോലും വന്നില്ല. 4,800 പേര് വരെങ്കിലും വന്നെങ്കിൽ ആ റിക്രൂട്ട്മെന്റ് പൂർത്തിയാവും. 4,800 പേര് വരാനായിട്ടാണ് 12,000 പേർക്ക് നോട്ടീസ് അയച്ചത്. 400 പേരാണ് വന്നത്. അവർ ദൈവത്തോട് അത്ര അടുക്കണ്ടെന്ന് കരുതിയായിരിക്കും. മനസ്സിലായത്? അപ്പോൾ എന്തോ അവിടെ ഒരു ബില്ല് അവതരിപ്പിച്ചു ഗവൺമെന്റ്, ലിക്വിഡ് പാർട്ടിയുടെ നേതൃത്വത്തിലൊക്കെ അവതരിപ്പിച്ചു. അതായത് ഇവരെ ചേർത്തേ പറ്റൂ. ഇവന്മാർ ഇനി അങ്ങനെ പോകണ്ട, 48 മുതൽ അവന്മാർ ചേരുന്നില്ല, ഇനി അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ അൾട്രാ ഓർത്തഡോക്സ് പാർട്ടികൾ, ജ്യൂ പാർട്ടികൾ പറഞ്ഞു ഗവൺമെന്റിനെ ഞങ്ങൾ താഴെ ഇടുന്നു. കണ്ടോ, ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഒരു നോട്ടീസ് കണ്ടോ, ഒരു പ്ലക്കാർഡ് കണ്ടോ? സയനിസം യൂസസ് ജ്യൂസ് ആസ് ഹ്യൂമൻ ഷീൽഡ്സ്. ഞങ്ങളെ കൊണ്ട് കൊല്ലിക്കാനായിട്ടാണ് നിങ്ങൾ സയനിസം ഉപയോഗിക്കുന്നത്, ഹ്യൂമൻ ഷീൽഡായിട്ട്. അപ്പോൾ സയനിസം അല്ല ജൂതം എന്നാണ് അവർ പറയുന്നത്. ജൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമാണ്, യാഹുവേ അങ്ങനെയൊക്കെ ഉള്ള സാധനമാണ്. ഇത് ഓരോ സമയം പറയും അതല്ല, ഇത് ഒറിജിനൽ മതം ഇതല്ല എന്നൊക്കെ പറയുന്ന ആ ലെവലിലാണ്. സയനിസം എന്ന് പറഞ്ഞാൽ ജൂത ദേശീയത എന്നുള്ളതാണ്, ജൂത ദേശരാഷ്ട്രം എന്നുള്ളൊരു സങ്കല്പമാണല്ലോ. അതല്ല. ചില ആൾക്കാർ പറയുന്നുണ്ട്, അമേരിക്കയിലൊക്കെ ഒരുപാട് ജൂതന്മാർ പറയുന്നുണ്ട് ഈ ഇസ്രയേൽ എന്ന് പറയുന്നത് തന്നെ തെറ്റാണെന്ന് അവർ പറയുന്നുണ്ട്. കാരണം ഒരിക്കലും ഇസ്രയേലികൾക്ക് അല്ലെങ്കിൽ ജൂതന്മാർക്ക് സ്വന്തമായ ഒരു രാജ്യം പാടില്ല എന്ന് അള്ളാഹു അല്ലല്ലേ യാഹുവെ പറഞ്ഞിട്ടുണ്ട്. അത് അപ്പോൾ നിങ്ങൾക്കൊരു ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം സ്വന്തമായിട്ടുണ്ടെങ്കിൽ അത് ജൂത വിശ്വാസം അനുസരിച്ച് വലിയ പാപമാണെന്ന് വിശ്വസിക്കുന്ന ജൂതന്മാർ ഒരുപാട് പേരുണ്ട്. അവരെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ടെലിവിഷനിലൊക്കെ വന്ന് ഈ ഇസ്രായേലിനെതിരെ സംസാരിക്കുന്നത് കാണാം. ഇങ്ങനെ ഇരുന്നോ ഇതൊരു ജൂത നേതാവ് എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന പലതും അങ്ങനെയുള്ള ലെവലിലുള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ജൂൺ 12-ാം തീയതി ഈ പാർലമെന്റ് തന്നെ ഡിസോൾവ് ചെയ്യാനായിട്ടൊരു ബില്ല് അതിൻ്റെ പേരിൽ അവതരിപ്പിക്കപ്പെട്ടു. പക്ഷേ നെതന്യാഹുവിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, നെതന്യാഹു ഇത് വേണോ എന്ന് ചോദിച്ചാൽ നെതന്യാഹു പറയും വേണോ എന്ന് ചോദിച്ചാൽ എന്നാ വേണ്ടേ, അല്ല വേണ്ട എന്ന് ചോദിച്ചാൽ ആ ലെവലിൽ നമ്മുടെ കെ മാണി മോഡലിലാണ് പുള്ളി നിൽക്കുന്നത്. പുള്ളി ഇത് വേണമെന്നും പറയത്തില്ല, വേണ്ടെന്നും പറയത്തില്ല. എല്ലാവരും കരുതുന്നത് എന്തറിയോ, ഈ നെതന്യാഹു എന്ന് പറയുന്നത് വലിയ ഒരു റിലീജിയസ് ഓർത്തഡോക്സ് ജൂത തീവ്രവാദിയാണെന്നാണ്. നേരെ തിരിച്ചാണ്. അവിടെയുള്ള ഏറ്റവും മോഡറേറ്റ് ആയിട്ടുള്ള ഒരു സെൻട്രൽ അവിടെ നിൽക്കുന്ന ഒരാളാണ് നെതന്യാഹു. പക്ഷെ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഓർത്തഡോക്സ് ജ്യൂസിന്റെ കുറേ പാർട്ടികളുണ്ട്. അതുകൊണ്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എണ്ണ ഒപ്പിക്കാൻ പറ്റും. അപ്പോൾ പുള്ളി രണ്ടും പറയത്തില്ല. അപ്പോൾ ഈ അടുത്തിടെ 11-ാം തീയതി തോന്നുന്നു ഇത് വന്നു, എന്നാൽ പാർലമെന്റ് തന്നെ ഡിസോൾവ് ചെയ്യാം. കാര്യം ഇത് പാസ്സാക്കി എടുക്കുന്നില്ല, ഈ ബില്ല് വന്നിട്ട് പാസ്സാക്കി എടുക്കുന്നില്ല. ഇനിയെങ്കിലും ഇവരെ ഡ്രാഫ്റ്റ് ചെയ്യണം. അവസാനം എന്ത് ചെയ്തു, ഈ ബില്ല് വീണ്ടും നീക്കി വെക്കാം, പിന്നെ ചർച്ച ചെയ്യാന്നൊക്കെ ഉള്ള രീതിയിൽ ഈ പാർലമെന്റ് സ്വയം ഡിസോൾവ് ചെയ്യുന്നുള്ള ബില്ല് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് വോട്ടിനിട്ട് പരാജയപ്പെടുത്തി. അങ്ങനെ വീണ്ടും ഇനിയിപ്പോൾ 6 മാസം കഴിഞ്ഞാൽ വീണ്ടും ഈ അവിശ്വാസം അവതരിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ 6 മാസത്തേക്ക് വീണ്ടും ഇത് നീണ്ടുപോകും. ഫലത്തിൽ ഇവരെ ആർമിയിലേക്ക് ചേർക്കുക എന്നുള്ളത് ഇവർ നടന്നിട്ടില്ല. ഇസ്രായേലിലാണ് ഇപ്പോൾ ആളുകളെ വേണം. യുദ്ധം ഏതെല്ലാം രാജ്യങ്ങളുമായിട്ട്, ഇന്ത്യ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളുമായിട്ട് യുദ്ധം എന്നുള്ള അവസ്ഥയാണ് അവർക്ക്.
അപ്പോൾ നമ്മൾ പഴയ വിഷയത്തിലേക്ക് സാമുവൽ കമലേശന്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇവിടെ ഇപ്പോൾ എന്താണ്? മതവിശ്വാസം കാരണം ആർമി ചേരുന്നില്ല. ഇവിടെ രണ്ടിടത്തും മതവിശ്വാസം കയറി വരുന്നു. നോക്കൂ, അതാണ് കോമൺ തീം, മതവിശ്വാസം കയറി. അപ്പം ഞാൻ വേറൊരു കാര്യം ചോദിക്കുകയാണ്, നിങ്ങളോട് ചോദിക്കുകയാണ്. ഇത് ഞാൻ വക്കീലായിരുന്നില്ല, എന്നാൽ എനിക്ക് ഈ കേസ് കണ്ടപ്പോൾ തോന്നിയ ചില കാര്യങ്ങൾ, ഒരു സ്വതന്ത്ര ചിന്തകൻ എന്ന നിലയിൽ നമ്മളെപ്പോഴും ഭരണഘടനയും അതുപോലെ തന്നെ വ്യക്തിയുടെ സ്വാതന്ത്ര്യം, ഫണ്ടമെന്റൽ റൈറ്റ്സിനെയൊക്കെ മുറുകെ പിടിക്കുന്നതാണ്. അപ്പോൾ അയാൾ വിശ്വസിക്കുന്ന എത്ര മോശം വിശ്വാസമായാലും, എത്ര അശാസ്ത്രീയമാണെങ്കിലും അമാനവികമാണെങ്കിലും എല്ലാം നമ്മൾ അംഗീകരിക്കില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ നരബലി പോലെയുള്ള സാധനങ്ങൾ, പിന്നെ സഹിക്കാവുന്നതൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും അവൻ അതിനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയും. യെസ്, ദ റൈറ്റ് ടു ഡൂ സോ, അല്ലേ? അതാണ് നമ്മളുടെ ഒരു നിലപാട്. അങ്ങനെ വെച്ച് ഞാൻ ചോദിക്കുകയാണ്, ഇതേ കാര്യം മതവിശ്വാസം കാരണം അയാൾ റെഫ്യൂസ് ചെയ്തു, അയാളെ പിരിച്ചുവിട്ടു. അങ്ങനെയാണെങ്കിൽ ഒരു ആർമി ഓഫീസർ, സപ്പോസ് അയാൾ ഗൂർഖ റെജിമെന്റിലാണ് വർക്ക് ചെയ്യുന്നത്, അയാളാണ് അതിൻ്റെ ട്രൂപ്പ് ലീഡർ, പരേഡും മറ്റു കാര്യങ്ങളെല്ലാം അയാളെ ചെയ്യേണ്ടത്, അയാൾ ഒരു ലൂട്ടനന്റ് ആണ് എന്നിരിക്കട്ടെ. അയാളുടെ താഴെയുള്ള എല്ലാവരും പട്ടിയുടെയും പാമ്പിൻ്റെയും ഇറച്ചി തിന്നുന്നവരാന്നിരിക്കട്ടെ, അവിടുന്ന് റിക്രൂട്ട് ചെയ്തവരാണ്. അവർക്ക് പട്ടിയും പാമ്പും ഉണ്ടെങ്കിലേ ശരിക്കും പിടിച്ചു നിൽക്കാൻ പറ്റും എന്നിരിക്കട്ടെ. ഞാൻ മദ്യത്തിൻ്റെ കാര്യം എടുക്കുന്നില്ല. പട്ടിയും പാമ്പും ഉണ്ടെങ്കിലേ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അവരിരുന്ന് പട്ടിയും പാമ്പും ഒക്കെ പിടിക്കുന്നു, പാമ്പിനെ പിടിക്കുന്നു, കണ്ടിക്കുന്നു, കഴിക്കുന്നു, കറിയൊക്കെ, അങ്ങനെയൊക്കെയുള്ള ലെവലിലേക്ക് പോകുന്നു. അപ്പോൾ അവരുടെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ അവരുടെ ലീഡർ പറയുന്നവിടെ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. സപ്പോസ് കേരളത്തിൽ നിന്ന് ഒരാളാന്നിരിക്കട്ടെ. കേരളത്തിൽ നിന്ന് പൊതുവിൽ ആളുകൾ പട്ടിയും പാമ്പും ഒന്നും കഴിക്കാറില്ല എന്നാണ് എൻ്റെ അറിവ്. ആർക്കുള്ളത് എനിക്കറിയില്ല, പക്ഷെ പൊതുവിൽ നമ്മൾ കഴിക്കാറില്ല. അപ്പോൾ പക്ഷേ ദിവസവും പരിശീലിപ്പിക്കുന്ന അവിടെ വെച്ചാൽ ഗുരുതുല്യനാണല്ലോ ഈ കമാൻഡർ വെച്ചാൽ ട്രൂപ്പ് ലീഡർ. കഴിക്കുന്നില്ല, ഇയാൾ കഴിക്കുന്നില്ല, ഇവരെല്ലാം കഴിക്കുന്നു. മാത്രമല്ല ഇവരുടെ സർവൈവൽ ടെസ്റ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഇവരെ കൊണ്ട് മരുഭൂമിയിലും വനങ്ങളിലും ഒക്കെ ഇട്ടിട്ട് പാമ്പിനെ പിടിക്കാനൊക്കെ പഠിപ്പിക്കുന്ന ചില ഏർപ്പാടുകളൊക്കെ ഉണ്ട്. അപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ മണൽച്ചാക്ക് എടുത്തുകൊണ്ട് ഓടൽ, പിന്നെ തീയിലൂടെ മറിയൽ, വെള്ളത്തിൽ കൂടെ പുതയിലൂടെ പോവുക, അങ്ങനെ സർവൈവൽ ടെസ്റ്റുകൾ, അങ്ങനെയുള്ള സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യണമല്ലോ. എപ്പോഴും വെറുതെ ഇങ്ങനെ റോൾസ് റോയ്സ് ഓടിച്ച് പാകിസ്ഥാനിലോട്ട് പോയല്ലോ യുദ്ധം ചെയ്യുന്നത്. ഇങ്ങനെ കാട് മറ്റേത് മറിച്ച് അങ്ങനെയൊക്കെയുള്ള സാധനം. അപ്പോൾ അവിടെ വെച്ച് ഇതൊക്കെ കഴിക്കാനൊക്കെ അവർ അതായത് പാമ്പോ പട്ടിയോ ഒന്നും തിന്നാത്തവരെ പോലും അതൊക്കെ തിന്നാനായിട്ട് വേണമെങ്കിൽ തിന്നാം എന്നുള്ളൊരിതുണ്ട്. പക്ഷേ ആർമിയുടെ ഒരു പൊതു പോളിസി അനുസരിച്ച് നിങ്ങൾക്കൊരു ആഹാരം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ അവർ നിർബന്ധിക്കില്ല. ഇനി നിങ്ങൾ ക്യാപ്റ്റൻ ആണെന്നിരിക്കട്ടെ, അതിൻ്റെ ട്രൂപ്പ് ലീഡർ ആണെങ്കിൽ നിങ്ങളുടെ താഴെയുള്ളവരെല്ലാം തന്നെ ഇതൊക്കെ കഴിക്കുമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാതിരിക്കാം. നിങ്ങളൊരു വെജിറ്റേറിയൻ ആണ്, ഒരു ബ്രാഹ്മൺ, സപ്പോസ് എല്ലാ ബ്രാഹ്മണനും വെജിറ്റേറിയൻ ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു വെജിറ്റേറിയനും ബ്രാഹ്മണുമായ ഒരാളാണ് ഞാൻ സപ്പോസ് പറയുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻറ്റീനിൽ വേണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു ഭക്ഷണം, വെജിറ്റേറിയൻ ഭക്ഷണം, ബാക്കിയുള്ളവർക്ക് നോൺ വെജിറ്റേറിയനും, ആർമിക്ക് പ്രശ്നമില്ല. നിങ്ങൾക്ക് വേറെ ക്യൂ ഉണ്ടാകാം, പ്രശ്നമില്ല. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണൽ ചോയ്സാണ്. നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പട്ടിയെ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം ഇതിനെക്കുറിച്ചൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആർമി പറയുന്നത് നമ്മൾ അങ്ങനെയല്ല, നമ്മൾ പേഴ്സണൽ ചോയ്സ് അവിടെ അംഗീകരിക്കും, ഫ്രീഡം അംഗീകരിക്കും. ഏതാ ഫാസ്റ്റിങ്, ചിലർ ഫാസ്റ്റ് ചെയ്യും. ചിലർ പറയും എനിക്ക് ഒരു വർഷം ഇത്രയും ദിവസം എനിക്ക് ആഹാരം കഴിക്കാതിരുന്നെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതം ധന്യമാകൂ എന്ന് പറയുകയാണെങ്കിൽ ആർമി പറയും എടാ കഴിക്കടാ എന്നൊന്നും പറയില്ല. പക്ഷേ യുദ്ധസമയമാണെങ്കിൽ അവനെ കൊണ്ട് കഴിപ്പിക്കും. കാരണം നീ ഇങ്ങനെ ഇവിടെ കഴിക്കാതൊക്കെ ഇരുന്ന് ഒക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ അത് ഷെല്ലോ മറ്റേ പ്രശ്നം അല്ല എന്നുണ്ടെങ്കിൽ ആർമി അതിനകത്ത് ഇടപെടില്ല. ഫാസ്റ്റിങ്, അതുപോലെ തന്നെ കയ്യിലെ ചാരയുടെ കുറി, ചാമ്പൽ, ഈ ഐറ്റം ഒന്നും ആർമി ഇടപെടില്ല. അപ്പോൾ എന്താ ഇടപെടാത്തെ? പേഴ്സണൽ ചോയ്സ്, റൈറ്റ് ടു ബിലീവ്, ഇതെല്ലാം അംഗീകരിക്കുകയാണ്. അത് ഗ്രൂപ്പ് ലീഡർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അംഗമായിരിക്കാം, ഒരു പ്രശ്നവും അപ്പോൾ പിന്നെ വാട്ട് ഈസ് റോങ് വിത്ത് റിലീജിയസ് ബിലീഫ്? റിലീജിയസ് ബിലീഫ് ഇത്രയല്ലേ ഉള്ളൂ. അയാൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അയാൾ വിചാരിക്കുന്നു ഒരു ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ കയറിയിരുന്ന് ആരതി ഒഴിയണം എന്നൊക്കെ പട്ടാളക്കാരാ. ഒഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ അവിടുത്തെ പാസ്പോർട്ട് കയറി പോകുമെന്ന് പുള്ളി കരുതുന്നു. ഇപ്പൊ പാമ്പ് കഴിച്ചാൽ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല. പാമ്പ് എന്താ വിഷമാണോ? പട്ടി വിഷമാണോ? ഇതൊക്കെ കഴിക്കുന്ന ഒരു വിഷമാണോ? അവരൊക്കെ വളരെ ജീനിയസുകളായിട്ടും ഒളിമ്പിക്സിലും ഒക്കെ അടിപൊളിയായിട്ട് കഴിയുന്ന വലിയ വലിയ മനുഷ്യരാണ് അവരൊക്കെ. നമ്മൾക്ക് അങ്ങനെ ആദ്യമേ ഇതേ കണക്കൊരു റിവൾഷൻ ഉണ്ട്. നമ്മൾ അങ്ങനെയാണ് പരിശീലിപ്പിക്കപ്പെട്ട ഒരു കൾച്ചറൽ, ഈ കൾച്ചറിന്റെ പിടുത്തം എന്ന് പറയുന്ന സാധനം ഇതാണ്. അത് നമ്മളിലുണ്ട്. അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇനി കഴിച്ചു എന്ന് അറിഞ്ഞാലും നമ്മൾ ചിലപ്പോൾ ഛർദ്ദിച്ചെന്ന് വരും. അതേപോലൊരു സംഗതിയാണ് ഇയാളുടെ വിശ്വാസം.
മറ്റേത് അംഗീകരിക്കുക, പിന്നെ ഇത് അംഗീകരിച്ചാൽ എന്താ? അതുപോലെ ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞു. ആർമി ക്ലെയിം ദാറ്റ് ടെമ്പിൾ പരേഡ് ഈസ് എ സിംബോളിക് ആൻഡ് കൾച്ചറൽ, നോട്ട് റിലീജിയസ് എന്ന് പറഞ്ഞു. ഈ ഡൽഹി ഹൈക്കോടതിയുടെ ഒരു വാചകമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് ടെമ്പിൾ പരേഡ് എന്ന് പറയുന്നത് റിലീജിയസ് അല്ല. എങ്ങനെ? തങ്ക അങ്കി അല്ലെങ്കിൽ തിരുവാഭരണ ഘോഷയാത്ര അതേപോലെ നടക്കുന്ന ഒരു റിലീജിയസ് റിവാർഡിന് വേണ്ടി എന്തെങ്കിലും പ്രതിഫലം ആർജിച്ച് നടത്തുന്ന ഒരു സാധനമല്ല. ഇതൊരു സിംബോളിക് സാധനമാണ്. ഏതാ? ആരതി ഒഴിയലും ഹവനം, ഹോമം, പൂജയൊക്കെ സിംബോളിക്കാണ്. അത് അങ്ങനെ വാദിക്കാൻ തന്നെ നല്ല തൊലിക്കെട്ടി ആവശ്യമാണ്. ഫ്ലാഗ് ഹോസ്റ്റിംഗ്, പതാക ഉയർത്തൽ, അതൊക്കെ വേണ്ടി നമുക്ക് അങ്ങനെ പറയാം. പക്ഷെ ഇത് ഇങ്ങനെയാണ് കോടതിയിൽ ആർമി വാദിച്ചതും കോടതി അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഓഫീസർ തങ്ങളുടെ സഹപ്രവർത്തകർ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നു, അതിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നു. അപ്പോൾ അവിടെ ഒരു ഇൻഡിഫറൻസ് ഇല്ലേ, ഇൻഡിസിപ്ലിൻ ഇല്ലേ, മൊറാലിനെ ഹർട്ട് ചെയ്യുന്നില്ലേ, യൂണിറ്റിയെ ഹർട്ട് ചെയ്യുന്നില്ലേ? ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനിയായ ഒരാൾ ഒരു ഹിന്ദു ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ കയറി ആരതി ഒഴിയാൻ വിസമ്മതിച്ചതിന് അയാൾ മൊറാലിനെ ഹർട്ട് ചെയ്യുന്നു, ഇൻഡിസിപ്ലിൻ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു? ഇതൊരു വിചിത്രമായ വാദമാണ്. പക്ഷേ എന്ത് ചെയ്യാം? ഇതാണ് ആർമിയുടെ സ്റ്റാൻഡ്, ഇതാണ് കോടതിയുടെ സ്റ്റാൻഡ്. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. ഒരു വാചകം കോടതി പറഞ്ഞതാണ്, ദ ടെമ്പിൾ സെറമണി വാസ് എ റെജിമെന്റൽ ട്രഡീഷൻ എന്നാണ് പറഞ്ഞത്. റെജിമെന്റൽ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ഈ റെജിമെന്റ് ഉണ്ടായെടുത്ത കാലം തൊട്ടേ ഇങ്ങനെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഇതിനകത്ത് നിങ്ങളെ മെയിൻ പട്ടാളക്കാരൻ പോയി പൂജിപ്പിക്കും, മറ്റുള്ളവർക്ക് ഇത് കൊടുക്കും, ഭസ്മം കൊടുക്കും. അത് പണ്ടേ ഉള്ളതാണ്. ഇതാണ് ആർമി വാദിച്ചത്. അത് പറഞ്ഞുകൊണ്ടാണ് ആർമി ഇയാളെ ഡിസ്മിസ് ചെയ്തത്. ഇത് തന്നെയാണ് ഹൈക്കോടതി കൊണ്ട് പറഞ്ഞത്. ഹൈക്കോടതി പറഞ്ഞു അത് ശരിയാണ്. എന്താണ് ആ വാക്ക് നോക്കുക? റെജിമെന്റൽ ട്രഡീഷൻ. ഈ റെജിമെന്റിന്റെ ട്രഡീഷനാണ്. പക്ഷെ ഇവിടെ ഒരു വിഷയമുണ്ട്. ഇത് അവർ വാദിച്ചോന്ന് എനിക്കറിയില്ല. ഈ ട്രഡീഷൻ എന്ന് വന്നതാ ബ്രിട്ടീഷുകാരുടെ കാലത്ത് വന്നതാണ്. ഇന്ത്യ ഒരു ഇൻഡിപെൻഡന്റ് രാജ്യം അല്ലാതെ ഒരു ബ്രിട്ടീഷ് കോളനി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ പല പല വിഭാഗങ്ങളിൽ നിന്നും ആളുകളെ അവരുടെ സംരക്ഷണയ്ക്കും സാമ്രാജ്യത്തിന്റെ നിലനിൽപ്പിനുമായിട്ട് റിക്രൂട്ട് ചെയ്തതാണ്. അന്ന് റിക്രൂട്ട് ചെയ്തപ്പോൾ അവരുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ അതേപോലെ പാലിക്കാനും അവരിൽ നിന്നൊക്കെ ആളുകളാണ് വന്നത്. പക്ഷെ 1947 ശേഷം സംഗതി മാറി. രാജ്യത്തിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി, ആർട്ടിക്കിൾ 25 വന്നു, ഫണ്ടമെന്റൽ റൈറ്റ്സ് വന്നു. അപ്പോൾ റെജിമെന്റൽ ട്രഡീഷൻ എന്ന് പറയുന്നത് അന്നത്തുള്ള ട്രഡീഷനും ഒരുപാട് മാറ്റം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറിയില്ലേ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാറി. അങ്ങനെയാണെങ്കിൽ ഒക്കെ ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഇവിടെ കമ്മ്യൂണൽ ഇലക്ടറേറ്റ് ഉണ്ടായിരുന്നു. മുസ്ലിങ്ങൾക്ക് മാത്രം വോട്ട് ചെയ്ത് മുസ്ലിങ്ങൾ ജയിച്ച് മുസ്ലിങ്ങളായിട്ട് അവിടെ പോയിരിക്കുന്നു. LCA അവർ വോട്ട് ചെയ്ത് അവർ ജയിച്ച് അവർക്ക് അങ്ങനെ അങ്ങോട്ട് പോകുന്നു. അതുപോലെ SC STക്ക് അങ്ങനെ കമ്മ്യൂണൽ അവാർഡ് കൊടുക്കാൻ ഒരുങ്ങുന്നു. അതൊക്കെ അതിന് മുന്നേ ഉള്ള കാര്യങ്ങളാണ്. ഈ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് അതിന് ശേഷം ഇതൊന്നും ട്രഡീഷൻ ആണെന്ന് പറയുന്ന ഒരു രീതി കോടതിക്കുമില്ല. അങ്ങനെ അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആർട്ടിക്കിൾ 42nd അമെൻമെന്റ് 1976 ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നപ്പോൾ സെക്കുലർ എന്നൊരു പദം അറിഞ്ഞോ അറിയാതെയോ അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി ചേർത്തു. സെക്കുലർ പ്രിഫൈസിൽ എഴുതി ചേർത്തു. പ്രത്യേകിച്ച് വേറെ ടിപ്പണിയൊന്നും ഇല്ലാതെ എഴുതി ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കണം നമ്മൾ സെക്കുലറാണ്. കാരണം നമ്മുടെ ഇതിൽ സെക്കുലർ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അതിൻ്റെ കൂടെ സോഷ്യലിസ്റ്റ് എന്നും എഴുതിയിട്ടുണ്ട്. അത് അതിലും ഭീകരം. പോട്ടെ, ഈ സെക്കുലറിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ CAA ഇവിടെ പൗരത്വ നിയമം അവതരിപ്പിച്ചപ്പോൾ എന്തുകൊണ്ട് പൗരത്വ നിയമം ശരിയല്ല എന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യം അതിനകത്ത് മുസ്ലിം ഫിൽറ്ററാണ്. ഇപ്പോൾ രവിചന്ദ്രൻ പൗരത്വ നിയമത്തെ അനുകൂലിച്ചു എന്നൊക്കെയാണ് എല്ലാവരും വീഡിയോ ഒക്കെ ഇറക്കുന്നത്. ഞാൻ അന്നും ഇന്നും പറഞ്ഞൊരു കാര്യമാണ് മുസ്ലിം ഫിൽറ്ററിന് എതിരാണ്. കാരണം മുസ്ലിം ഫിൽറ്ററിൻ്റെ ആവശ്യമില്ല. അവിടെ പാകിസ്ഥാനിൽ നിന്ന് മുസ്ലിങ്ങളൊന്നും ഇന്ത്യയിലേക്ക് അങ്ങനെ വരാനും സാധിക്കില്ല, അങ്ങനെ വരാനുള്ള സാധ്യതയില്ല. അവർ വിശ്വാസികളാണേ വരില്ല, അല്ലെന്നുണ്ടെങ്കിൽ അവർ വിശ്വാസം ഇല്ലാത്തവരായിരിക്കും. കാര്യം ഒരു ദാറുൽ എന്താ പറയുക മോശം സ്ഥലത്തേക്ക് അവർ വരില്ല, ഹറാം, അതിലേക്ക് വരില്ല. പോട്ടെ, എനിവേ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് മുസ്ലിം ഫിൽറ്റർ ശരിയല്ലെന്ന്? 1976 ശേഷമാണ് മുസ്ലിം ഫിൽറ്റർ ശരിയല്ലാത്തത്. കാരണം ഈ ഗാന്ധി ലിയാഖത്ത് അലി പാക്ട് നടക്കുന്ന സമയത്ത് അവിടെ നിന്ന് അടിച്ചോടിക്കപ്പെടുന്ന ഹിന്ദുക്കളെ ഇവിടെ എടുക്കാമെന്നും ഇവിടെ നിന്ന് അടിച്ചോടിക്കുന്ന മുസ്ലിങ്ങളെ അവിടെ എടുക്കാമെന്നുള്ള കരാറാണത്. അത് സ്വാഭാവികമായിട്ടും ചെയ്യേണ്ട. കാരണം ഈ രാജ്യം ഡിവൈഡ് ചെയ്ത് തരുന്ന എങ്ങനെയാണ്? ഹിന്ദുക്കളുടെ രാജ്യം, മുസ്ലിങ്ങളുടെ രാജ്യം എന്ന് പറഞ്ഞല്ലേ ഡിവൈഡ് ചെയ്തത്? തലയെണ്ണിയല്ലേ ഡിവൈഡ് ചെയ്തത്? ഈ മതം പിറന്നു വീണത് തന്നെ രാജ്യം പിറന്നു വീണത് തന്നെ ഈ മതപരമായിട്ടുള്ള കലഹത്തിലും ഡിവൈഡിലും ചർച്ചയിലും അല്ലേ? പിന്നെ ഇവിടെ ഈ മതേതരത്വമൊക്കെ പറയുന്നവർ ചിന്തിക്കുന്നത് മതജന്യ രാജ്യമാണ്, മതം പ്രസവിച്ച രാജ്യമാണ്. അപ്പോൾ അന്ന് ആദ്യം
ഇത് ശരിയാ, കുഴപ്പമില്ല, അവരിങ്ങോട്ട് വരേണ്ട കാര്യമില്ല, അവരെ ഒഴിവാക്കിയാലും കുഴപ്പം. പക്ഷേ 1976 ശേഷം ഭരണഘടനയിൽ സെക്കുലർ വന്നു കഴിഞ്ഞാൽ ഈ മുസ്ലിം ഫിൽട്ടർ ശരിയല്ല. കാരണം ഒരു സെക്കുലർ രാജ്യത്തിൻ്റെ പൗരത്വം നിർണ്ണയിക്കുന്നതിനോ നിരാകരിക്കുന്നതിനോ സ്വീകരിക്കുന്നതിനോ മതം ഒരു ഘടകമാകാൻ പാടില്ല. കാരണം സ്റ്റേറ്റിന് മതമില്ല. അങ്ങനെയല്ലേ നമ്മൾ പറയുക. അപ്പോൾ ഈ കമലേശൻ്റെ കാര്യത്തിൽ റെജിമെൻ്റൽ ട്രഡീഷൻ ആണെന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? പണ്ടേ അങ്ങനെയായിരുന്നു. പണ്ടൊക്കെ മാറി, 76 ശേഷം മാറി. ഇന്ന് അതിനുശേഷം കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു, ആർട്ടിക്കിൾ 25 വന്നു, പൗരാവകാശങ്ങൾ വന്നു, സെക്കുലർ എന്നുള്ള ഒരു ടാഗ് വന്നു. ഇതൊക്കെ കോടതി പറഞ്ഞോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് കേട്ടിട്ട് തോന്നിയത് വളരെ വിചിത്രമായൊരു സംഗതിയായിട്ടാണ് ഇതെനിക്ക് തോന്നിയത്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ വേറൊരു ട്രഡീഷനെ കുറിച്ച് പറയാം. ദർ വാസ് എ ടൈം വെൻ വിമൻ were comprehensively or completely barred from Indian Army, Navy, Air Force, especially in combat. പോരാട്ട രംഗത്ത് വിമൻ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഫൈറ്റർ പൈലറ്റ്സ് വരെ ഉണ്ട്. തർക്കമുണ്ടോ ആർക്കെങ്കിലും? അതെങ്ങനെ വന്ന? ആർമിയാണ്, പെണ്ണുങ്ങൾ വേണ്ടെന്ന് പറയുന്നു. പിന്നെ എങ്ങനെ പെണ്ണുങ്ങൾ വേണമെന്ന് പറയുന്നത്? അതിന് പല പല കാര്യങ്ങളുണ്ട്. എന്താണ്? പെർസിസ്റ്റിംഗ് ലീഗൽ ബാറ്റിൽസ്, നിയമ പോരാട്ടങ്ങൾ, പ്രോഗ്രസീവ് സുപ്രീം കോടതി റൂളിങ്സ്, സുപ്രീം കോടതിയുടെ സഹായകരമായിട്ടുള്ള റൂളിങ്സ്, പബ്ലിക് ആൻഡ് മീഡിയ പ്രഷർ, അതുപോലെ തന്നെ എ സ്ലോ ഷിഫ്റ്റ് ഇൻ നാഷണൽ കോൺഷ്യൻസ്, സമൂഹ മനസാക്ഷിയിലുള്ള ചെറിയതായിട്ടല്ലാത്ത അല്ലെങ്കിൽ ക്രമാനുഗതമായിട്ടുള്ള സാവധാനത്തിലുള്ള മാറ്റം. ഇത്തരം കാര്യങ്ങൾ ഉണ്ടായപ്പോൾ ഇത് മാറി. അപ്പോൾ ആർമിയിലെല്ലാം മാറുന്നു, ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ ഇതെന്തുകൊണ്ട് ഹൈക്കോടതി കണക്കിലെടുത്തില്ല എന്ന് എനിക്കറിയില്ല. ഇനി എനിക്ക് വേറൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഒരു ഹിന്ദു ട്രൂപ്പ് ലീഡർ, സപ്പോസ് ഈസ് എ ക്രിസ്ത്യൻ, ക്രിസ്ത്യൻസ് ആർ മൈനോറിറ്റി ഇൻ ഇന്ത്യ, മേ ബി ദേ ആർ ലെസ് ദാൻ 2%. ഒരു മജോറിറ്റേറിയനിസമാണ് പലപ്പോഴും ഈ നോർമൽസി ആയിട്ട് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. അതായത് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് നോർമൽ, മറ്റേത് അബ്നോർമൽ ആണെന്നാണ് പറയുക. അപ്പോൾ അതെങ്ങനെയാണ് ഈ റൈറ്റ് ടു ഈക്വാലിറ്റിക്ക് ഉതകുന്നതാകുന്നത്, അല്ലെങ്കിൽ അതനുസരിച്ച് പോകുന്നതെന്നുള്ള ചോദ്യമുണ്ട്. സപ്പോസ് ഈ സാമുവൽ കമലേശൻ്റെ സ്ഥാനത്ത് ഒരു ഹിന്ദു ലൂട്ടനൻ്റ് ആയിരുന്നു എന്നിരിക്കട്ടെ. പുള്ളി എവിടെ പറയുകയാണ്, ഒരു സിഖ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിസ്ത്യൻ ആചാരം, അതിൻ്റെ ഒരു പള്ളിയുണ്ട്, അവിടെ ചെന്ന് നിങ്ങൾ അതിൻ്റെ ഇത് നടത്തണം, നിങ്ങൾ അല്ലെങ്കിൽ ഒരു മുസ്ലിം ആചാരം നടത്തണം, നമസ് നടത്തണം എന്ന് നിർബന്ധിക്കാറുണ്ടോ ഇന്ത്യൻ ആർമിയിൽ? ചോദ്യമാണല്ലോ. ഉണ്ടോ? ഞാൻ പലരോടും ചോദിച്ചു, ഞാൻ കുറച്ച് എൻ്റേതായ അന്വേഷണം നടത്തി. അങ്ങനെ ഇല്ല, അങ്ങനെ നിർബന്ധിക്കില്ല അവരെ. പിന്നെന്താണ്? വാട്ട് ഈസ് റോങ് വിത്ത് ദിസ് പേഴ്സൺ? പിന്നെ നിങ്ങൾ പറഞ്ഞ റൈറ്റ് ടു ഇക്വാലിറ്റി, റിലീജിയസ് ടോളറൻസ് ഒക്കെ എവിടെ പോയി? ഒരു പാലമിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? അപ്പൊ ഇതാണ് എൻ്റെ ചോദ്യം. ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളോട് ചെയ്ത കടുത്ത നീതിയാണ്, മനുഷ്യാവകാശ ലംഘനമാണ്, കാട്ടുനീതിയാണ്. ഇനി അതുപോലെ തന്നെ വേറെ ഒരു ചോദ്യം കൂടി, നമ്മളുടെ തന്നെ ഒരു വ്യൂ പോയിന്റിൽ നിന്നുള്ള ഒരു കാര്യം. അപ്പം ഇയാളോട് പറഞ്ഞ എന്താണ്, നിങ്ങൾ അവിടെ പോയിരുന്ന് ഈ ആരതി ഹവനമൊക്കെ നടത്തിയാൽ മതി, നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ അംഗങ്ങൾക്കെല്ലാം ഒരു എന്താ പറയുന്നത്, ഒരു ലീഡർഷിപ്പ് കൊടുത്താൽ മതി, നിങ്ങൾ ഇതിനൊന്നും ചേരണ്ട. സോറി, ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ യഹോവയിലാണ് വിശ്വസിക്കുന്നത്, ജീസസിലാണ് വിശ്വസിക്കുന്നത്. അത് കുഴപ്പമില്ല, നിങ്ങളിത് നമ്മുടെ ഒരു സിംബോളിക്കാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ സിംബോളിക്കാണെന്ന് പറഞ്ഞ ഈ സാധനം അടിമുടി മതപരമാണ്. ഇത് കോടതി കണ്ടിട്ടില്ല എന്ന് എനിക്കറിയില്ല. മതപരമായ ഒരു സാധനമാണ് ഈ ആരതി ഹവന. ഇപ്പം സാധാരണ എത്ര ഹിന്ദുക്കൾക്ക് അറിയാം ഈ ആരതിയൊക്കെ ഒഴിയാൻ? ആരെങ്കിലും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇതൊരിക്കലും ഒരു പൊതുവായിട്ടുള്ള കാര്യമല്ല. ഇത് വളരെ വളരെ എന്താണ് പറയുന്നത്, ഒരു പ്രീസ്റ്റ്ഹുഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഈ ആരതി ഒഴിയൽ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഇയാളോട് എന്താ പറഞ്ഞത്? ഇയാളോട് പറഞ്ഞ അവിടെ ചെന്ന് നിന്നാൽ മതി, ഇതൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അയാളുടെ വിശ്വാസം വേറെയാണ്. അപ്പം അയാൾ ഈ ചെയ്യുന്നത് കപടമാണ്. ഒരു വ്യക്തിയോട് കപടനാകാൻ ആവശ്യപ്പെടുകയാണ് ഇന്ത്യൻ ആർമി. എന്നിട്ട് കപടനാകാതെ അയാളെ ഓണസ്റ്റ് ആയിരുന്നതിന് അയാളുടെ ഓണസ്റ്റിയെ ശിക്ഷിക്കുകയാണ്. സത്യസന്ധനായി അയാൾ പോട്ടെ, അയാളുടെ വിശ്വാസം എത്രയോ, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ക്രിസ്ത്യൻ വിശ്വാസമായാലും ജൂത വിശ്വാസമായാലും ഏത് വിശ്വാസമായാലും നമ്മളെ നിലപാടുണ്ട്. പക്ഷേ അയാളോട് പറയുന്നത് എന്താണ്? ഈ വിശ്വാസം എന്ന് പറയുന്നത് കൈകൊണ്ടോ കാലുകൊണ്ടോ മൂക്കൊണ്ടോ ഒന്നല്ല, സെറിബ്രൽ ആയിട്ടുള്ള ചില ഡെല്യൂഷൻസ് ആണ്, ചില വിഭ്രാന്തികളാണ്. അതയാൾക്കുണ്ട്. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുപാട് പേർക്കുണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളൊക്കെ പറയുകയാണ് വെറുതെ ഒന്ന് അഭിനയിച്ചാൽ മതി, ഒന്നും ചെയ്യണ്ട. അപ്പം എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്? നീ ഇച്ചിരി കള്ളത്തരം കാണിച്ചോളൂ, അഭിനയിച്ചോളൂ. അല്ല സാർ, എനിക്ക് അഭിനയിക്കാൻ കഴിയില്ല, ഞാൻ സത്യസന്ധനാണ്, സത്യമേവ ജയതേ എന്നല്ലേ നമ്മുടെ ഇത് പറയുന്നത്? ആണോ?
എങ്കിൽ നീ പുറത്ത്, നിനക്ക് പെൻഷൻ ഇല്ല, DCRG ഇല്ല, ഒന്നുമില്ല. ഇതൊക്കെ എങ്ങനെയാണ് ഈ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചു വിട്ടത് എന്നുള്ളത് എനിക്ക് വളരെ ഇതായിട്ട് തോന്നുന്നു. ആൻഡ് ഹി വാസ് പണിഷ്ഡ് ഫോർ ഡിസെന്റ്, നോട്ട് ഫോർ ഡിസോലോയൽറ്റി ബട്ട് ഫോർ ഓണസ്റ്റി. സത്യസന്ധനാവുന്ന ഒരു മനുഷ്യന് ഇത് കിട്ടും എന്നാണ് ഇന്ത്യൻ ആർമി പഠിപ്പിക്കുന്നത്. ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. ഇനി ഇയാൾക്ക് എവിടെ പോകാൻ പറ്റും? സുപ്രീം കോടതിയിൽ പോകാൻ പറ്റും. സുപ്രീം കോടതിയിൽ പോകുമ്പോൾ 3-4 കാര്യങ്ങൾ. ഞങ്ങൾക്ക് റിവ്യൂ പെറ്റീഷൻ കൊടുക്കാം, ഒരു സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പൊട്ടൻഷ്യലായിട്ട് ഒരു ആർക്കെങ്കിലും ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഒരു സപ്പോർട്ടർ ഇയാൾക്ക് വേണ്ടി കൊടുക്കാം. അങ്ങനെ പല രീതിയിൽ കൊടുക്കാം. സിവിൽ സൊസൈറ്റി സപ്പോർട്ടേഴ്സിന് കൊടുക്കാം. റിവ്യൂ പെറ്റീഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിധിന്യായത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, പങ്ക്ച്വേഷൻ മാർക്കോ, സാങ്കേതികമായ അങ്ങനെയൊക്കെയുള്ള വളരെ സാങ്കേതികമായ കാര്യമാണ് ആ റിവ്യൂ പെറ്റീഷൻ. അതാണ് വിധി മാറത്തൊന്നുമില്ല. പിന്നെ കേസിന്റെ മെറിറ്റിലേക്ക് സുപ്രീം കോടതി വീണ്ടും കടക്കണമെന്നില്ല. ഇനി സുപ്രീം കോടതി കടന്നാൽ അതുകൂടെ പറയണമല്ലോ. സുപ്രീം കോടതി LGBTക്കൊക്കെ അനുകൂലമായിട്ട് ഒരുപാട് പ്രോഗ്രസീവായിട്ട് നിയമങ്ങൾ അടുത്തിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതി നോർമലി ആർമിയായിട്ടുള്ള വിഷയം വരുമ്പോൾ ഇത് 4 വർഷം കോടതിയിൽ കിടന്ന ഒരു കാര്യം എന്നുള്ള നിലയിൽ ഡിവിഷൻ ബെഞ്ച്, ഡൽഹി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് വിധി പറഞ്ഞു, വളരെ കൺവിൻസിംഗ് ആയിട്ട് അവരുടെ ഭാഷയിൽ വിധി പറഞ്ഞു എന്ന നിലയിൽ ഇതിനകത്തൊരു വിരുദ്ധ വിധി വരുമോ എന്നുള്ള സംശയമുണ്ട്. കാരണം ആർമിയായിട്ട് വരുന്ന കേസുകളിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ആർമിയുടെ കേസുകളിൽ ആർമിയുടെ ഇന്റേണൽ ട്രിബുലേഷൻസും ട്രയൽസും ഒക്കെ സുപ്രീം കോടതി അംഗീകരിച്ച ചരിത്രമാണ് കൂടുതൽ. ഇത് ആർമിയുടെ കാര്യമാണ്, അത് രാജ്യത്തിൻ്റെ കാര്യമാണ്, സുരക്ഷയുടെ കാര്യമാണ്, ഞങ്ങൾ അതിനകത്ത് ഇടപെടുന്നില്ല എന്നുള്ള ഒരു പൊതു നിലപാട് സുപ്രീം കോടതിയുടെ ഇത് സംബന്ധിച്ചുള്ള വിധിന്യായങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പം എന്തുമാത്രം പുള്ളിക്കൊരു ആൻഡ് നോട്ട് ഓൺലി ദാറ്റ് ദേ ആർ വെരി സ്ലോ. ആർമിയുടെ കാര്യമാകുമ്പോൾ തൊട്ടാ പൊള്ളും എന്നുള്ളത് കൊണ്ട് ആർമിയുടെ എന്ത് വിഷയം വരും, കേന്ദ്ര ഗവൺമെന്റിനെ പോലും അവർക്ക് അത്ര ഭയമില്ല. പക്ഷെ ആർമിയുടെ കാര്യത്തിൽ ഭയങ്കര ബാക്ക്ലാഷ് ഉണ്ടാവും എന്നുള്ള, പ്രത്യേക രാജ്യസുരക്ഷയായിട്ട് സംബന്ധിച്ച് കോടതിയിൽ എന്തെങ്കിലും കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ സ്വീകരിക്കുക പോലുമില്ല. ഇവിടെ ഒരു കോടതി പരിശോധിച്ചതാണ്. പക്ഷെ ഞാൻ പറയുന്നത്, എന്താണ് ഈ മതവിശ്വാസത്തിന് ഇത്ര വലിയൊരു പ്രാധാന്യം? ഇവർ പറയുന്ന ഇന്ത്യൻ ആർമിയിൽ സംവരണമില്ല എന്നാണ് പറയുന്നത്. ഇന്ത്യൻ ആർമിയിൽ മതപരമായ വിവേചനം ഇല്ല. ഓഫ് കോഴ്സ് കൂടുതലും ഹിന്ദുക്കളായിരിക്കും നോർമലി, അത് പോപ്പുലേഷൻ ബേസ് ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ചില കമ്മ്യൂണിറ്റികൾ അത് പ്രിഫർ ചെയ്യുന്നുണ്ടാവില്ല. ദാറ്റ് ഈസ് ദെയർ ബിലീവ്സ്. വാട്ട് ഓർ മേ ബി, അങ്ങേയറ്റം സെക്കുലർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലെ ഒരു സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ ആർമി. അതിലൊരു മനുഷ്യന് തൻ്റെ വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു കാര്യം ചെയ്തില്ല എന്നുള്ള കുറ്റം ആരോപിച്ച് അയാളെ പിരിച്ചുവിടുക എന്ന് പറയുന്നത് വളരെ വളരെ ശോചനീയമാണ്, നിന്ദാർഹമാണ്, വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ബ്ലാസ്ഫമി ലോ. ഇതൊരു മതനിന്ദാ കുറ്റം പോലെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കിയ കുറച്ചുകൂടെ ഡീപ്പ് റൂട്ടായിട്ട് നോക്കാം. അതൊരു സിഖ് ഗുരുദ്വാരയിലും ആയിരുന്നില്ല, അതൊരു മന്ദിറായിരുന്നു. ഇപ്പം ഇതിനകത്തൊരു മെജോറിറ്റിയനിസം, അതായത് ഇന്ത്യയുടെ കൾച്ചർ എന്ന് പറയുന്നത് മെജോറിറ്റിയൻ കൾച്ചറാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെക്കുലർ എന്ന പഠനഘടനയിൽ എഴുതി വെച്ചിട്ടൊരു കാര്യമില്ല. ഈ കൾച്ചർ എന്ന് പറയുന്നത് പലരും മതത്തിന് പറയുന്ന മറുപദമാണ്, വിശ്വാസത്തിന് പറയുന്ന, അന്ധവിശ്വാസത്തിന് പറയുന്ന ഒരു മറുപദമാണ് കൾച്ചർ. എല്ലാം പറയുന്നത് സംസ്കാരപരമാണ്. ഈ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ തന്നെയാണ്. ഓരോ റിച്വലിനെയും അതങ്ങ് കൾച്ചറൈസ് ചെയ്യാൻ, എന്താ ഇത് കൾച്ചേർഡ് അല്ല, അത് ആക്ച്വലി അങ്ങനെ ഒരു പേരിട്ട് കൊടുക്കുകയാണ്, ഒരു ഷീൽഡ് പോലെ. ഇതെല്ലാം കൾച്ചറാണ്. പക്ഷേ ഇതിനകത്തെല്ലാം ആക്ച്വലി റിലീജിയസ് ആയിട്ടുള്ള ഒരു നിർബന്ധ ബുദ്ധി ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് ഈ കേസ് അറിഞ്ഞു എന്ന് എനിക്കറിയില്ല. എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ഇത് ഒരു ഓൾമോസ്റ്റ് ലൈക്ക് എ ബ്ലാസ്ഫമി ലോ. ഈ പട്ടാളക്കാർക്ക് അവരുടെ റൈറ്റ്സ് റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന പട്ടാളക്കാരുടെ റൈറ്റ് റെസ്ട്രിക്ട് ചെയ്യാൻ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ഒരു വിമർശനമായിട്ടല്ല ഞാൻ അവതരിപ്പിക്കുന്നത്, മറിച്ച് അവർ പറഞ്ഞത് എന്താണ്, ഡിസിപ്ലിനും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പട്ടാളക്കാരൻ റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യുദ്ധത്തിന് പറയാം, യുദ്ധം പോടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയ ബുദ്ധിമുട്ടാണ്. പട്ടാളം വേണമെന്ന് ചോദിച്ചാൽ പട്ടാളം വേണ്ടെന്ന് നമ്മൾ പറയും. പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കുന്ന ലോകത്ത് മറ്റുള്ളവർക്ക് പട്ടാളം വേണ്ടാന്ന് അഭിപ്രായം ഇല്ലാത്തടത്തോളം കാലം നമുക്ക് ഒരു പട്ടാളം ആവശ്യമാണ്. അപ്പം നമ്മൾ മാത്രമായിട്ടല്ല ഈ ലോകത്ത് ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള സംഗതികൾ വേണ്ടി വരുന്നത്. അല്ലാതെ നമ്മൾ കിലോമീറ്റർ നീളത്തിൽ യുദ്ധവിരുദ്ധ സാഹിത്യം പഠിച്ചിട്ട് കാര്യമില്ല. അതിനകത്ത് പ്രായോഗികത എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്പം
ഭരണഘടനയ്ക്കെതിരെ, ഈ ഭരണഘടനയെ താങ്ങിയാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാം. പക്ഷെ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. ഇതിനകത്ത് റെസ്ട്രിക്ഷൻ അല്ല ഞാൻ കാണുന്നത്, വിവേചനമാണ് കാണുന്നത്. പിന്നെ എന്തിനാണ് ഈ പട്ടാളത്തിനകത്ത് ഈ മതത്തിന് ഇത്രയും വലിയ ഭയങ്കര മതപരതയാണ് പട്ടാളത്തിൽ. മൊത്തം ഫുൾ പ്രാർത്ഥനയും ആരതിയും ചടങ്ങുകളും. പിന്നെ അവന് അവർ പറയുന്നൊരു കാര്യം, ഈ പൊതുവായിട്ട് വരുന്ന വൈശാഖി, പിന്നെ ബക്രീദ്, അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം അവർ ഒരുമിച്ച് ആഘോഷിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഒരുമിച്ച് ആഘോഷിക്കുന്നു, നല്ല കാര്യം. ഒരു കലർപ്പുണ്ടാവുന്നുണ്ട്, ദാറ്റ്സ് ഗുഡ്. പക്ഷെ പിന്നെ ഇതെങ്ങനെ വരുന്നു? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇയാളുടെ കൂടെ ഒന്നും അല്ല ഞാൻ കേട്ടോ. ഇയാൾ പട്ടാളത്തിൽ ചേരാനായിട്ട് പോയിട്ട് പട്ടാളം എന്തെന്നറിയാതെ പോയിട്ട് എൻ്റെ മതവും പൊക്കിക്കൊണ്ട് പോകുന്ന ഇയാളോട് എനിക്ക് വലിയ ബഹുമാനമൊന്നുമില്ല. പക്ഷെ അയാളുടെ റൈറ്റ് അവിടെ തടയപ്പെട്ടതിൽ എനിക്ക് പ്രതിഷേധമുണ്ട്. ഞാൻ അയാളുടെ കൂടെ നിൽക്കൂ, പക്ഷെ എനിക്ക് അയാളോട് അയാളുടെ നിലപാടിനോട് വലിയ ബഹുമാനം. അയാൾ എന്താണ് പറയുന്നത്? എനിക്ക് രാജ്യസേവനത്തിന് വരുന്നു, പട്ടാളത്തിൽ ചേരുന്നു, എന്നിട്ട് എപ്പോഴും ഈ മതമാണ് മേളിൽ നിൽക്കേണ്ടത് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ തന്നെ പുള്ളിക്ക് വേറെ ചെയ്യാവുന്ന വേറെ ഒരുപാട് പണികളുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. പക്ഷെ എന്ന് വെച്ചാൽ പുള്ളിയുടെ റൈറ്റ് നിഷേധിക്കപ്പെടുമ്പോൾ നമ്മൾ ആ വിവേചനത്തിനെതിരെ ശബ്ദിക്കും. അപ്പം ഇതാണ് എനിക്ക് പൊതുവിൽ ഈ നിവേദനത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇത് ഒരു സ്ട്രെയിഞ്ച് കേസായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ പട്ടാളത്തിലെ ഇത് നമ്മുടെ രാഷ്ട്രീയപരമായിട്ട് ഇതിനൊരു പരിപ്രേക്ഷ്യം കൂടിയുണ്ട്. മെജോറിറ്റേറിയനിസം എന്ന് പറയുന്നത് ഈ എല്ലാവരും പറയാനുള്ള സർവ്വ വിശ്വാസങ്ങൾക്കും തുല്യ പ്രാധാന്യം എന്നൊക്കെ പറയുക, ഞാനിത് പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണ് പറയുക, എല്ലാ വിശ്വാസങ്ങൾക്കും തുല്യ പ്രാധാന്യം എന്നൊക്കെ പറയുന്ന ഒരു സദ്ഭാവന എന്ന് പറയുന്നത് വ്യാജമാണ്, പൊളിയാണ്. കാരണം അതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് മെജോറിറ്റേറിയനിസത്തെ നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് പറയുന്നത്, നിങ്ങളൊരു ചങ്ങല നിങ്ങളെ കെട്ടിയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്, ചെറുതായിട്ടൊന്ന് അനങ്ങി നോക്കണം. അനങ്ങി നോക്കുമ്പോഴാണ് ഇത് പിടുത്തം വരുന്നത്. അങ്ങനെ അയാളൊന്ന് അനങ്ങി നോക്കിയപ്പോഴാണ് പിടുത്തോടെ വന്നത്. അപ്പോൾ നമ്മുടെ സെക്കുലർ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്ത് ഈ മജോറിറ്റേറിയനിസം കൾച്ചർ രൂപത്തിലും റിലീജിയസ് രൂപത്തിലും അടിച്ചേൽപ്പിക്കുന്ന ഒരു നിർബന്ധ ബുദ്ധിയാണ് കാണുന്നത്. അതിന് കോടതികളും ഇന്ത്യൻ ആർമി പോലെയൊക്കെയുള്ള വളരെ ശ്രേഷ്ഠമായ ഒരു സ്ഥാപനവും കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രതിഷേധാർഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസൻറ്റേഷൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി, താങ്ക് യു. ആദത്തെ നബി എന്ന് വിളിക്കുന്നു. നബി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ, സമൂഹത്തിന് നേരായ മാർഗത്തിൽ നയിക്കുന്ന എന്നാണ്. ആദം മനുഷ്യനാണെങ്കിൽ ഏത് സമൂഹത്തെയാണ് പരിഷ്കരിച്ചത്? ആദമിൻ്റെ മുന്നിലും മനുഷ്യൻ ഉണ്ടായിരുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം. ഈ ചോദ്യം ചോദിച്ച ആൾ ഒരു ഒരു യുക്തിബോധമുള്ള മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടത് ആദത്തിന് എങ്ങനെയാണ് പൊക്കൾ ഉണ്ടാവുന്നത് എന്നാണ്. ആദം പൊക്കൾ ഇല്ലാതായിരിക്കുമല്ലോ ജനിച്ചത്. ഈ പൊക്കൾ എന്ന് പറയുന്നത് നിങ്ങളുടെ അംബ്ലിക്കൽ കോഡ് എന്ന് പറയുന്ന സംഗതി നിങ്ങളുടെ മാതാവുമായിട്ട് ചേർന്ന് കിടക്കുന്നതിന്റെ കട്ട് ചെയ്ത് മാറ്റുന്നതിന്റെ ചുഴിയല്ലേ പൊക്കൾ. ആദവിന് അങ്ങനെ പ്രസവിച്ചാലല്ലോ, അംബ്ലിക്കൽ കോഡ് ഇല്ലല്ലോ. അപ്പൊ ആദവിന് പൊക്കളില്ലാത്ത മനുഷ്യനാണ് ആദം. പൊക്കളില്ലാത്ത ആദവിന് പിന്നെ എങ്ങനെ പൊക്കളുള്ള മനുഷ്യനുണ്ടായി എന്നൊരു ചോദ്യം ആണ് ഞാൻ ഇതിന് പകരം വെക്കുന്നത്. രണ്ട് ചോദ്യങ്ങളും ഒരേപോലെ കണ്ടന്റുള്ള ചോദ്യങ്ങളാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഓക്കെ, ആദം നബി, അത് അദ്ദേഹം ചോദിച്ചാണ്. ആദം നബി എന്ന് പറഞ്ഞ പ്രവാചകൻ, പിന്നെ നായകൻ, ലീഡർ, ഇങ്ങനെയൊക്കെയുള്ള കുറെ ഉഡാൾട്ടിഫിക്കേഷൻ ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് മുന്നേ ആരുമില്ല, പിന്നെ അയാൾ ആരുടെ പ്രവാചകനാണെന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഞാൻ അത് രണ്ടും ഒരു സമാന അത്രേ പറയുന്നു. ആ ചോദ്യം അത്രേ ഉള്ളൂ. കഴമ്പില്ല, നിങ്ങളുടെ ചോദ്യം കഴമ്പുള്ളതാണ് അല്ലേ? ഈ മതത്തിൽ ഇതൊന്നും ഒരു കഴമ്പില്ലെന്ന് പറഞ്ഞു. നിങ്ങളെ അല്ല ഞാൻ കുറ്റപ്പെടുത്തിയത്. മനുഷ്യൻ മരിച്ചാൽ ശരീരം കത്തിച്ച് ചാമ്പലാക്കുകയോ കുഴിച്ചിട്ടാൽ ബാക്ടീരിയ മണ്ണിൽ ലയിപ്പിക്കുകയോ ചെയ്യുന്നു. മനസ്സിന് എന്ത് സംഭവിക്കുന്നു? മാനസിക രോഗം വന്നാൽ മരുന്നുകൊണ്ട് ഭേദമാകുന്നു എങ്കിൽ മരണാനന്തരം മനുഷ്യന് എന്ത് സംഭവിക്കുന്നു? മരണാനന്തരം മനുഷ്യന് എന്ത് സംഭവിക്കുന്നു? ആ ചോദ്യം തന്നെ തെറ്റാണ്. സംഭവിക്കുന്നതെല്ലാം മരണ മുന്നെയാണ്. മരണാനന്തരം സംഭവങ്ങളൊന്നുമില്ല. എല്ലാ സംഭവങ്ങളും മരണത്തിന് മുന്നെയാണ്. അത് ഇതാണ് ഈ പ്രശ്നം. ഈ നമ്മുടെ ഒരു ഭാവന അടിസ്ഥാനപരം ഈ ചോദ്യത്തിന് മറുപടി വേണ്ടത്. പലർക്കും ഈ ചോദ്യത്തിന് മറുപടി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, ഞാൻ ഇനിയിപ്പോൾ വൈകുന്നേരം വരെ ഇവിടുന്ന് സംസാരിച്ചാൽ ഇതിനകത്ത് ആളിന് ബോധ്യപ്പെടില്ല. ഈ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതേപോലെ ജീവിതാനന്തരം എന്ന് പറഞ്ഞൊരു ലോകം ഉണ്ടാക്കി അവിടെ ആരോപിച്ചിട്ട് അവിടെ വെച്ച് ചോദ്യം ചോദിക്കാം. പക്ഷെ അങ്ങനെ ഒരു ലോകം ഇല്ലല്ലോ, അങ്ങനെ ഒരു അവസ്ഥയില്ലല്ലോ. ജീവിതം എന്ന് പറയുന്ന അവസ്ഥയിൽ നിങ്ങൾ പറയാ അതിന് ശേഷം എന്ത് സംഭവം അല്ല. ബെർട്രാൻഡ് റസ്സൽ പറഞ്ഞോണം, യു വിൽ റോട്ട്, നിങ്ങൾ കിടന്ന് അഴുകും. മരണത്തിന് ശേഷം എന്താ സംഭവിക്കുന്നത്? റോട്ടിങ്.
അഴുകി 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 പുഴയെവിടെ പോകും. അത്രേ ഉള്ളൂ. അടുത്ത എന്താണ്? ബക്രീദ് ലോക മുസ്ലിങ്ങൾ ആഘോഷിക്കുന്ന മൃഗങ്ങളെ ബലി കൊടുത്തുകൊണ്ട് പാവം പിടിച്ച ആടിന് പകരം പുലിയോ കടുവയോ ആയിരുന്നെങ്കിൽ ഈ ഉണ്ടാകുമായിരുന്നു. നിങ്ങൾ ഇത് വേറെ വല്ല മതപ്രഭാഷകർ വല്ലോ നടത്തുമ്പോ കൊണ്ട് കൊടുക്കുന്ന ചോദ്യങ്ങൾ എന്റെ എനിക്ക് ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പകരം വേറൊരു ചോദ്യം ഞാൻ പറയാം. പണ്ട് ഈ ഡൈനസോറുകൾ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ തൃശ്ശൂർ പൂരത്തിന് എന്ന് പറയുന്നതോടെ ഉണ്ട്. ഈ സാമൂഹില് അതിൻ്റെ ഉള്ളിൽ കയറാൻ വിസമ്മതിച്ചപ്പോഴാണ് ആളെ പുറത്താക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അത് എനിക്ക് തോന്നുന്നത് പട്ടാളം നടത്തിയൊരു ടെസ്റ്റ് ആവാനായിരിക്കും സാധ്യത. ഇയാൾ ആ ഒരു റെജിമെന്റിൽ കൊണ്ടിട്ടത് ഇയാളുടെ മതപരതൊക്കെ കണ്ടുകൊണ്ട്. കാരണം ഇപ്പോൾ അമൃത്സറിൽ നടന്നൊരു അറ്റാക്ക് പോലെ ഒരു അറ്റാക്ക് വരുന്ന സമയത്ത് ഇയാൾ അവിടെ അത് കയറിയിട്ട് നിഷേധിക്കാൻ സാധ്യതയുണ്ട്, വെടിവെക്കാനോ മറ്റോ കയറാൻ സാധ്യതയുണ്ട്. ആ സാധ്യത കണ്ടുകൊണ്ടായിരിക്കും പട്ടാളം അയാളെ ശിക്ഷിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യത എന്നാണ് എനിക്കിപ്പോൾ സാറ് നൽകിയ വിവരങ്ങളിൽ നിന്ന് തോന്നുന്നു. യെസ്, ഞാൻ അതിനകത്ത് ഒരു സ്ലൈഡ് ഉൾപ്പെടുത്തിയിരുന്നല്ലോ. ഞാൻ ചോദിച്ചു ഇയാളെ റിക്രൂട്ട് ചെയ്ത് ഇയാളെ ക്രിസ്ത്യൻ ആണെന്ന് പറഞ്ഞപ്പോൾ ഇയാളെ പോസ്റ്റ് ചെയ്യുന്ന യൂണിറ്റ് ഏതാണെന്ന് ഇയാൾക്കറിയില്ല. അതൊരു സിഖ് ഡോമിനേറ്റ് ചെയ്യുന്ന യൂണിറ്റ് ആണ്, അതായത് ഹിന്ദുക്കളുണ്ട്, പക്ഷെ ക്രിസ്ത്യാനികൾ ആരും ഇല്ല. അപ്പൊ ഇയാളൊരു അസ്ഥിയിൽ പിടിച്ച ക്രിസ്ത്യാനിയാണ്. അങ്ങനെ ഒരാളെ അവിടെ കൊണ്ടിടുകയും വിടാതിരിക്കാമല്ലോ അവർക്ക്. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇയാൾ വലിയൊരു തീവ്ര മതവിശ്വാസിയാണ്, അപ്പോൾ ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് ഏരിയ വരും. അങ്ങനെയാണെങ്കിൽ ഒരു ഡിസ്ക്രിഷണറി പവർ ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ഇയാൾക്ക് പകരം വേറൊരാളെ നിയമിക്കാമായിരുന്നു. അതെന്തുകൊണ്ട് ചെയ്യാതിരിക്കുകയും ഇയാളെ കോൺസ്റ്റന്റ് ആയിട്ട് കൊണ്ടുവന്ന് ഇടിച്ചിടിച്ചിടിച്ച് അതൊരു സംഗതി റിപ്പീറ്റ് ചെയ്തിട്ട് അവസാനം ഇയാളെ തട്ടിക്കളയുകയും ചെയ്ത് അത് ഞാൻ ഇതിനകത്ത് ഇവിടെ എഴുതിയിരുന്നു, അത് പെട്ടെന്ന് കാണുന്നില്ല. ഇത് എനിക്ക് തോന്നിയ ചോദ്യം തന്നെയാണ് താങ്കൾ ചോദിച്ചത്, വളരെ ഇതായിട്ടൊരു ചോദ്യം. കാരണം അവർക്ക് അറിയാൻ കഴിയേണ്ടതാണ്. ഇത് തിരിച്ച് ഞാൻ ചോദിക്കുകയാണ്, ഒരു മുസ്ലിം ഓൺലി റെജിമെന്റ് ആണ്, അല്ലെങ്കിൽ പ്രിഡോമിനന്റ്ലി മുസ്ലിംസ് ആണ്, ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു പട്ടാളക്കാരനെ ഇടുമായിരിക്കും. പക്ഷെ ഒന്ന് ഞാൻ പറഞ്ഞു, അയാളെ ഈ പറയുന്നൊന്നും അയാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചിലർ ചെയ്യാറുണ്ട് കേട്ടോ. ചിലർ വ്രതമൊക്കെ എടുക്കുന്ന ഒരുപാട് പേര് ആർമിയിലൊക്കെ ഉണ്ട്. അവർ ഒരു ഐക്യദാർഢ്യം എന്നുള്ള നിലയിലൊക്കെ ചെയ്യാറുണ്ട്. പോട്ടെ, അത് അവരുടെ താല്പര്യം. പക്ഷെ അങ്ങനെ താല്പര്യം ഇല്ലെങ്കിലുള്ള പൈസ ആണ് പറഞ്ഞത്. അവരെ നിർബന്ധിക്കില്ല. താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലർ നമ്മുടെ പഴയ ക്രിക്കറ്റ് താരം ശ്രീശാന്ത് അവൻ എല്ലായിടത്തും പോകും. ആദ്യം സെബാസ്റ്റ്യൻ എൻ്റെ പള്ളിയിൽ പോകും, പിന്നെ അത് ചെയ്യും, എന്നിട്ട് എല്ലാ പൂജയൊക്കെ നടത്തിയിട്ടാണ് ഒരു ബോൾ എറിയുന്നത്. അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ് അവരെതിരാണെങ്കിൽ എന്നുള്ളതാണ് വിഷയം. അവര് എല്ലാ മതത്തിലും വിശ്വസിക്കുന്നവരായിക്കോട്ടെ, അത് അവരുടെ റൈറ്റ് അല്ലേ. ഒരു ഇതിൽ മാത്രം വിശ്വസിക്കാവുന്ന നിയമമുണ്ടോ? ഉണ്ടോ? ഓക്കെ, താങ്കൾ പറഞ്ഞ ശരിയാണ്, ടെക്നിക്കലി ശരി. പക്ഷെ എന്റെ വാദം എന്ന് പറഞ്ഞാൽ, എന്തിനാണ് ഈ പട്ടാളത്തിൽ ഈ പള്ളിയും ഗുരുദ്വാരയും അമ്പലവും ഇതും ഇതൊക്കെ മതം വെച്ചുകൊണ്ട് എന്തിനാണ് ഈ പട്ടാളം കളിക്കുന്നത്? മതം പഠിപ്പിക്കാൻ ആളുകളുണ്ടെന്നേ അവിടെ പട്ടാളത്തിൽ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. മുസ്ലിയാര്, മുക്രി, പൂജാരി, ഗ്രേഡ് 2 ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തില്ലേ പണ്ഡിറ്റ് ജി. എന്തിനാണ് ഇവർ പറയുന്നത്? അപ്പൊ ഇവർ പറയുന്നതനുസരിച്ച്, ഞാൻ ഇസ്രായേലിന്റെ കാര്യം പറഞ്ഞു, ഈ മതം ഉരുട്ടി വിഴുങ്ങിക്കൊണ്ട് നടക്കുന്നവർ എന്തോ വലിയൊരു സേവനം ചെയ്യുന്നു. ഈ മതം കാരണമാണ് ഇന്ന് നിലനിൽക്കുന്ന മാ കാളി, പിന്നെ ബജ്രംഗ ബലിയൊക്കെയാണ് ഈ പറയുന്ന ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എന്നുള്ള ഒരു ധാരണ വരുത്തുന്നു. ഒരു മതത്തിന്റെ വലിയൊരു പ്രൊമോഷനായിട്ട് ആർമി മാറി നിൽക്കുകയാണ്. ഒരു സിവിലായിട്ടുള്ള ഒരാൾക്കുള്ള ഒരു അവകാശം പോലും ഇല്ല. ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥാപനമാണ്. ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയുടെ നമ്പർ 1 പില്ലറാണ്. ഞാൻ ഒരിക്കൽ ഒരു പ്രസന്റേഷൻ അവതരിപ്പിച്ചിരുന്നു ഒരു സെക്കൻഡ്. അതായത് ഇന്ത്യ എന്നുള്ള ബോധം, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ നിലനിർത്തുന്ന 10 ഘടകങ്ങളിൽ നമ്പർ 1 ഇന്ത്യൻ ആർമിയാണ്. ഏറ്റവും ലാസ്റ്റാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വരുന്നത്. സ്ലൈഡിൽ സാറിട്ട ഒരു സ്ലൈഡിൽ ജൈൻ ഫുഡ്, ഹലാൽ ഫുഡ് അവിടെ നൽകാൻ അനുവദനീയമാണ് എന്ന് കണ്ടു. ഇതാണ് Indian Armed Forces always accommodate vegetarian, Jain, halal and even special religious dietary needs
ഹിന്ദു മുസ്ലിം സിഖ് ഫാസ്റ്റിംഗ് ഡേയ്സ് ആൻഡ് അത് മതപരമായ ഒരു ഭക്ഷണമല്ലേ, അപ്പൊ അത് കഴിക്കരുത് എന്ന് നിഷേധിക്കാൻ അവകാശം ആർമിയിലുള്ള ആളുകൾക്കുണ്ടോ? അതല്ല, എന്റെ പോയിന്റ് എങ്ങനെയായിരുന്നു, അതിന് പ്രശ്നമില്ല. യഥാർത്ഥത്തിൽ ആഹാര രീതി, ഈ ഫാസ്റ്റിംഗ്, ഇതൊക്കെ അനുവദിക്കുന്നു. അതിനകത്തുള്ള ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്നാണ് പറയുന്നത്, റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഒരു മുസ്ലിമിന് താൻ ഹലാൽ ഫുഡ് കഴിക്കുള്ളൂ എന്ന് നിർബന്ധിച്ചാൽ കുഴപ്പമില്ല, ഇല്ല, ആർമിയിൽ നിലനിൽക്കാം. യെസ് വളരെ കോൺട്രഡിക്ടറി. കോൺട്രഡിക്ടറി ആണ്, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് എന്റെ ഒരു വാദം തന്നെ ഇതാണ്. ഈ ആഹാരം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ, ഞാൻ പട്ടിയിറച്ചിയുടെ കാര്യം പറഞ്ഞതാണ് സാറേ. പിന്നെ പട്ടാളത്തിലാണെങ്കിലും സിവിൽ സർവൻസിനാണെങ്കിലും നമുക്ക് എഴുതപ്പെട്ട പെരുമാറ്റച്ചട്ടങ്ങളില്ലേ, അപ്പോൾ അതിന്റെ ലംഘനമായിട്ടാണോ ഇത് വരുന്നത്? യെസ്, ഓഫ് കോഴ്സ്, അതാണ് കോടതി പറഞ്ഞത്. അപ്പോൾ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അത് നിയമവ്യവസ്ഥയ്ക്ക് എതിരായിട്ടാണോ സംഭവിക്കുന്നത്? കോടതി ഒരു കാര്യം പറഞ്ഞാൽ നിയമവ്യവസ്ഥയ്ക്ക് എതിരാണ് എന്നതിന്റെ അർത്ഥം. പക്ഷെ ഇവിടെ ഒരു വിഷയമുള്ളത്, നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഇപ്പൊ സ്ത്രീകൾ എങ്ങനെയാണ് പട്ടാളത്തിൽ ചേർന്നത്, എങ്ങനെയാണ് CAA മുസ്ലിം ഫിൽറ്ററിനെ നമ്മൾ എതിർക്കുന്നത്. ഇതൊക്കെ 1948 ശേഷം ഭരണഘടന വന്നതിന് ശേഷം, പൗരാവകാശങ്ങൾ വന്നതിന് ശേഷം, ഈ പറയുന്ന ഭരണഘടനാ ഭേദഗതികൾ വന്നതിന് ശേഷം ഇന്ത്യയിലെ സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള ചിന്താഗതിയിലും പൗരന്റെ അവകാശത്തിലുണ്ടായ മാറ്റങ്ങൾ അത് ഉൾക്കൊള്ളണം. നിങ്ങൾ ബ്രിട്ടീഷ് റെജിമെന്റിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ വെച്ചാണോ ഇന്ത്യയിലെ ഒരു ഡൽഹി ഹൈക്കോടതി പോലെയുള്ള ഒരു സ്ഥാപനം 2025 വിധി പറയേണ്ടത്? അങ്ങനെയാണ് LGBT ഇതേ കോടതിയല്ലേ ഭയങ്കര പുരോഗമനപരമായിട്ടുള്ള വിധി പ്രഖ്യാപിച്ചത് LGBTQയുടെ കാര്യത്തിൽ, ഇല്ലേ? മതനിന്ദ ഭരണഘടനാപരമായി പൗരന് അവകാശം നൽകുന്നുണ്ടോ? ഈ മതനിന്ദ, ഞാൻ ഒരു പരിപാടി അവതരിപ്പിക്കുന്നു. മതനിന്ദ എന്ന് പറഞ്ഞാൽ മതത്തെ വിമർശിക്കുന്നതാണ് അവർക്ക് നിന്ദ. മനസ്സിലായില്ലേ? മതനിന്ദ എന്ന് പറയുമ്പോൾ ആളുകൾ കേട്ടോ മതം എങ്ങോട്ട് ഇറങ്ങി പോടാ, ഡാഷ് മറ്റേത് മറിച്ചത് എന്ന് പറയുന്നതൊന്നും അല്ല. ഇങ്ങനൊന്നും ആരും പറയാറില്ല. അവർ നിന്ദ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ എല്ലാവരും തെറി പറയുക, അബ്യൂസ് ചെയ്യുക എന്നാണ് തോന്നുക. പക്ഷെ ഈ മതനിന്ദ എന്നുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് മതപരം. നിങ്ങൾ ഈ ആദ്യ നാൾ തന്നൊരു ചോദ്യം ഉണ്ടല്ലോ, ഏതാ? ആദം ഒരു പ്രവാചകനാണെന്ന് പറയുന്നത് എങ്ങനെ? അത് മതനിന്ദയാണ്. നിങ്ങൾ ആരെയും ചീത്തയൊന്നും വിളിച്ചിട്ടില്ല. നിങ്ങൾ ലാംഗ്വേജ് എത്ര റിഫൈനായിട്ട് ഉപയോഗിച്ചാലും അത് ബ്ലാസ്ഫമിയാണ്. ഇപ്പൊ ബ്ലാസ്ഫമി എന്ന് കേൾക്കുമ്പോൾ മലയാളത്തിൽ മതനിന്ദ എന്ന് എഴുതി വെച്ചിട്ട് ഓരോരുത്തർ പറയും എന്തൊക്കെയാണെന്നാലും നിന്ദിക്കുന്നത് ശരിയല്ല. എന്നുവെച്ചാൽ ഒന്നിനെ മറ്റൊന്നാക്കുക, ആ മറ്റൊന്നിനെ പിടിച്ച് ക്രിട്ടിസൈസ് ചെയ്യുക. ഇതിനകത്തൊക്കെ ഉള്ള ആ തന്ത്രം നിങ്ങൾ തിരിച്ചറിയണം. മത വിമർശനം തന്നെയാണ് ഈ മതനിന്ദ എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ ചോദിക്കും ചിലരെ ചീത്ത വിളിക്കില്ലേ? അത് എല്ലാ കാര്യത്തിലും എല്ലാത്തിനും ചീത്ത വിളിക്കുന്നവരുണ്ടാവുമല്ലോ, ഇല്ലേ? അതിപ്പം മതവിമർശകരിൽ ചിലർക്ക് വള്ളി പോയവരുണ്ടാവും, വള്ളി പൊട്ടിയവരുണ്ടാവും. അതിപ്പം അത് വെച്ച് നമുക്ക് പൊതുവായി വിലയിരുത്താൻ സാധിക്കില്ലല്ലോ. അതിന്റെ ഒരു സിലബസ് വരുന്ന കാര്യമല്ല. ചില ആധുനിക മനുഷ്യൻ എന്ന അവകാശപ്പെടുന്ന വ്യക്തികൾ കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ സുലഭമാക്കണം എന്ന് പറയുന്നത് അതിൽ അവസാനത്തെ പറയും കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കൾ സുലഭമാക്കണം എന്ന് പറയുന്നതിന് എന്ത് പറയുന്നു എന്ന് വെച്ചാൽ, ഞാൻ ബേസിക്കലി ഈ മതം പോലെ തന്നെയാണ് ഈ സാധനത്തെയും കാണുന്നത്. അതായത് ഒരു സ്വതന്ത്രനായിട്ട് ജീവിക്കാൻ ഒരു മനുഷ്യന് ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ മേളിൽ ഒരു അഡിക്ഷൻ ഉണ്ടാക്കുക. ആ അഡിക്ഷൻ നിങ്ങൾ വ്യക്തി എന്ന നിലയിൽ, നിങ്ങൾക്ക് സ്വന്തം നിലയിൽ, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ, സമൂഹത്തിന് പൊതുവിലും ദേശത്തിന് പൊതുവിലും ഗുണകരമല്ലാത്തൊരവസ്ഥ വരികയും അത് നിങ്ങളുടെ ആരോഗ്യത്തെയും നിങ്ങളുടെ ഭൗതികമായ സാധ്യതകളെയും നിങ്ങളുടെ ജീവിത സമാധാനത്തെയും നിങ്ങളുടെ സാമ്പത്തികത്തെയും നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് പിന്തുടരപ്പെടേണ്ടതല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അങ്ങനെ തന്നെയാണ് പറയുക. കാര്യം ഇത് ഉപയോഗിച്ചവരാരും ഈ ലഹരി വസ്തുക്കൾക്ക്, അത് മദ്യമായിക്കോട്ടെ കഞ്ചാവ് ആയിക്കോട്ടെ എന്തു സാധനമായാലും, ഇതിനടിപ്പെട്ടവരാരും തന്നെ അടിസ്ഥാനപരമായിട്ട് എന്താണ് പറയുന്നത് സമാധാനമോ സന്തോഷമോ കണ്ടെത്തിയത് ഞാൻ കണ്ടിട്ടില്ല. അവരെല്ലാം തന്നെ അതിൻ്റെ കൂടിയ നിരക്കിലുള്ള ഉപഭോക്താക്കളായിട്ട് മാറുന്നതും അത് അവരുടെ പോക്കറ്റിൽ കിഴുത്തയിടുകയും അവരുടെ വീട്ടിൽ വിള്ളലുണ്ടാക്കുകയും സമൂഹത്തിന് ദ്രോഹം ഉണ്ടാക്കുകയും ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ എല്ലാവരും അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. ആന ചവിട്ടിയാലും ചാവാത്തവരുണ്ട്. പക്ഷേ പൊതുവിൽ ദിസ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് വോണ്ട്സ്. ആദ്യത്തെ കാട്ടുമനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടത് കയ്യിലൊരു ഗ്ലാസുമായിട്ടല്ല എന്ന് മാത്രം മനസ്സിലാക്കുക. ഇത് നമ്മൾ കൃഷി തുടങ്ങിയത് തന്നെ ലഹരി വസ്തുക്കൾക്ക് വേണ്ടിയാണ്. ഇതൊരു അൾട്ടറിങ് ആയിട്ടുള്ള മാനസികാവസ്ഥ എല്ലാവരും ആഗ്രഹിക്കും. കാര്യം റിയാലിറ്റി ഭയങ്കര മടുപ്പുള്ളതാണ്. നേട്ടമില്ല, പറക്കാൻ പറ്റുന്നില്ല. മന്ദത ചിലർക്ക് ഇഷ്ടമാണ്. മന്ദത വരുമ്പോൾ മറക്കാം, നാണക്കേട് പോകും ഒരാളോട്, പല കാര്യങ്ങളുണ്ട്. അതായത് ബ്രെയിൻ്റെ ഒപ്റ്റിമം ലെവലിലുള്ള ഫങ്ഷനിങ്ങിനെ നമ്മൾ വെറുത്ത് തുടങ്ങുന്നു. കാരണം അത് നോർമൽ ആകുമ്പോൾ നോർമലിലേക്ക് നമ്മൾ പോകും. ഒരു ചെറിയ ഇതൊക്കെ പോകുമ്പോൾ ഒരു രസമുണ്ട്. അപ്പോൾ ഈ രസം അത് നമ്മൾ ആ മോളിക്കൂൾ ആഗ്രഹിക്കുന്നു,
അഡിക്റ്റ് ആവുന്നു, നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവുന്നു. സോ ഐ ആം എഗെയിൻസ്റ്റ് ഇറ്റ് വെരി മച്ച്. എന്ന് വെച്ചാൽ ആരെയും ഗ്ലാസ് അടിച്ച് പൊട്ടിക്കാനോ ആരെയും ഉപദേശിക്കാനോ ഒന്നും ഞാൻ പോകാറില്ല. പക്ഷെ എൻ്റെ നിലപാട് അങ്ങനെയാണ്. എല്ലാത്തരം ലഹരികൾ, ഞാൻ പണ്ട് പ്രസംഗിക്കുമ്പോൾ ഈ കൈവച്ച് തന്നെ 5 ലഹരി കാണിക്കുമായിരുന്നു. ഒന്നിത്, മറ്റൊന്ന് ഇത്, ഡ്രഗ്സ്, ഇത് അമ്മയെ കണ്ട് മരിക്കൂല. ഈ 5 എണ്ണം, ഈ 5-ൽ നിന്നുള്ള മോചനമാണ് യഥാർത്ഥത്തിൽ എസൻസ് എപ്പോഴും മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം ഇതാണ്. അത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി 5 എണ്ണം എല്ലാം വരുന്നുണ്ട് അതിനകത്ത്. വേടനെ കുറിച്ച് എന്ത് പറയും? അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് എന്ന് പറയുന്നില്ല. ഞാൻ 2-3 പാട്ടുകൾ കേട്ടു. അന്നാണ് ഞാൻ പുള്ളിയുടെ ഇത് കാണുന്നത്. പാട്ടുകളൊക്കെ സാധാരണ ഇതിൽ റാപ്പും എല്ലാം മ്യൂസിക്കും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കുറേയൊക്കെ വളരെ ഇഷ്ടകരമായിട്ട് തോന്നി. നല്ല കാര്യം. പുള്ളി കുറേ ആളുകളെയൊക്കെ ആകർഷിക്കുന്നുണ്ട്. ഒരു കലാകാരൻ എന്ന നിലയിൽ ഓക്കെ. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ പുള്ളി പറയുന്ന രാഷ്ട്രീയം, ജാതി ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ എ സ്ട്രിക്റ്റ് നോ നോ നോ. അല്ലെ, ഇസ്രയേലിൻ്റെ കാര്യത്തിൽ പറഞ്ഞോളൂ, നോ നെഗോഷിയേഷൻ, നോ റെക്കഗ്നേഷൻ, നോ പീസ് എന്ന് പറഞ്ഞതുപോലെയാണ് ഇത്തരം. അതായത് നമ്മൾ ഈ ജാതീയത തന്നെ വീണ്ടും ഐ വിൽ കം ബാക്ക് ടു, ഞാനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇതിനെതിരെ സംസാരിച്ചിട്ടുള്ളത്. നമ്മളെ ഈ ഭൂതകാലത്തിൽ ജീവിക്കാതിരിക്കുക, വർത്തമാനത്തെ ഭൂതകാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവലോകനം ചെയ്യാതിരിക്കുക എന്നുള്ളതൊരു സാമാന്യ മര്യാദയിൽപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ ആരോ എന്തായിരുന്നു എന്നുള്ളതനുസരിച്ചല്ല. ഇതിനകത്ത് തന്നെ ഒരു അടുത്തിടെ ഞാൻ കേട്ടു, ഒറ്റ കാര്യം, ഒരുപാട് പറയാനുണ്ട്, എന്നാലും ഒരു കാര്യം പറയാം. ഇപ്പോൾ ചില വിഭാഗങ്ങൾ, ചില ജാതിക്കാർക്ക് ഒരിക്കലും മികച്ച പ്രകടനം നടത്താൻ കഴിയില്ല, അവർക്ക് റിസർവേഷൻ ഇല്ലെങ്കിൽ കയറി വരാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നത് എത്ര നിസ്സാരമായിട്ടാണ് ആളുകൾ പറയുന്നത്. ഇത് അങ്ങേയറ്റത്തെ കടുത്ത റേസിസം അല്ലേ? അവർക്കെന്തോ ജനിതകപരമായിട്ടോ ബയോളജിക്കലായിട്ടോ ബൗദ്ധികമായിട്ടോ കുറവുണ്ടെന്ന് പറഞ്ഞ് സ്ഥാപിച്ചിട്ടല്ലേ നിങ്ങൾ ഈ വാദം പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പറയാൻ കഴിയില്ലല്ലോ. യഥാർത്ഥത്തിൽ എന്താണ്? ഏതൊരു വിഭാഗത്തിലും ഏതൊരു ഗ്രൂപ്പിലും ഏതൊരു ദേശത്തും ഏതൊരു ഭാഷയിലും പെട്ട മനുഷ്യർക്കിടയിൽ എല്ലാത്തര ബുദ്ധി വൈഭവങ്ങളുള്ള ആളുകളുണ്ട്. എല്ലാ തരക്കാരും ഉണ്ട്. അംബേദ്കർ ആരായിരുന്നു? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഠിച്ച മനുഷ്യനാണ് അംബേദ്കർ. അപ്പോൾ എന്താണ് ഈ ജനിതകപരമായ DNA വെച്ചല്ല ജാതി ഉണ്ടാവുന്നത്, ജനിതകപരമായിട്ടല്ല ജാതി ഉണ്ടാവുന്നത്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ അല്ലെ പുറത്തിറങ്ങിയ ആളുകളുടെ ജാതി അറിയണമെങ്കിൽ നിങ്ങൾ കുറച്ച് പണിപ്പെടണം. ഞാനതാണ് പറയുന്നത്, ജാതി അന്ധവിശ്വാസമാണ് എന്ന് പറയുന്നത്. ജാതി എങ്ങനെ ഉണ്ടാവുന്നത്? പറഞ്ഞ് കേട്ട് പ്രചരിപ്പിച്ച് ചുരണ്ടി നോക്കി, അച്ഛൻ്റെ പേര് നോക്കി, അമ്മയുടെ പേര് നോക്കി, നാട് നോക്കി, സംസ്കാരം നോക്കി, കൊന്ത നോക്കി, തഴമ്പ് നോക്കി, ഇതൊക്കെയല്ലേ പറയുന്നത്. അല്ലാതെ എങ്ങനെ നമുക്ക് പറയാൻ കഴിയും? നമ്മൾ അങ്ങോട്ട് കൊടുത്തെങ്കിൽ മാത്രം പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ അത് പറഞ്ഞുണ്ടാക്കുന്ന കാര്യമാണ്. ആണോ പെണ്ണോ എന്നുള്ളത് അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഉണ്ടോ? ചരിത്രപരമായ യാഥാർത്ഥ്യം എങ്ങനെ ഉണ്ടാകുന്നെന്ന് ഞാൻ പറഞ്ഞു. വസ്തുതകളെ ഒന്നും നിഷേധിക്കുന്നില്ല. ഇത് കേൾക്കൂ. ഇത് വസ്തുതകളെ നിഷേധിക്കല്ല. എന്താണ് ജാതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞോണ്ട് ഇപ്പൊ താങ്കൾ പറഞ്ഞില്ലേ, ആ ഒരു നരേറ്റീവ് ഇല്ലേ, അത് ജാതിയെ പരിപോഷിപ്പിക്കുന്നതാണ്. കാര്യം അത് ജാതിയുടെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ, സ്ഥാപനവൽക്കരണത്തെ സഹായിക്കുന്ന ഒരു നരേറ്റീവ്. കാര്യം നമ്മൾ എന്തു പറഞ്ഞാലും അത് പോവില്ല. അങ്ങനെ ഇപ്പൊ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രത്യേകിച്ച് അപ്രൂവൽ ഒന്നും ഇല്ലല്ലോ. ആളുകൾ തന്നെ ജാതി നോക്കിയിട്ട് പരസ്പരം സൗഹൃദം സ്ഥാപിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഈ ജാതി ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അതില്ലാതെ പോവും. ജാതി ഇല്ല, പക്ഷെ ഉണ്ടാക്കാൻ സാധിക്കും, ഉണ്ടാക്കുന്നുണ്ട്. ഈ ഓഫീസിൽ നിങ്ങളിപ്പോൾ പൊതുവായിട്ട് പറയാം, എല്ലാ ഓഫീസിലും എല്ലാവരും ജാതി നോക്കിയാണ്. ഞാൻ കുറേ ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. എല്ലാവരും ജാതി നോക്കിയാണ് പരസ്പരം സഹകരിക്കുന്നതൊക്കെ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എൻ്റെ അനുഭവം നിങ്ങൾ എടുക്കണ്ട. അങ്ങനെ അനുഭവം ഇല്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. ഇപ്പോൾ കൂടെ പഠിക്കുന്ന കാലഘട്ടത്തിലായാലും പിള്ളേരൊക്കെ തന്നെ ഒരു 10ാം ക്ലാസ് ആകുമ്പോഴാണ് ചോദിക്കുന്നത്, ഇത് എങ്ങനെയാണ് ഇതിനകത്ത് നമുക്ക് ഉണ്ടാവുക? ഇത് നമ്മളോട് ആരെങ്കിലും പറയാതെ നമുക്കറിയോ? നിങ്ങളൊരു ഇന്ന ജാതിപ്പെട്ട ആളാണ്, നിങ്ങൾ എങ്ങനെ അറിയുന്നത്? അവിടെ നീ ഇന്ന ജാതിപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുണ്ടാക്കുന്ന സാധനമാണിത്. സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്നാൽ ഉണ്ടാവും. പല ആളുകളും ഇത്തരം ജാതി പറഞ്ഞിട്ട് അധിക്ഷേപിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അങ്ങനെ ജാതി വാദിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എന്നെ ജാതീയമായി അധിക്ഷേപിച്ചിട്ട് പരിഹസിച്ചിട്ടുള്ള ഒരുപാട് പേരെ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കറിയാം.
പ്രത്യേകിച്ച് പെൺകുട്ടികളടക്കം വളരെയധികം മാനസികമായിട്ട് വേദന അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് അത് പിന്നീട് ഇതൊരു സോഷ്യൽ റിയാലിറ്റി ആണെന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്നതിന് എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ദിസ് ഇസ് ആനക്ഡോട്ട്. എനിക്ക് താങ്കളെ ഒരുപാട് പേര് നിരന്തരം വഴിനീളെ നടന്ന് ജാതി പറയുന്നത് അധിക്ഷേപിച്ചു എന്ന് താങ്കൾ പറഞ്ഞാൽ എനിക്ക് അതിനെ കണ്ടിക്കാൻ പറ്റില്ല. കാരണം അതൊരു അനക്ഡോട്ടലായിട്ട് താങ്കൾ പറയുന്നൊരു കാര്യമാണ്. ഇനി അതാണ് പറഞ്ഞത്, ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ തെളിവ് നിങ്ങൾ എടുക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? ഇത് ഞാൻ പറഞ്ഞതിൻ്റെ ബേസിക് എന്താണ്? ഇതൊരു അന്ധവിശ്വാസം എന്ന് വെച്ചാൽ നിങ്ങൾ പുറത്തേക്ക് പോവുക. നിങ്ങളുടെ ആരൊക്കെ പറയും നിങ്ങളുടെ ജാതി? അല്ല ഞാൻ ചോദിക്കട്ടെ, പണ്ടത്തെ ജാതികളൊക്കെ ഇപ്പോൾ ഉണ്ടോ? പണ്ട് എത്ര ജാതികളുണ്ടായിരുന്നു? പല ജാതികളെല്ലാം കൂടെ ചേർന്ന് ഒരു ജാതിയാക്കി. ഇപ്പോൾ ഒരു നായർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് 165 പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ജാതികൾ ചേർന്ന ഒറ്റ ജാതിയാണ്. ഈഴവ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എത്ര ജാതികൾ ചേർന്നെന്നറിയാം? ഇപ്പം ഈ PSC തന്നെ വരുമ്പോൾ ഈഴവ എന്ന് പറയുന്ന റിസർവേഷൻ വരുന്ന തന്നെ തീയ, ഈഴവ, അവർ രണ്ട് തമ്മിൽ വലിയ തോതിലുള്ള ഭിന്നതയുള്ള രണ്ട് ജാതികളാണ്. SC ST എല്ലാവരും ഒരേ ജാതിയാണെന്ന് പറയുന്നത്. അത് ജാതിയേ അല്ല. കേക്കു അപ്പോൾ അതിനകത്തുണ്ട് ഇല്ല, അതിനകത്തും ഉണ്ടല്ലോ ഈ SC ST എന്ന് പറഞ്ഞാലും അതിനകത്തും ഉണ്ടല്ലോ ഈ പറയുന്ന ഹയറാർക്കി. ഓക്കെ, താങ്കൾ വീണ്ടും അത് തന്നെ ഇങ്ങനെ പറഞ്ഞോളൂ. അങ്ങനെ ആളുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മളിത് നിലനിർത്തണോ? അതിനെതിരെ സംസാരിക്കാതിരിക്കണോ? അതേ സുഹൃത്തെ, അതിനെതിരെയല്ലേ നമ്മൾ സംസാരിക്കുന്നത്? സംസാരിച്ചുകൊണ്ട് കാര്യമില്ല. ഞാൻ യോഗം പിരിച്ചു വിട്ടേരെ, അല്ല എന്താ പറയുന്നത്? അത് വിധിവാദമാണ്. താങ്കൾക്ക് ഈ സമൂഹത്തിൽ യാതൊരു പരിഷ്കരണവും വരുത്താൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് താങ്കൾ. ഒരാളുടെ പോലും ചിന്താഗതിയെ മാറ്റാൻ കഴിയില്ല എന്ന് താങ്കൾ കരുതുന്നു. അത് ശരിയാണ് സുഹൃത്തെ, താങ്കൾ പറഞ്ഞത്. താങ്കളുടെ നിസ്സഹായമായ അവസ്ഥ എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, സ്ത്രീകൾക്ക് എങ്ങനെയാണ് ഫൈറ്റർ പൈലറ്റ് ആവാൻ ഇന്ത്യയിൽ സാധിച്ചത്? പക്ഷെ ഞാൻ പറയാം സ്ത്രീകൾക്ക് ഫൈറ്റർ ഒരു 35 വർഷത്തിന് മുന്നേ, 40 വർഷത്തിന് മുമ്പ് ഇതേ കണക്കൊരു വേദിയിൽ ഒരാളിന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ പരിഹസിക്കപ്പെടുമായിരുന്നു. നമ്മളിത് പല സമൂഹത്തിൻ്റെ വിവിധ രംഗങ്ങളിലും അഭിപ്രായങ്ങളിലും മനസാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്താഗതി, അതിലും ചിന്താരീതിയിലൊക്കെ മാറ്റം ഉണ്ടാവണം. അങ്ങനെയാണ് സുപ്രീം കോടതി LGBT ഇതേ ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി LGBTക്ക് അനുകൂലമായിട്ടുള്ള വിധിയുണ്ടായി. അതുപോലെ തന്നെ പരസ്ത്രീ ഗമനം, പരപുരുഷ, അതിനകത്തൊക്കെയുള്ള നിയമം ഉണ്ടാക്കി, നല്ല നിയമങ്ങളുണ്ടാക്കി. അതെങ്ങനെ ഉണ്ടാക്കിയത്? ഈ കോടതിയിൽ ജഡ്ജിമാർ മാറിയതൊന്നുമല്ല, ഇങ്ങനെ പലയിടത്തും കിടന്ന് ഇങ്ങനെ വിളിച്ചു പോവുകയും പറയുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടൊക്കെയാണ്. പത്രങ്ങളിലും ചർച്ചകളും മീഡിയയിലും അങ്ങനെയാണ് ഒരു സമൂഹത്തിൻ്റെ മനസ്സാക്ഷി നിരന്തരമായിട്ട് ഉരുത്തിരിയുന്നത്. അങ്ങനെയാണ് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മൾ പറയുമ്പോൾ ഇത് മാറത്തില്ല സാറേ, ഇത് അവിടെ ഉണ്ട്, എന്നെ അങ്ങോട്ട് പോയപ്പോൾ അത് പറഞ്ഞു. അതൊരു പുരോഗമന അഭിമുഖ്യമല്ല, അതൊരു റൈറ്റ് വിങ് ഐഡിയോളജിയാണ്. ഈ ജാതിവാദം എന്ന് പറഞ്ഞ ഒരു റൈറ്റ് വിങ് ഐഡിയോളജിയാണ്. പക്ഷേ കേരളത്തിലെ ജാതിവാദികളാണ് ലെഫ്റ്റ് വിങ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. അങ്ങനെ ഒരു ഇതുണ്ട്. അതുപോലെ ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നല്ലേ ശാസ്ത്രം. ഇത് തന്നെയല്ലേ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടും എന്ന് വിശ്വാസി പറയുന്നത്. ക്രൂഡാണല്ലോ അത്. ഒന്ന് സയൻസാണ്. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടുമായിരുന്നെങ്കിൽ നമ്മളെ രാഷ്ട്രീയക്കാരിൽ പലരും ഇന്ന് അവിടെ ഉണ്ടാവുമായിരുന്നില്ല. ശിക്ഷിക്കപ്പെട്ടവർ പലരും നിരപരാധികളുമാണ്. പക്ഷെ മറ്റേത് അങ്ങനെയല്ല. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ കറക്റ്റാണ്. ആരെഴുതിയെങ്കിലും ചോദ്യത്തിൽ ഒരു ചെറിയ പിഴവുണ്ടെന്ന് വളരെ വിനയപൂർവ്വം ചൂണ്ടിക്കാണിക്കുന്നു. As we agree that for military persons, rigor or so if every soldier starts standing outside the temple mosque, then how discipline works in the military? എന്തൊരു വാക്ക്? റിജാബോ? പേഴ്സൺസ് ഡിസിപ്ലിൻ എന്താവുന്നുള്ള ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിക്കുന്നത്. Yes, I am fully with you. I consider this as a discrimination, a religious intolerance. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞ നേരെ തിരിച്ചാ. ഭക്ഷണ കാര്യത്തിൽ
ഇത് അനുവദിക്കുന്നു എന്ന് പറയുന്നവർ എന്തുകൊണ്ട് കുറച്ചുകൂടെ ഈ ഭക്ഷണം നിനക്ക് പട്ടിയുടെ ആഹാരം കഴിക്കാൻ കഴിയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ബ്രെയിൻ അങ്ങനെ അതിനെ റിവോൾട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അതേപോലെ തന്നെയല്ലേ നിങ്ങളൊരു വിശ്വാസം ശരിക്കും കോർ വിശ്വാസമാണ്, അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ചെയ്യാൻ പറ്റില്ല സാർ എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് അത് സത്യമാണോന്നില്ല, പക്ഷെ അവരെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ പട്ടിയെ തിന്നാത്തതും നമ്മളെ പട്ടിയെ തിന്നാൽ ചത്തു പോകുന്നുണ്ടെന്നല്ലല്ലോ, നമുക്കത് ഇഷ്ടമല്ല, മറ്റൊരു ഇഷ്ടമല്ല. അങ്ങനെ ഇഷ്ടങ്ങൾ ആണല്ലോ. ഇത് രണ്ടും രണ്ട് തട്ടിൽ കാണുന്നതിനെതിരെയാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ പറഞ്ഞതും ശരിയാണ്. ഇത് യഥാർത്ഥത്തിൽ ഡിവിഷൻ ഉണ്ടാക്കുകയുള്ളൂ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ. അതുകൊണ്ടാണ് കോർട്ട് മാർഷ്യൽ അവർ ഒഴിവാക്കിയത്. കോർട്ട് മാർഷ്യൽ ഇന്ത്യയിൽ ഈ സാമുവൽ കമലേശനെ വെച്ചുകൊണ്ട് ഒരു പരസ്യമായ കോർട്ട് മാർഷ്യൽ വരികയും അതിൻ്റെ കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ അതൊരു വലിയ പ്രശ്നമായി വരും. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ മേജർ അനീഷ്, ആർമിയിൽ ഷോർട്ട് സർവീസിൽ 5 വർഷം ഉണ്ടായി. 20 വർഷം മുമ്പ് റിട്ടയർ ചെയ്ത ആളാണ്. ഞാൻ ആസാം റെജിമെൻറ്റിലായിരുന്നു. അപ്പം ഈ പട്ടിയിറച്ചി കഴിക്കുന്ന ഒരു മെയിൻ ഗ്രൂപ്പാണ്. അപ്പം 3 മാസത്തോളം ഞാൻ സിക്കിമിലുണ്ടായപ്പോൾ പട്ടിയിറച്ചി ഓൾമോസ്റ്റ് എല്ലാ ദിവസവും കഴിച്ചിരുന്നു. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു. ഈ മന്ദിർ പെരേഡ് എന്ന് പറയുമ്പോൾ 99കളിൽ ആദ്യമായി ഇൻഫൻട്രി ആണല്ലോ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചോയ്സ് ഇല്ല, റിഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. റിഫ്യൂസിങ് ആൻ ഓർഡർ ഈസ് ആൻ ഒഫൻസ് അണ്ടർ ആർമി ആക്ട്. അതായത് ഒരു വാലിഡ് ഓർഡർ റിഫ്യൂസ് ചെയ്യുന്നത് ഒരു ഒഫൻസാണ്, ഒരു നമുക്ക് പണിഷ്മെൻറ്റ് ചെയ്യാം നമ്മൾ. അപ്പോൾ ഈ മന്ദിർ പരേഡ് എല്ലാ ഞായറാഴ്ചയും രാവിലെ 8 മണിക്ക് മന്ദിർ ചർച്ച് പരേഡ്. അവിടെ ചർച്ചും മന്ദിരമുണ്ട്. 50% കൂടുതൽ ട്രൂപ്സ് ക്രിസ്ത്യൻസ് ആയത് കാരണം അപ്പോൾ ഞങ്ങൾക്ക് ഓഫീസേഴ്സിന് സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷനാണ്, യു ഷുഡ് നോട്ട് മിസ് ഇറ്റ്. അപ്പോൾ എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇത് അവോയ്ഡ് ചെയ്യണം. ബിക്കോസ് അവിടെ പോയിരുന്ന 1 മണിക്കൂർ ഈ പൂജയും ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അതിൽ ചർച്ചിൽ പോയിരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് ബെഞ്ചിൽ പോയിരുന്നിട്ട് ബൈബിൾ ഞങ്ങളുടെ കയ്യിൽ തരും. ഇടയ്ക്കിടയ്ക്ക് പാതിരി, ഞങ്ങളാണ് അവരുടെ പാതിരിയോടൊപ്പം നിൽക്കുന്നവരാണ് ഓഫീസർ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് ഇടയ്ക്ക് വായിക്കണം. അതുപോലെ മന്ദിറിൽ പോയി കഴിഞ്ഞാൽ അവരെ പൂജാരി പൂജിച്ച് നമുക്ക് തരും, നമ്മളും പൂജിക്കണം. അപ്പോൾ ഇതൊരു ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്തത് ഇതൊരു എനിക്ക് വിശ്വാസമില്ലെന്ന് ട്രൂപ്സിന് അറിയുകയും ചെയ്യാം. ഓൾമോസ്റ്റ് അതൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കോടതി ഓർഡർ പറഞ്ഞ പ്രകാരം ഓൾമോസ്റ്റ് അതൊരു സിംബോളിക്കായിട്ട് തന്നെയാണ്. അപ്പോൾ ഗുരുദ്വാരയിൽ ഞാൻ മനസ്സിലാക്കുന്നത്, അപ്പോൾ ഗുരുദ്വാരയിൽ ആണ് എന്ന് തോന്നി കമലേശൻ്റെ ഇഷ്യൂ. അപ്പം ഞാൻ നേരത്തെ ചോദിച്ചു മന്ത്രിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ക്രിസ്ത്യൻ ആണെങ്കിലും ഹിന്ദു ഓഫീസർ ആണെങ്കിലും കമ്പൽസറി ആയി പോകണമായിരുന്നു എന്നായിരുന്നു എൻ്റെ ഒരു അനുഭവം. അപ്പോൾ അറ്റ്ലീസ്റ്റ് എൻ്റെ യൂണിറ്റിലെങ്കിലും പോകുമായിരുന്നു, പക്ഷേ പോയില്ലെങ്കിൽ ശിക്ഷിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതൊരു നമ്മൾ പോവാതിരുന്നിട്ടില്ല. ഇൻഫാക്ട് കാരണം ഇൻഫൻട്രിയിൽ നമുക്ക് അങ്ങനെ ഒരു ചോയ്സ് ഇല്ല. കാരണം നമ്മളൊരു കമാൻഡിങ് ഓഫീസർ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവാതിരിക്കുക എന്ന് പറഞ്ഞാൽ ദർ ഇസ് ആക്ച്വലി ഇറ്റ്സ് എ ക്ലോഷർ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ളത്. പിന്നെ വേറൊരു ചോദ്യം ഇവിടെ വന്നു, ഓഫീസേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ്. അപ്പോൾ ഓൾമോസ്റ്റ് സെക്കുലറാണ് ഇതിൻ്റെ ഇത്തരത്തിലുള്ള പ്രൊസീഡിങ്സൊക്കെ. പിന്നെ ആർമിയുടെ പല കാര്യങ്ങളും ഓപ്പറേഷണൽ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് സെക്കുലറും റേഷണലിസ്റ്റിക്കും ആണെങ്കിലും ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പലതും കംപ്ലീറ്റ്ലി അൺസെക്കുലറായിട്ട് തന്നെയാണ്. ഉദാഹരണത്തിന് എസ്പ്രിറ്റ് ഡി കോർ എന്ന് പറയും. അതായത് ഈ റെജിമെൻറ്റേഷൻ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നത് തന്നെ ഈ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു ഇത് വേണം. അതുകൊണ്ടാണ് മറാഠ ലൈറ്റ് മദ്രാസ് അങ്ങനെയുള്ള റെജിമെൻറ്റേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് അത് ബ്രിട്ടീഷേഴ്സാണ് കൊണ്ടുവന്നത്. കാരണം ഇത്രയും വ്യത്യസ്തരായ ആൾക്കാരെ ഒന്നിച്ച് നിർത്തി ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യുദ്ധം തുടങ്ങുമ്പോൾ അവർ പരസ്പരം ഇവിടെ വെച്ച് കൊല്ലുന്നുള്ളത് അന്നത്തെ കാലത്ത്. അതുകൊണ്ടാണ് അങ്ങനെ റെജിമെൻറ്റേഷൻ എന്നുള്ള കൺസെപ്റ്റിലേക്ക് വന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പോർവിളികളും ഇത്തരത്തിലുള്ള ആചാരങ്ങളും. അപ്പോൾ ഈ റീസണബിൾനെസ് അല്ലെങ്കിൽ റേഷണാലിറ്റി അല്ല അവിടെ വർക്ക് ചെയ്യുന്നത് പലപ്പോഴും. അപ്പോൾ ട്രൂപ്സിന് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് റിലിജിയൻ ഉണ്ടാവും. അതൊരു അലിഖിതമായൊരു നിയമം. അവർക്ക് ദർ ഷുഡ് നോട്ട് ഹാവ് എനി. അപ്പോൾ അതിൻ്റെ ഒരു എത്തോസ് ആദ്യം പറയുന്നത് വെൽഫെയർ, സേഫ്റ്റി ആൻഡ് ഓണർ ഓഫ് യുവർ നേഷൻ കംസ് ഫസ്റ്റ്, ദെൻ യുവർ ട്രൂപ്സ് ആൻഡ് ലാസ്റ്റ്ലി യുവർ ഓൺ കംസ്. അപ്പോൾ നിങ്ങളുടേതായ പ്രൈവറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ഷുഡ് കീപ്പ് ഇറ്റ് എവേ വെൻ പ്രയോറിറ്റീസ് കം. അപ്പോൾ നേഷൻ്റെയും നിങ്ങളുടെ ട്രൂപ്സിൻ്റെയും കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു എത്തോസ് അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പെർട്ടിക്കുലർലി ഓഫീസേഴ്സിൻ്റെ കേസിൽ. അപ്പോൾ ഓഫീസേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റിലും കമ്മീഷനിങ്ങിലുമൊക്കെ എൻ്റെ ഇൻ്റർവ്യൂവിലെങ്കിലും എനിക്കറിയാം വിശ്വാസപരമായ റിലീജിയസ് ആയിട്ടുള്ള ഒരു ചോദ്യം എവിടെയും ചോദിക്കുന്നില്ല. അത് ദർ ഇസ് നത്തിങ് ടു. അതുപോലെ പോസ്റ്റിങ്ങിൽ നമ്മുടെ ട്രെയിനിങ് കഴിഞ്ഞ് പോസ്റ്റിങ്ങിലേക്ക് നമ്മൾ ഏകദേശം നീറ്റിലൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ ജയിലൊക്കെ നടക്കുന്നത് പോലെയാണ്. ഏതൊക്കെ റെജിമെൻറ്റിലെ വേക്കൻസി നമ്മൾ ചോയ്സ് കൊടുക്കുക. 3 ചോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ എലിജിബിലിറ്റി അനുസരിച്ച് നമ്മുടെ ട്രെയിനിങ്ങിൽ നമ്മുടെ റാങ്കിങ്ങിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ ചോയ്സോ അല്ലെങ്കിൽ അവൈലബിൾ ആയതോ നമുക്ക് കിട്ടുന്നു. അപ്പോൾ അതിലും റിലീജിയനോ ഒന്നും എവിടെയും നോക്കുന്നില്ല. അപ്പോൾ ദിസ് ഈസ് ദ അല്ല, ഈ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്ക് ചോയ്സ് കൊടുക്കാവോ?
പക്ഷെ അയാൾക്ക് അതിന്റെ ഉള്ളടക്കം അറിയണമെന്നില്ലല്ലോ, അതിനകത്ത് എത്ര പേരാണ്, ഏത് മതക്കാരാണ് എന്ന് അയാൾക്ക് അറിയണമെന്നില്ലല്ലോ. നിർബന്ധമില്ല, പക്ഷെ ജനറലി അറിയാം. കാരണം നമ്മളിപ്പോൾ ഒരു ആസാം റെജിമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് മജോറിറ്റി ക്രിസ്ത്യൻ ഉള്ള റെജിമെന്റ് ആണ്. ഇപ്പോൾ ബാക്കി മജോറിറ്റി റെജിമെന്റ് നമുക്കറിയാം ഹിന്ദുസ് തന്നെ മജോറിറ്റി. ഇപ്പോൾ മറാഠയിലൊക്കെ ആണെങ്കിലും ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ഹിന്ദുസ് ആവാനാണ് സാധ്യത. പിന്നെ മുസ്ലിംസിന് ആർമിയിൽ വരാനുള്ള ഒരു ടെൻഡൻസി തന്നെ കുറവാണ്. പക്ഷേ നോർത്ത് ഇന്ത്യയിലെ പല റെജിമെന്റിലും ധാരാളമായി മുസ്ലിംസ് ഉണ്ട്. പക്ഷേ മുസ്ലിംസിൻ്റെ വേണ്ടിയിട്ടുള്ള മസ്ജിദ് എന്നുള്ളത് സാധാരണ റെജിമെന്റിൽ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. കാരണം അത് നമ്പർ ഓഫ് ദ ട്രൂപ്സ് അനുസരിച്ചാണ് അവർ തീരുമാനിക്കുന്നത്. അപ്പോൾ എൻ്റെ യൂണിറ്റിൽ ക്രിസ്ത്യൻസും ഹിന്ദുസും ആയത് കാരണം അവിടെ ഒരു മസ്ജിദ്, ഒരു ചർച്ചും ഒരു മന്ദിരമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, വളരെ വളരെ വാല്യുബിൾ ഇൻഫർമേഷൻ. താങ്ക് യു. താങ്കൾ എന്തുകൊണ്ടാണ് ഇത്രയും ക്രൂരരും നിയമലംഘകരുമായ ഇസ്രയേൽ ഭരണകൂടത്തെ സപ്പോർട്ട് ചെയ്യുന്നത്? ഈ ചോദ്യത്തിൻ്റെ ഒന്ന്, ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലിനെ സപ്പോർട്ട് എവിടെയാണ്? ഞാൻ UN സെക്യൂരിറ്റി കൗൺസിൽ ഇസ്രയേൽ അനുകൂലമായി വോട്ട് ചെയ്തു അല്ലേ? സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. പിന്നെ എന്തെങ്കിലും ഫാക്റ്റുകൾ അതേപോലെ പറയുന്നതാണെങ്കിൽ താങ്കൾ ആദ്യം പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഈ ചോദ്യം ഞാൻ ഉത്തരം പറയുന്നില്ല, പക്ഷേ ഈ ചോദ്യകർത്താവിൻ്റെ മനസ്സിലിരിപ്പിന് ഉത്തരം പറയാം. ചോദ്യം എങ്ങനെയാണ്? ഇത്രയും ക്രൂരരും നിയമലംഘകരും എന്നുള്ളതാണ്. അത് ഞാൻ അംഗീകരിക്കുന്നില്ല. കാരണം ഇത്രയും ക്രൂരർ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ? 1200 പേരെ തട്ടിക്കൊണ്ടുപോയി പിന്നെ തുരങ്കങ്ങളിൽ വെച്ചിട്ട് ആണുങ്ങളെ വെച്ചും ആണുങ്ങളെ വെച്ചും റേപ്പ് ചെയ്യിച്ച് മത്സരിക്കുന്നതാണോ, അല്ല ചെയ്യാത്തതാണോ ക്രൂരത? എന്താണ് ഇതിനകത്ത് ക്രൂരത എന്ന് പറയുന്നത്? ക്രൂരതയാണെങ്കിൽ ക്രൂരതയാണ്. യുദ്ധം ക്രൂരതയാണോ? ആണ്. യുദ്ധം നാശമാണ്. എന്തുകൊണ്ടാണ് ചെയ്യേണ്ടി വരുന്നത്? ഇസ്രായേലിൻ്റെ ചരിത്രത്തിലോ അല്ലെങ്കിൽ പാലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിലോ ഓഫ് കോഴ്സ് അതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ അതിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന അങ്ങനെയല്ല. ഈ പാലസ്തീനിയൻ ലിബറേഷൻ മൂവ്മെൻറ്റ് തന്നെ അതിനകത്ത് ക്രിസ്ത്യാനികളുണ്ടായിരുന്നു. എൻ്റെ വേ നിങ്ങൾക്കറിയാമോ? എൻ്റെ വേ എന്ന് പറയുന്ന വിമാനത്താവളത്തിൽ 100 ഇസ്രായേലിൻ്റെ കമാൻഡോകൾ ചെന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. അത് 100 പേര് പോയതിൽ 99 പേരും ജീവനോടെ തിരിച്ചു വരുന്നു. ഒരാളാണ് മരിച്ചു പോകുന്നത്. മരിച്ച ആൾ കമാൻഡറാണ് യോനാഥൻ നെതന്യാഹു. ഇന്നത്തെ നെതന്യാഹുവിൻ്റെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മൂത്ത സഹോദരനാണ്. ഈ ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേലിൻ്റെ ഒരു കമാൻഡോ തന്നെയായിരുന്നു, ഒരു എലീറ്റ് ഫോഴ്സിലെ ഒരു കമാൻഡോ ആയിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഈ അന്ന് തട്ടിക്കൊണ്ടുപോയ ഈ ഒരു പാസഞ്ചർ പ്ലെയിൻ തട്ടിക്കൊണ്ടുപോയിട്ട് അതിൽ ജൂതന്മാരൊഴിച്ചെല്ലാവരും വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞ ഒരു സംഘമുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് പാലസ്തീൻ ലിബറേഷൻ എന്നാണ് എൻ്റെ പേര്. ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടൊക്കെ അവിടുത്തെ പേര് വെച്ചാണ് ഇവിടെ വരുന്നത്. ഇനി ഇവിടെ ഹമാസൊക്കെ ഇവിടെ വരും. അതിൻ്റെ നേതാക്കന്മാർ ക്രിസ്ത്യൻസ് ആയിരുന്നു, പാലസ്തീനിയൻ ക്രിസ്ത്യൻസ് ആയിരുന്നു. ഇന്ന് നിങ്ങൾ 1990 ശേഷം ഈ പാലസ്തീനിയൻ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബെദൂവിൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഡ്രൂസ് എന്ന് പറയുന്ന ഒറ്റ ഒരാളെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ കാണാൻ കഴിയില്ല. ഇത് കംപ്ലീറ്റ് എന്താ പറയുക, നിങ്ങൾ ഹമാസിൻ്റെ ചാർട്ടർ മാത്രം വായിച്ചു നോക്കിയാൽ മതി. ഹമാസിൻ്റെ ചാർട്ടർ ഒരിക്കലെങ്കിലും അതിൻ്റെ ഒന്ന് ചെറുതായിട്ടൊരു പ്രധാനപ്പെട്ട 10 പോയിന്റ് ഒന്ന് എടുത്തൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ കാര്യങ്ങളൊന്നും നോക്കില്ല. പിന്നെ ജനോസൈഡ്, ലോകത്തൊരു ആർമി, ഇസ്രായേൽ ഈസ് ദ ഓൺലി ആർമി ഇൻ ദ വേൾഡ് വിച്ച് ഈസ് നോട്ട് അലൗഡ് ടു ഡിഫീറ്റ് ഇറ്റ്സ് എനിമീസ്. ഇസ്രായേൽ ഈസ് ദ ഓൺലി കൺട്രി ഇൻ ദ വേൾഡ് വിച്ച് ഈസ് നോട്ട് അലൗഡ് ടു വിൻ വാർസ്. അതൊരു വസ്തുതയാണ്. കാരണം നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും, ഇപ്പോൾ റഷ്യൻ പുടിൻ യുക്രൈനിൽ ഇങ്ങനെ അടിച്ച് പതപ്പിക്കുകയാണ്, അടിച്ച് ഒടുക്കുകയാണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വളഞ്ഞൊക്കെ ഇരിക്കുന്നതാണ്. കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ ബോംബിട്ട് എത്രയാണ് കൊല്ലപ്പെടുന്നത്? കുട്ടികൾ, സ്ത്രീകൾ, ഗർഭിണികൾ, ലക്ഷങ്ങൾ, 10 ലക്ഷത്തിലധികം ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 10 ലക്ഷം. കൈയും കാലും ഒടിഞ്ഞവർ. ഇപ്പോൾ നോർത്ത് കൊറിയയിൽ നിന്ന് ആൾ പോയി, നമ്മുടെ കിം ജോങ് ഉൻ പറഞ്ഞു വിട്ടു. 650 എണ്ണം പോയി. അവിടെ അവർ മരിച്ചു കിടക്കുന്ന പടങ്ങളൊക്കെ വേണം. കാക്ക ചെത്ത് കിടക്കുന്ന ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെ കുർസ്ക് എന്ന് പറയുന്ന റീജിയൻ യുക്രൈൻ പിടിച്ചടക്കായിരുന്നു. അത് ലിബറേറ്റ് ചെയ്യാനായിട്ട് പുടിൻ നോക്കിയപ്പം അമ്മമാർ പിടിച്ച് അശുദ്ധി ആയി. അതുകൊണ്ട് അത് പിടിച്ചെടുക്കാനായിട്ട് പുറത്തുനിന്ന് ആളെ ഇറക്കാമെന്നും പറഞ്ഞാണ് ഈ നോർത്ത് കൊറിയൻസിന് 3400 പേര് കട്ടിലാണ് അന്ന് പോയതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യം. ഇസ്രായേൽ മാത്രമാണ് ഇപ്പോഴും ഇസ്രായേൽ. ഞാനൊരു കാര്യം പറയാം. ഇസ്രായേൽ ബോംബിടുന്നതിന് മുമ്പ് പറയും, ഞങ്ങളിവിടെ ബോംബിടാൻ പോവുകയാണെന്ന് അലർട്ട് കൊടുക്കും, മെസ്സേജ് കൊടുക്കും, ലഘുലേഖ വിതരണം ചെയ്യും. ലോകത്ത് എത്ര രാജ്യങ്ങൾ ഇങ്ങനെ യുദ്ധം ചെയ്യാറുണ്ട്?
അപ്പോൾ നമ്മൾ അങ്ങനെ എങ്ങാണ്ട് ലഘുലേഖ കൊടുത്താൽ ഓടിപ്പോകാൻ പറ്റുമോ? ലഘുലേഖ കൊടുക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ ലിറ്ററേച്ചർ സപ്ലൈ ചെയ്യണം, മെസ്സേജ് അയക്കണം, മില്യൺസ് ഓഫ് ആൾക്കാർക്കാണ് കൊടുക്കേണ്ടത്. പരമാവധി ഒഴിപ്പിക്കുക. അവർ പറയും നാളെ എവിടെ അടിക്കും. ഇപ്പോൾ ടെഹ്റാനിലും പറഞ്ഞിട്ടുണ്ടല്ലോ, ടെഹ്റാനിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന അടിക്കാൻ പോവാണ്, ഒരു ദിവസത്തിനുള്ളിൽ ഒഴിഞ്ഞു. ആളുകൾ പോയി, തുർക്കിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. തിരിച്ചാരെങ്കിലും ചെയ്യാറുണ്ടോ? ഇപ്പോൾ ഈ ഇറാൻ കൊണ്ടുവന്ന് കുറേ ബോംബ് ഇടുന്നുണ്ടല്ലോ, കുറേ മിസൈൽ അവിടെ നിന്ന് തൊടുത്ത് വിടുന്നുണ്ട്. ഇന്നെന്താ 27 എണ്ണം വിട്ടു, 11 അടുത്ത് വന്ന് വീണു, ബാക്കിയെല്ലാം ഇൻ്റർസെപ്റ്റ് ചെയ്തു. 11 അടുത്ത് വീണെന്ന് പറഞ്ഞാൽ ഈ 11 വീണ സ്ഥലങ്ങളും ഇസ്രായേലിൻ്റെ ഇൻ്റർസെപ്ഷൻ സിസ്റ്റം നോക്കിയിട്ട് അതിൻ്റെ ആംഗിൾ നോക്കിയിട്ട് വിട്ടതാണ്. കാര്യം ആരും പാഴ്നിലങ്ങളിലോ ഉപയോഗശൂന്യമായ സ്ഥലങ്ങളിലോ വലിയ പ്രശ്നമില്ലാത്ത സ്ഥലങ്ങളായതുകൊണ്ട് അവർ വിടുന്നതുകൊണ്ടാണ് ഇത് ഹിറ്റ് ചെയ്യുന്നത്. കാരണം അതിനെ അടിച്ചിടണമെങ്കിൽ അവർക്ക് അത് എത്രമാത്രം പൈസ പോകും. 3-4 മിസൈൽ അതിൻ്റെ പേരിൽ അവർ നോക്കുമ്പോൾ അതിൻ്റെ ആംഗിൾ ഇങ്ങനെയാണ്, അവിടെ പോയി ഇടിച്ചിട്ട് കളയും. ഇതേപോലെ 145 ഹോസ്പിറ്റൽസ് ടെഹ്റാനിൽ മാത്രമുണ്ട്. 145 ഹോസ്പിറ്റൽസ് ഉണ്ട്. ടെഹ്റാന് യാതൊരു എയർ കവറും ഇല്ല. എപ്പോൾ വന്നാലും അടിച്ചാലും അടി വാങ്ങിക്കാനേ പറ്റത്തുള്ളൂ. ആ അവസ്ഥയിലാണ് ടെഹ്റാൻ കിടക്കുന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരിങ്ങനെ നേക്കഡായിട്ട് കിടക്കുക, ഡിഫെൻസ്ലെസ് ആയിട്ട് കിടക്കുകയാണ്. ആശുപത്രികൾ അവിടെയുണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ അവിടെയുണ്ട്. ഇസ്രായേൽ അടിക്കുന്നത് അതേ അല്ലല്ലോ. ഞാൻ ഓരോന്ന് നോക്കാറുണ്ട്. അവരടിക്കുന്നത് ഏതാണ്? മിസൈൽ ലോഞ്ചിങ് പാർട്സിലാണ് അടിക്കുന്നത്, കൊണ്ടുപോയി ന്യൂക്ലിയർ സെൻറ്റേഴ്സിലാണ് അടിക്കുന്നത്, എയർ ഡിഫൻസ് സിസ്റ്റത്തിലാണ് അടിക്കുന്നത്, വിമാനത്തിൻ്റെ പാർക്ക് ചെയ്തിരിക്കുന്ന വിമാനത്തിൻ്റെ മേളിലാണ് കൊണ്ടിരുന്നത്, മനുഷ്യരുടെ മേളിലല്ലല്ലോ. അല്ല. ഇനി ഗാസയിലെ ജനോസൈഡിനെ കുറിച്ച് നിങ്ങൾ പറയുന്നു. ഗാസയിലെ ഈ ഹോസ്പിറ്റലുകളിലെല്ലാം തന്നെ പ്രധാനപ്പെട്ട എല്ലാ ഹോസ്പിറ്റലുകളിലും തുരങ്കങ്ങളുണ്ടായിരുന്നു എന്ന് ഇസ്രായേൽ തെളിയിച്ചിട്ടുള്ള, ഡോക്യുമെൻ്റായിട്ട് എവിഡൻസ് ആയിട്ട് തെളിയിച്ചിട്ടുള്ളതാണ്. ഏറ്റവും അവസാനം മുഹമ്മദ് സിൻവറിനെ പിടിച്ചത് പോലും ഒരു തുരങ്കത്തിൽ നിന്നാണ്, ഹോസ്പിറ്റലിനടിയിലുള്ള തുരങ്കം. അപ്പോൾ അത് മാത്രമല്ല, അത് ഹമാസ് നിഷേധിക്കുന്നില്ല. ഹമാസിൻ്റെ നേതാവ് പറയുന്നത് ഒരു നെസസറി സാക്രിഫൈസ് ആണെന്ന് പറയുന്നു. അവർ പറയുന്നു ടണലുകൾ ഞങ്ങളുടെ സുരക്ഷയ്ക്കായിട്ടാണെന്ന്, ജനങ്ങളെ UN നോക്കിക്കോളൂ എന്ന് പറയുന്നു. ഇനിയിപ്പോൾ വേറൊരു കാര്യം നോക്കുക, ഇസ്രായേൽ അല്ലേ ഇവർക്ക് ആഹാരം കൊടുക്കുന്നത്? ഇപ്പം ഇസ്രായേൽ അല്ല, UN കൊടുത്തോളൂ എന്ന് പറഞ്ഞു. UN കൊടുത്തോളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് UN ആഹാരം കൊടുത്തത്. എന്ത് സംഭവിച്ചു എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. 500 ട്രക്ക് എന്തിനാ ഇങ്ങോട്ട് കയറി വന്നേന്ന്. ഇപ്പോൾ 70 ട്രക്കൊക്കെ അടിപൊളിയായിട്ട് അവർ ജീവിക്കുന്നു. 2 മാസം ഒരു ട്രക്കും ഇല്ലാതെ ജീവിച്ചു. അപ്പോൾ പല ട്രക്കിലും എന്താണ് വന്നുകൊണ്ടിരുന്നത് നിങ്ങൾ കണ്ടിരുന്നു? ഈ ഹമാസ് ഈ അടുത്തിടെ കുറേ ബന്ദികളെ വിട്ടയച്ചിരുന്നു. അന്നേരം കുറേ ഷോകളൊക്കെ നടത്തിയായിരുന്നു. കുറേ കോഫിൻ ഡാൻസൊക്കെ വെച്ച്, ഒരു കോഫിൻ, ചത്ത മനുഷ്യരുടെ കോഫിന്, അതേതാ നേപ്പാളി തായ്ലൻഡുകാരനെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി വെച്ചിരിക്കുകയാണ്. എന്താ സാർ ഞങ്ങളിതിലൊന്നുമില്ല. അല്ല നീ വാ. അതാണ് ക്രൂരത. എന്താ നിങ്ങൾ പറഞ്ഞത്? മനുഷ്യത്വത്തിൻ്റെയും മാനവികതയുടെയും അങ്ങേയറ്റമാണ്. തായ്ലൻഡുകാരനെയും നേപ്പാളിയൊക്കെ പിടിച്ച് 500 ദിവസം കൊണ്ടുവന്ന് വെച്ചേക്കാണ്. അവനിത് എന്തുവാണെന്നറിയില്ല. എന്നാടാ നിന്നെ പിടിച്ച് നമ്മൾ തന്നെ ഇപ്പോൾ ഒരു മീൻകാരനാണെങ്കിൽ, ഒരു മത്സ്യബന്ധന തൊഴിലാളിയാണെങ്കിൽ മത്സ്യം പിടിക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു പൊളോനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കയറി കഴിഞ്ഞാൽ അവൻ എടുത്ത് കളയും. അവന് ആവശ്യമില്ലല്ലോ അത്. ആ പൊളോനെ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി അവൻ പീഡിപ്പിക്കൂ. അവന് ആവശ്യമില്ലാത്ത ഒരു വ്യക്തി, അതുമായിട്ട് അൺറിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളെയൊക്കെ ഇത്രയും പിടിച്ചുകൊണ്ട് പോയി കൊല ചെയ്തു. അങ്ങനെയൊന്നും ഇസ്രായേൽ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇസ്രായേൽ തിരിച്ച് ചെയ്യുക. 1200 പേരെ അവരെന്തോ ചെയ്ത് തിരിച്ച് 1200 പേരെ തട്ടിക്കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ നിങ്ങൾ അംഗീകരിക്കൂ? ഇല്ല. ഇസ്രായേൽ അതും ചെയ്യാൻ പാടില്ല, ഇതും ചെയ്യാൻ പാടില്ല, ഡിഫെൻഡ് ചെയ്യാനും പാടില്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഈ ബന്ദികളെ കൈമാറുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അതിനകത്ത് ഇറങ്ങി വന്ന ഹമാസുകാരെ നിങ്ങൾ കണ്ടായിരുന്നോ? അയ്യോ, ഹമാസുകാർ ഓവർ വെയിറ്റ് ആണ്, ഭയങ്കര. ആരിച്ചോ ടാങ്കിൽ ടണലിനുള്ളിൽ ഇരിക്കുകയാണ്, തീറ്റ നടക്കുകയും ചെയ്യുന്നുണ്ട്. എക്സസൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ, കൈ പുറത്ത് കാണിക്കാൻ പറ്റുമോ? ആഹാരം നല്ലതാണ്, കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഇസ്രായേൽ തന്നെ ഏറ്റെടുത്തിരിക്കുന്നു, അവർ നടക്കുന്നു. കുറേ കഴിയുമ്പോൾ മെല്ലെ ഇസ്രായേൽ ആ കാര്യത്തിൽ ചെയ്യുന്നത് ഈ പറയുന്നതാണ്. പിന്നെ കൊളാട്രൽ ഡാമേജ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ അവിടെ അനുകൂലമായ, അതായത് ഇസ്രായേലിന് അല്ലെങ്കിൽ ഹമാസിൻ്റെയോ ഭാഗത്തല്ലാത്ത മനുഷ്യർ കൊല്ലപ്പെടുന്നുണ്ട്. അതീവ ദുഃഖകരമാണ്, വേദനാജനകമാണ്. ഇത് നമ്മളെ ഒരിക്കലും സന്തോഷിപ്പിക്കുന്നതല്ലല്ലോ. ഇപ്പോൾ ഇസ്രായേലിൽ ഒരു ബോംബ് വീഴുമ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പാട്ടും കൂത്തും ആരവവും ഒക്കെയാണ്. നമുക്കൊരിക്കലും ഗാസയിൽ ഒരു ബോംബ് വീഴുമ്പോഴും അങ്ങനെ തോന്നേണ്ട കാര്യമില്ല. അത് തെറ്റാണ്, അങ്ങനെ തോന്നില്ല. പിന്നെന്തിനാണ് പിന്നെ തെറ്റാണ് ശരിയെന്ന് അങ്ങനെ ആർക്കും തോന്നാറില്ല. പക്ഷെ ഇതിങ്ങനെ തോന്നുന്നു. ഇറാനിലിപ്പോൾ 1000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും ഒരു സന്തോഷമുണ്ടോ? സന്തോഷം ഉണ്ടാകുന്നത് ചില മനസ്സുകളിൽ മാത്രമാണ്. ആ മനസ്സുകൾ എന്ന് പറയുന്നത് അവർ നല്ല മനുഷ്യരാണ്, പക്ഷേ ആ മനസ്സുകളിലെ നിയന്ത്രിക്കുന്ന ചില സോഫ്റ്റ്വെയറുകളുടെ പ്രശ്നമാണ്.
നടത്തുമ്പോൾ മീഡിയ കംപ്ലീറ്റ് ഓരോ പാകിസ്ഥാനിൽ എവിടെ വീഴുന്നത് അങ്ങോട്ട് കൊണ്ടുപോയി ഇപ്പൊ തിരിച്ചു പറയുന്നത് യുദ്ധം എപ്പോൾ സമാധാനം ഉണ്ടാവും. യുദ്ധവിരുദ്ധ സാഹിത്യം പടക്കുന്നവരെ ജസ്റ്റ് നാടെ അല്പം അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് നടന്നങ്ങ് പോകുന്നതായിരിക്കും നല്ലത്. അവരെ പരിഗണിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പം ഞാൻ കഴിഞ്ഞ തിരുവനന്തപുരത്ത് നടത്തിയൊരു പ്രഭാഷണത്തെ സമയമുണ്ടോ ഒരൊറ്റ കാര്യത്തോട് പറഞ്ഞു? ഈ പാലസ്തീൻ എങ്ങനെയായാലും പാലസ്തീൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കും. പിന്നെ ഹമാസ് റേപ്പ് ചെയ്താലും കൗണ്ടർ റേപ്പ് ചെയ്താലും കുട്ടിയെ കൊന്നാലും ഇനി അമ്മയെ കൊന്നാലും എല്ലാം അത് ശരിയായിരിക്കും എന്നൊക്കെ പറയുന്ന കുറേ വാദങ്ങളുണ്ടല്ലോ. ഇവർ പറയുന്നറിയാം എന്തുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ പറയുന്നറിയാവോ? ഇത് പീഡിപ്പിക്കപ്പെട്ട ജനതയാണ് പാലസ്തീൻ. അവരെ അടിച്ചോടിച്ചതാണ്, അവരുടെ രാജ്യം നിഷേധിച്ചാണ്. അതുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് അവരുടെ കൂടെ നിൽക്കും. ഞങ്ങൾ എല്ലായിടത്തും നിന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഇങ്ങനൊരു കാര്യമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ വാട്ട് അബൌട്ട് ടിബറ്റ്? നിങ്ങൾ ടിബറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അധികം കേരളത്തിൽ അധികം കേൾക്കില്ല. ടിബറ്റ് എന്ന് പറയുന്ന ഒരു രാജ്യമായിരുന്നു. 1917 മുതൽ 1950 വരെ ഒരു രാജ്യമായിരുന്നു ടിബറ്റ്. സ്വന്തമായ ലാംഗ്വേജ് ഉണ്ടായിരുന്നു, ഭാഷ ഉണ്ടായിരുന്നു, പതാക ഉണ്ടായിരുന്നു, ഭരണഘടന ഉണ്ടായിരുന്നു. ആ രാജ്യത്തെയാണ് കമ്മ്യൂണിസ്റ്റ് ചൈന കീഴടക്കിയത്. മാർച്ച് ചെയ്ത് വന്ന് അധിനിവേശം നടത്തുകയാണ്. ഈ ടിബറ്റൻസ് ഇന്ന് എവിടെയാണ്? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കപ്പെട്ട് കിടക്കുകയാണ്. അത്രയൊന്നും ചിതറിയിട്ടില്ല പാലസ്തീനികളൊന്നും. അവിടെ നടക്കുന്ന ക്രൂരതകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവിടുന്ന് ഒരു ഭരണാധികാരി ഓടി ഇന്ത്യയിൽ വന്നു. അങ്ങനെയാണ് ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടാകുന്നത് 1962. ഇല്ല, അതൊന്നുമില്ല. പാലസ്തീൻ ഒരു പടപ്പാണ്. ഞാൻ പണ്ട് പാലസ്തീൻ വലിയ ആളാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ യാസർ അരാബത്തിന്റെ പടമൊക്കെ വെച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. ഇന്ദിരാഗാന്ധിയായിട്ട് എൻ്റെ പഠനമുറിയിലെ പ്രധാന പടമായിരുന്നു ഇന്ദിരാഗാന്ധി യാസർ അരാബത്തൂടെ ഇരിക്കുന്ന ഒരു പടം. കാരണം നമ്മൾ ഇതൊന്നും അറിയുന്നില്ല. ബാക്കി പത്രവാർത്തകൾ ജനയുഗം ദേശാഭിമാനി ആ മോഡലിൽ പോവില്ലേ. ഞാൻ ഈ ടിബറ്റിൻ്റെ കാര്യം മാത്രമല്ല, നിങ്ങൾ ഒരുപാട് സിങ് ജിയാങ് എന്ന് പറയുന്ന പ്രവിശ്യയുണ്ട്. പുതിയ രാജ്യം എന്ന് പറഞ്ഞ അർത്ഥം. അവിടെ 10 ലക്ഷം മുസ്ലിങ്ങൾ ഇപ്പോഴും അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, പരിഷ്കരിച്ചുകൊണ്ടിരിക്കുക, കഴുകി ശരിയാക്കിക്കൊണ്ടിരിക്കുക. ഖുർആൻ വായിക്കാതിരിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, വ്രതം എടുക്കാതിരിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നവുമില്ല. ആരും മിണ്ടുന്നില്ല. തുർക്കി മിണ്ടുന്നില്ല, പാകിസ്ഥാൻ മിണ്ടുന്നില്ല, ഇമ്രാൻഖാൻ ജയിലിൽ കിടന്നും മിണ്ടുന്നില്ല, അസീം മുനീർ പുറത്ത് കിടന്നും മിണ്ടുന്നില്ല, ആരും മിണ്ടുന്നില്ല. ഒരു കുഴപ്പമില്ല. ഇവിടെ ഒരു കുഴപ്പമില്ല. ഇപ്പം ഇറാനെ പിന്തുണയ്ക്കുന്നു കുറേ ആളുകൾ. എന്താണ് അവിടുത്തെ അവസ്ഥ? ഇസ്രായേലിലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്. അതിൽ 1-2 മെമ്പേഴ്സ് ഉണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ പാർലമെന്റ് എടുത്ത് ഉടുക്കുകയാണ്. അവർ മൈക്കൊക്കെ എടുത്ത് അടിച്ച് പറിച്ച് 1-2 പേരേ ഉള്ളൂ. അവർക്ക് എന്തും ചെയ്യാം. തെരുവിൽ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രകടന പ്രതിഷേധം. ആരും ഒന്നും പറയത്തില്ല. എല്ലാവരും അവരെ തൊഴിൽ നടക്കുന്നത്. ഇസ്രായേലി കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇറാനിലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്. ഈവൻ അവിടുത്തെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായിരുന്നു. ടൂഡോ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ഉൾപ്പെടെ CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇറാൻ. ഇറാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോൾ എവിടെ വർക്ക് ചെയ്യുന്നത്? ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം വന്നപ്പോൾ ഷായെ തുരത്താനായിട്ട് കമ്മ്യൂണിസ്റ്റുകൾ ഷായ്ക്കെതിരെ നിന്നുകൊണ്ട് അയത്തുള്ള ഖൊമൈനി എന്ന് പറയുന്ന പ്രവാചകനെ സ്വീകരിക്കുകയും അദ്ദേഹം വന്നു കഴിഞ്ഞാൽ നല്ല തിളക്കവും വെളിച്ചവും ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞാണ് ഈ വിപ്ലവം നടത്തിയത്. ഇസ്ലാമിക വിപ്ലവം എന്ന് പറഞ്ഞാൽ, വിപ്ലവം എന്ന് പറഞ്ഞാൽ വയലൻസ് എന്നർത്ഥം. ഇപ്പം ഇസ്ലാമിക വയലൻസ്, ഏത് വിപ്ലവം എന്ന് കേട്ടാൽ അതിൻ്റെ കൂടെ അത് വയലൻസ് എന്ന് വായിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. അല്ല ജനാധിപത്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും മതേതരത്വമോ ഇതൊന്നും ഒരു വിപ്ലവത്തിലുണ്ടാകത്തില്ല. അതൊക്കെ ഇവിടെ പറയേണ്ടി വരുന്നത് നമ്മൾ അങ്ങനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള കുറേ മൂല്യങ്ങളുള്ളതുകൊണ്ട്. ഒരു മതത്തിലും മതാത്മക രാഷ്ട്രീയത്തിലും ജനാധിപത്യവും ഇല്ല, മതേതരത്വവും ഇല്ല. അപ്പോൾ ആ ഇറാനിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കൾ 10,000-കണക്കിന് ആളുകളാണ് നിഷ്കരണം ആവിയായിപ്പോയത്. നല്ലൊരു പാർട്ടിയായിരുന്നു, നല്ല പാർട്ടികളാണെന്ന് വെച്ചാൽ നല്ല ശക്തിമത്തായ പാർട്ടിയായിരുന്നു. ഇവിടുത്തെ പാർട്ടികളെ പോലെ പോയി. ഇന്ന് ഇറാനിൽ നിങ്ങളൊരു ചെഗുവേരയുടെ ടീഷർട്ട് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ തന്നെ പ്രശ്നമാണ്. ചെഗുവേരയുടെ ടീഷർട്ട്, അരിവാൾ ചുറ്റിയ നക്ഷത്രം, പിന്നെ ചെങ്കൊടി അവർക്ക് ഇഷ്ടമാണ്. പ്രതികാരത്തിനായിട്ട് അവർ ചെങ്കൊടിയാണ് ഇറാൻ ഉയർത്തുന്നത്, അടിക്കുമെന്ന് പറയും. പക്ഷേ ഈ മറ്റേ ചെങ്കൊടി പറ്റത്തില്ല, നിയമമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും കമ്മ്യൂണിസ്റ്റ് ചിഹ്നമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അകത്താവും. അകത്തായി ചിലപ്പോൾ ജീവിച്ചിരുന്ന ഭാഗ്യം. ഇതാണ് ഇറാൻ്റെ ചരിത്രം. സ്ത്രീകൾ, അവിടെ നോബൽ പ്രൈസ് കിട്ടിയ സ്ത്രീ ജയിലിൽ കിടന്നുകൊണ്ടാണ് നോബൽ പ്രൈസ് എന്ന്. ശിരോവസ്ത്രം ഇടാത്തൊരു ഒരു സ്ത്രീ തലയടിച്ച് പൊട്ടിക്കുകയാണ് ചെയ്തത്. വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ വസ്ത്രം മാറിക്കിടന്നതിനാണ് പുറകെ കൊണ്ടുപോയി വെടിവെച്ച് നട്ടൽ തകർന്നൊരു സ്ത്രീ കിടക്കുന്നു. ഇങ്ങനെ ഒരു സമൂഹത്തിലെ ഒരു ഭരണകൂടത്തെയൊക്കെ പൂഴ്ത്തിക്കൊണ്ട് ഒക്കെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ
പിന്നെ ന്യൂക്ലിയർ ആയുധത്തിൻ്റെ കാര്യത്തിൽ അത് ഇരട്ടത്താപ്പുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞാൻ സമ്മതിക്കുന്നു, ഞാൻ എന്നും പറഞ്ഞിട്ടുള്ളതാണ്. കാരണം കുറേ പേര് ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കി അവർ പറയുന്നു ഇനി വേറെ ആരും ഉണ്ടാക്കണ്ടെന്ന് പറയുന്നു. അത് ഇരട്ടത്താപ്പെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത് പൊളിറ്റിക്കലി അത് ഹിപ്പോക്രസി തന്നെയാണ്. അപ്പോൾ ചോദിക്കും എല്ലാവർക്കും അങ്ങ് ഉണ്ടാക്കാൻ അനുവദിക്കണമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും അത് ശരിയല്ലല്ലോ, അവിടെ പ്രായോഗികത നോക്കണ്ടേ. അതാണ് അതിനകത്ത് പ്രശ്നം. ഇപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കാനായിട്ട് അടുത്തടുത്ത് വരിക. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ന്യൂക്ലിയർ ആയുധം ഉണ്ട്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് ന്യൂക്ലിയർ ആയുധം ഉണ്ട്. ന്യൂക്ലിയർ ആയുധമുള്ള 2 രാജ്യങ്ങൾ ചേർന്ന് ന്യൂക്ലിയർ ആയുധങ്ങൾ ഇതുവരെ ഇല്ലാത്ത ഒരു രാജ്യത്തെയാണ് ആക്രമിച്ചത്. വസ്തുതയാണ്. പക്ഷേ ഈ രാജ്യം അതിനടുത്തെത്തിയിരിക്കുകയാണ്. പിന്നെ ഈ രാജ്യത്തിന് വേറൊരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ മതി. ഇത് നോക്കേണ്ടി വരും. അത് ഈ ഹമാസ് വെച്ച് നോക്കേണ്ടി വരും. ഇപ്പം ചില പറയും 60% വരെയല്ല ആയുള്ളൂ. ആക്ച്വലി യുറേനിയം 235 എന്ന് പറയുന്ന ഒരു ഐസോട്ടോപ്പ് ആണ് ശരിക്കും ഫിസൈൽ മെറ്റീരിയൽ. 238 ആണ് നമ്മൾ പൊതുവെ കാണപ്പെടുന്ന ഐസോട്ടോപ്പ്. 99.3% അതാണ്. 0.7% മാത്രമാണ് ഈ 235 എന്ന് പറയുന്ന ഐസോട്ടോപ്പുള്ളത്. അത് വേർതിരിച്ചെടുക്കുകയാണ്. യുറേനിയത്തെ ഗ്യാസ് ആക്കിയതിന് ശേഷം സെൻട്രിഫ്യൂജിൽ വെച്ച് കറക്കി അത് വേർതിരിച്ചെടുക്കുകയാണ്. 3% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെങ്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. 3%. മെഡിസിനൽ പർപ്പസിന് പരമാവധി 20%. അത് മതി ഒരു രാജ്യത്തിന്. പിന്നെ ഇറാൻ എന്തിനാണ് ഈ 60 വരെ സമ്പുഷ്ടീകരിച്ചത്? കറക്കി എന്തിനാ? ന്യൂക്ലിയർ ആയുധം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ. അപ്പോൾ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന ഒരു രാജ്യം വെച്ച് നോക്കുമ്പോൾ ആളുകൾക്ക് അല്പം പ്രശ്നമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ 60% സമ്പുഷ്ടീകരണം നടത്തിയെന്ന് പറയുമ്പം ആളുകൾ വിചാരിക്കുന്നു ഓ ഈ 60 ആയിട്ടുള്ളൂ, ഇനി 40 ബാക്കിയുണ്ടെന്ന്. അങ്ങനെയല്ല സമ്പുഷ്ടീകരണം പോകുന്നത്. 60% എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 90% തന്നെ നിങ്ങൾ വെക്കണം. ഏതാനും ജസ്റ്റ് 1 സ്റ്റെപ്പ് അവേ ഫ്രം എന്നാണ് എൻ്റെ അർത്ഥം. അല്ലാതെ ഇൻക്രിമെൻ്റൽ 60, 61, 62, 63 അങ്ങനെയല്ല ഇത് പോകുന്നത്. അതിൻ്റെ ഒരു ടെക്നിക്കലായിട്ടുള്ള ആസ്പെക്റ്റ് അറിയാത്തതുകൊണ്ടാണ് പലരും 60 ആയുള്ളൂ, ഇനി 40 പോകുന്നുണ്ട്. അങ്ങനെയല്ല. ജസ്റ്റ് 1 or 2 വീക്ക് അവേ ഫ്രം ഒരു ജസ്റ്റ് അടുത്ത സ്റ്റെപ്പാണ്. 90% അധികം ആയിക്കഴിഞ്ഞാൽ ഫിസൈൽ മെറ്റീരിയൽ ആയിക്കഴിഞ്ഞാൽ അത് ചെയിൻ റിയാക്ഷൻ ഉണ്ടാക്കും. അല്ലാതെ ഒരുപാട് അതാണ് പറയുന്നത്. 2012 മുതൽ നെതന്യാഹു പറയുന്നത് അവർ 2 ആഴ്ച 3 ആഴ്ച 1 മാസം അകലെയാണെന്ന്. അതേ അവസ്ഥയിൽ തന്നെയാണ്. ഇന്നത്തെ ബോംബിങ് എത്രമാത്രം ഫലവത്തായിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ ബോംബ് ചെയ്തു. നമുക്ക് നോക്കാം ബാക്കി എന്ത് വരുമെന്ന് അറിയാം. പിന്നെ നിങ്ങൾ ഈ പറയുന്ന ചോദ്യത്തോട് ഞാൻ ചോദ്യത്തെ ബഹുമാനിക്കുന്നു, പക്ഷേ ചോദ്യത്തോട് വിയോജിക്കുന്നു. ഓക്കെ. തമിഴിൽ നിന്നാണ് കന്നഡ വന്നതെന്ന് കമലഹാസൻ പറഞ്ഞതിനെ ചൊല്ലി വലിയ കലാപമുണ്ടായി. ഇതിൻ്റെ വാസ്തവം എന്ത്? ഭാഷയുടെ പേരിൽ ഇത്തരം തർക്കം ആരോഗ്യപരമാണോ? ഒട്ടും ആരോഗ്യപരമല്ല. ഈ ഭാഷാഭ്രാന്തന്മാർ മതഭ്രാന്തന്മാരെക്കാൾ കഷ്ടമാണ്. ഈ തമിഴന്മാരായാലും കന്നഡക്കാരായാലും ആരായാലും ഈ സ്വന്തം ഭാഷയാണ് ഏറ്റവും വലുത്. അത് ഭയങ്കര സങ്കുചിതവാദമാണിത്, ഭാഷാവാദം. നമ്മളിപ്പോൾ മലയാളികൾക്ക് അത്രയും ഒരു രോഗമില്ല. മലയാളം എന്ന് പറഞ്ഞാൽ തന്നെ പലർക്കും പുച്ഛമാണ്. അത് ഒരു വരെ പുച്ഛം ആവേണ്ട കാര്യമില്ല കേട്ടോ. മലയാളം എന്ന് പറയുമ്പോൾ പുച്ഛമാവേണ്ട കാര്യമില്ല. നമ്മൾ എന്തിനാണ് നമ്മുടെ തന്നെ പുച്ഛിക്കുന്ന കാര്യം എന്താണ്? നമ്മൾ ഇന്ത്യയെ പുച്ഛിക്കാറുണ്ട് അല്ലേ? ഒളിമ്പിക്സ് വരാൻ പോകുന്നു, ഇവിടുന്ന് കുറേ പേര് പോയിട്ടുണ്ട്, ഇപ്പം കിട്ടും എന്ന് പറയും. നീ ആരെയായി പുച്ഛിക്കുന്നേ? ഇവിടെ സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മുഴുവൻ കൺവെൻഷൻ സെൻറ്ററും പിന്നെ കൈത്തറി കരകൗശല എക്സിബിഷനും പിന്നെ ട്രാഫിക് പരിശീലനവും ഒക്കെ ആയിട്ട് നടത്തുന്ന നീ പറയാണ് കുറേ പേര് ഒളിമ്പിക്സ് പോയിട്ട് പോയിട്ട് കിട്ടുമെന്ന്. അപ്പോൾ നമ്മളെ പുച്ഛിക്കുന്നതിലോ നമ്മളെ കളിയാക്കുന്നതിലോ ഒന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് മലയാള ഭാഷ പിന്നെ ഭ്രാന്ത് പാടില്ല. ഭാഷയെ സ്നേഹിച്ച് നിങ്ങൾ പിന്നെ കുഞ്ചൻ്റെ തത്ത എന്നൊക്കെ പറഞ്ഞ് വെള്ളം ഉണ്ടാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരിക്കലും ഒരു ഭാഷയും ഈ ഭാഷ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ ഭാഷ പണ്ട് വേറെ ഭാഷയായിരുന്നു, എഴുത്ത് വേറെ ആയിരുന്നു. ഇതൊക്കെ ഒരു നൈരന്തര്യമാണ്. നമ്മളതിലിങ്ങനെ അമിതമായി അഭിമാനിക്കുകയോ അല്ലെങ്കിൽ അമിതമായി അതിൽ അപമാനം കൊള്ളുകയോ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് കമലഹാസൻ പറഞ്ഞത്. കമലഹാസന് സങ്കുചിത്വം തന്നെയാണ്. അത്രയും ഒരു വെളിച്ചം വരാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ഭാഷ ഹിസ്റ്റോറിക്കലി ശരിയാണ് എന്ന് എനിക്കറിയില്ല. തമിഴ് ഒരുപാട് പഴക്കം അവകാശപ്പെടുന്ന ഭാഷയാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ് തമിഴിലെ പ്രധാനപ്പെട്ട അതിനകത്ത് പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മക്കളെല്ലാം തമിഴ് സംസാരിക്കും. 3 പേര് സംസാരിക്കും തമിഴും കന്നഡയൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. നമ്മളെ ആക്കാനായിട്ട് അവർ മലയാളം റദ്ദ് ചെയ്തിരിക്കുകയാണ് വീട്ടിൽ. പക്ഷേ ഞാൻ പറഞ്ഞ ഈ ഭാഷാ സങ്കുചിതത്വം ഭയങ്കര ബോറാണ്.
ഓക്കെ ഇനി ഓക്കെ റൈറ്റ് ശരി താങ്ക് യു വെരി മച്ച്.